Hey guys, welcome all. So today നമ്മൾ ഒരു ലൈവ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നമ്മൾ ലൈവിൽ IIT AIIMSന്റെ നമ്മളുടെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സിലബസിലെ ചാപ്റ്റേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും. സോ നമ്മൾ ഇന്ന് ബയോളജിയിലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സിലബസസ് ഒക്കെ. സോ അതിലെ മേജർ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് എക്സ്ക്രീറ്ററി സിസ്റ്റം. രണ്ടും സെപ്പറേറ്റ് ടോപ്പിക്സ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ ടോപ്പിക്സിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് സ്ക്രീനിങ് ടെസ്റ്റിന് പഠിക്കേണ്ടത്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ദാറ്റ് യു ഷുഡ് കവർ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ നമ്മളുടെ സ്ക്രീനിങ് ടെസ്റ്റ്, നമ്മുടെ ബ്രില്യൻറ്റ് ഫാമിലിയുടെ ഒരു പാർട്ടാവാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ എക്സാംസിന് വേണ്ടിയിട്ടുള്ള കോൺസെപ്ച്വൽ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു എക്സാം നമുക്ക് ക്വാളിഫൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ബ്രില്യൻറ്റ് ഫാമിലിയുടെ ഒരു പാർട്ടാവാൻ വേണ്ടി പറ്റട്ടെ. ഓക്കെ, സോ മേജർ ആയിട്ടുള്ള നിങ്ങളുടെ സിലബസിൽ നിങ്ങൾ പല പല കോൺസെപ്റ്റ്സുകൾ കണ്ടിട്ടുണ്ടാവും. ബയോളജിയിൽ തന്നെ നമുക്ക് പല പല പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ജെനറ്റിക്സ് ഉണ്ട്, എക്സ്ക്രീറ്ററി സിസ്റ്റം ഉണ്ട്, നെർവസ് സിസ്റ്റം ഉണ്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, പിന്നെ സെൽ ടിഷ്യൂസ്, അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ സിലബസിൽ പല പല പാർട്സുകൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഓരോരോ പാർട്സും ഓരോരോ ടോപ്പിക്സ് ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫസ്റ്റ് ടോപ്പിക് ദാറ്റ് ഈസ് ഈ ഒരു ടോപ്പിക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്ലസ് എക്സ്ക്രീറ്ററി സിസ്റ്റം ആണ്. സോ നിങ്ങൾക്കറിയാം ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എലിമെൻ്ററി കനാൽസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എലിമെൻ്ററി കനാലിനെ കുറിച്ച് പഠിക്കണം, പിന്നെ കുറച്ച് ഡൈജസ്റ്റീവ് ഗ്ലാൻസുകൾ അതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അവരെയും കുറിച്ചാണ് നമ്മൾ ഈ ഒരു സെക്ടറിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നൊരു സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത്. സോ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ് മേജർലി ഈ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ യു നോ ദാറ്റ് ആഫ്റ്റർ ദ അബ്സോർപ്ഷൻ ഓഫ് ദ ന്യൂട്രിയൻസ് ഫ്രം ആ ഫുഡ് നമ്മൾക്ക് എന്തുണ്ടാവും, വേസ്റ്റ് വിൽ ബി ജനറേറ്റഡ്, റൈറ്റ്. സോ ആ വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ, സോ അത് ഫീക്കൽ മാറ്റർ ആയിട്ടുമുണ്ട്, അല്ലാതെ യൂറിൻ എന്നൊരു പെർട്ടിക്കുലർ പ്രോസസ്സ് വഴിയായിട്ടും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വേസ്റ്റുകൾ റിമൂവ് ചെയ്യാറുണ്ട് അല്ലേ. സോ നിങ്ങൾക്കറിയാം അതെങ്ങനെയാണ് ആ ഒരു യൂറിൻ ഫോർമേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ യൂറിൻ ഫോർമേഷൻ എങ്ങനെയാണ്, അതിൻ്റെ പ്രോസസ്സസ് ഒക്കെ നമ്മളൊന്ന് നോക്കണം. ഓക്കെ, പിന്നെ കിഡ്നിയുടെ സ്ട്രക്ചർ നോക്കണം, അതിൻ്റെ പാർട്സ് നോക്കണം. സോ ഹൗ ദ യൂറിൻ ഇസ് ഫോംഡ്, നെഫ്രോണിൻ്റെ സ്ട്രക്ചേഴ്സ് ഒക്കെ എന്താണ് എന്നതിനെക്കുറിച്ച് അറിയണം. പിന്നെ കിഡ്നിയുടെ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ഒക്കെ ഏതാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്കൊരു കുറച്ച് ടൈമേ ഉള്ളൂ. ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ദ മേജർ ടോപ്പിക്സ് ടു ബി കംപ്ലീറ്റഡ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഫോക്കസ് ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യാം. സോ ആർ യു ഗൈസ് റെഡി ടു ഗോ വിത്ത് ദിസ് ലൈവ്? ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് നോക്കാം. നമ്മൾ രണ്ടും ടോപ്പിക്സ് കവർ അപ്പ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ലുക്കിംഗ് ഇൻ ടു ദ വിച്ച് പോർഷൻ, നമ്മൾ പോകുന്നത് നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്കാണ്. ഓക്കെ, സോ വാട്ട് യു നോ അബൌട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റം? ഡൈജസ്റ്റീവ് സിസ്റ്റം എന്താണ് അറിയുന്നവർക്കൊന്ന് കമൻറ്റ് ചെയ്ത്, വാട്ട് ഈസ് ഡൈജസ്റ്റീവ് സിസ്റ്റം? ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ദാറ്റ് ഈസ് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ദ ഫുഡ് ദാറ്റ് ഇസ് ബീൻ എൻറ്റേർഡ് ഇൻ ടു ആ ബോഡി ഇസ് ബീൻ ബ്രോക്കൺ ഡൗൺ ഇൻ ടു സിമ്പിൾ ഫോംസ് ആക്കുന്നുണ്ട്. നോർമലി നമ്മൾ കഴിക്കുന്ന ഫുഡ്സ് ഒക്കെ എന്താ, കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് അല്ലേ. സോ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് സബ്സ്റ്റൻസുകളെ നമ്മൾ എന്താക്കുകയാണ് ചെയ്യുന്നത്, സിമ്പിളർ ഫോംസ് ആക്കുകയാണ് ചെയ്യുന്നത്. വൈ ആർ വി കൺവേർട്ടിംഗ് ദിസ് കോംപ്ലക്സ് സബ്സ്റ്റൻസസ് ഇൻ ടു സിമ്പിൾ ഫോംസിലേക്ക് ആക്കുന്നത് എന്തിനാ, ഇൻ ഓർഡർ ടു ഗെറ്റ് എനർജി, റൈറ്റ്. നമുക്കൊരു എനർജി കിട്ടണം. നമ്മൾ പല ടൈപ്പ് ഓഫ് ഫുഡ് മെറ്റീരിയൽസ് കഴിക്കുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, വിറ്റാമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ഫാറ്റ്സ് ഉണ്ട്. സോ നമ്മളങ്ങനെ പല കൈൻഡ്സ് ഓഫ് ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുന്നുണ്ട്. സോ ദേ ആർ ഓൾവേസ് കോംപ്ലക്സ് ഇൻ നേച്ചർ അല്ലേ, കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. അപ്പോൾ നമ്മൾ മൗത്തിലേക്ക് കൊടുക്കുന്ന ആ ഫുഡ് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൂടെ ഗോ ത്രൂ ചെയ്തിട്ട് വി ഹാവ് ബീൻ മേക്കിംഗ് ദം ഇൻ ടു സിംപ്ലർ ഫോംസ് ആക്കുക ചെയ്യുന്നത്. സോ ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ അതിനെ ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്യണം, പ്രോട്ടീൻസ് ആണെങ്കിൽ അതിനെ എമിനോ ആസിഡ്സ് ആയി കൺവേർട്ട് ചെയ്യണം, ഫാറ്റുകളാണെങ്കിൽ അതിനെ ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ എന്ന സിമ്പിൾ ഫോംസ് ആക്കി മാറ്റുന്നുണ്ട്. സോ കൺവേർട്ടിംഗ് ദിസ് കോംപ്ലക്സ് തിങ്സ് ഇൻ ടു സിമ്പിൾ ഫോംസ് ആൻഡ് ജനറേറ്റ്സ് എനർജി. സോ നമ്മുടെ ബോഡിയിൽ ഏറ്റവും വേണ്ട ഒരു എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസാണ്. സോ ഗ്ലൂക്കോസ് ഇസ് നീഡഡ് ഫോർ ഈച്ച് ആൻഡ് every cell of our body. Okay, so through the glucose intakeയിലൂടെയാണ് നമുക്ക് ബോഡി എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. ത്രൂ ദ മെറ്റബോളിക് പ്രോസസ്സിലൂടെ വി ആർ ഗെറ്റിംഗ് എനർജി. സോ ഹൗ ഡസ് ദിസ് കോംപ്ലക്സ് മെറ്റീരിയൽസ് ആർ ബീൻ ട്രാൻസ്ഫേർഡ് ഓർ എൽസ് ഹൗ ഡസ് ദേ ഗോണ ബ്രേക്ക് ഡൗൺ ഇൻ ടു സിമ്പിൾ ഫോംസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മുടെ ഫുഡ്സ് ട്രാവൽ ചെയ്ത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, നമ്മുടെ എലിമെൻ്ററി കനാലിലൂടെ ട്രാവൽ ചെയ്ത് ഹൗ ആർ ദേ കൺവേർട്ടഡ് ഇൻ ടു സിമ്പിൾ ഫോംസ് ആൻഡ് ഹൗ ദ ന്യൂട്രിയൻസ് ആർ ബീൻ അബ്സോർബ്ഡ് ആൻഡ് ഹൗ ദ വേസ്റ്റ് മെറ്റീരിയൽസ് ആർ ബീൻ ജനറേറ്റഡ് എന്ന് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യാം. Okay, so as you know the first topic is digestive system. So digestive system നമ്മൾ പറയുമ്പോൾ the digestive system helps in
ബ്രേക്കിംഗ് ഡൗൺ ദ ഫുഡ് ഏതാണ് നമ്മുടെ ഫുഡ് പാർട്ടിക്കിൾസിനെ സിമ്പിൾ സബ്സ്റ്റൻസസിനെ നമ്മൾ എന്ത് ചെയ്യാണ് കോംപ്ലക്സ് സബ്സ്റ്റൻസസിനെ സിമ്പിൾ സബ്സ്റ്റൻസസ് ആക്കി മാറ്റുന്നതാണ്. ഓക്കെ, സോ സിമ്പിൾ സബ്സ്റ്റൻസസ് ആക്കുന്നതിനെ എന്തിനാണ് നമ്മൾ പറയുന്നത് ഡൈജഷൻ എന്ന് പറയാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം ദറ്റ് ഇൻക്ലൂഡ്സ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻക്ലൂഡ് ചെയ്യുന്നത് എലമെൻ്ററി കനാലും ഡൈജസ്റ്റീവ് ഗ്ലാൻസുമാണ്. എലമെൻ്ററി കനാൽ സ്റ്റാർട്ട്സ് ഫ്രം ദ മൗത്ത് ആൻഡ് എൻഡ്സ് ഓൺ ദ എയ്നസ്, അത് നിങ്ങൾക്ക് അറിയുന്ന പോർഷൻസ് ആണ് അല്ലേ. പിന്നെ ഡൈജസ്റ്റീവ് ഗ്ലാൻസ് നമുക്ക് കുറച്ച് ആക്സസറി ഗ്ലാൻസുകളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ലിവർ ഉണ്ട്, പാൻക്രിയാസ് ഉണ്ട്, അതേപോലെ നമുക്ക് ഡിഫറെൻറ്റ് എൻസൈംസ് ഒക്കെ ഈ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഇൻവോൾവ് ചെയ്യാറുണ്ട്. നിങ്ങൾക്കറിയാം ഓരോരോ സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് ഓരോരോ ഗ്ലാൻസ് ഉണ്ട്, അതേപോലെ തന്നെ എൻസൈംസ് ആക്ട് ചെയ്യുന്നുണ്ട്. ദേ ഹാവ് ബീൻ ബ്രേക്കിംഗ് ദം ഇൻ ടു ദ സിമ്പിൾ ഫോംസ് ആക്കുന്നുണ്ട്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഹൗ ഡസ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ആക്ച്വലി വർക്ക്സ് ടു കൺവേർട്ട് ദ കോംപ്ലക്സ് സബ്സ്റ്റൻസസ് ഇൻ ടു സിമ്പിൾ ഫോംസ് എന്ന് നോക്കാം. ഓക്കെ അല്ലേ. സോ നിങ്ങൾക്കറിയാം ദ മേജർ സ്റ്റേജസ് ഓഫ് ഡൈജഷൻ ഏതൊക്കെയാണ്. നമുക്കറിയാം ഇൻജഷൻ ഉണ്ട്, ദെൻ ഡൈജഷൻ ഉണ്ട്, അബ്സോർപ്ഷൻ ഉണ്ട്, അസിമിലേഷൻ ഉണ്ട്, ഇജക്ഷൻ ഉണ്ട്. ദീസ് ആർ ദ 5 ടൈപ്സ് ഓഫ് ദ ന്യൂട്രിറ്റീവ് പ്രോസസ്. ഡൈജഷനിൽ നമ്മൾ നടത്തുന്ന ആ ഒരു ന്യൂട്രീഷനിൽ നമ്മൾ ചെയ്യുന്ന 5 മേജർ പ്രോസസ്സാണ് അതൊക്കെ. സോ ഈ ഒരു പ്രോസസ്സിലൂടെ തന്നെയാണ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ഹ്യൂമൻ്റെ പ്രോസസ് നോർമലി ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് ഇൻജഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ഇൻജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ദാറ്റ് ഇസ് സ്റ്റാർട്ടിങ് ഫ്രം ആ മൗത്ത്. നമ്മുടെ ബോഡിയിൽ ഡൈജഷൻ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുക ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഫ്രം ആ മൗത്ത്. മൗത്തിൽ നിങ്ങൾക്കറിയാം ദർ ഇസ് എൻ എൻസൈം അല്ലേ. നമുക്കറിയാം സിലൈവറി ഗ്ലാൻസ് ഉണ്ടെന്നറിയാം. സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെയാണ് സിലൈവറി ഗ്ലാൻസ് ഒക്കെ എന്ന് നോക്കാം. ഓക്കെ, സോ സ്റ്റാർട്ടിങ് ഫ്രം ദ മൗത്ത്, നമ്മൾ മൗത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ മൗത്ത് എന്ന് പറയുന്ന സമയത്ത് ദേ ആർ കോൾഡ് ആസ് ബക്കൽ ക്യാവിറ്റി, അല്ലെങ്കിൽ നമുക്കതിനെ ഓറൽ ക്യാവിറ്റി എന്നും കൂടെ പറയാം. ഓക്കെ, ദേ ആർ കോൾഡ് ആസ് ഓറൽ ക്യാവിറ്റി എന്നുകൂടെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, സോ ആസ് യു നോ ദറ്റ് മൗത്ത് എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോർഷൻ ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഓക്കെ, നമ്മൾ ആ കോംപ്ലക്സ് ആയിട്ടുള്ള ഏതാണോ ഫുഡ് ഐറ്റം, ആ ഫുഡ് ഐറ്റത്തിനെ നമ്മൾ എങ്ങോട്ടേക്കാണ് കൊടുക്കുന്നത്? വി ആർ ബീൻ ഗിവിംഗ് ദം ഇൻ ടു ആ മൗത്ത് ആണ്. ഓക്കെ അല്ലേ. സോ ദ ഡൈജഷൻ ബിഗിൻസ് ഇൻ ദ മൗത്ത് ആണ്. ഓക്കെ, മൗത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പല സെക്ടേഴ്സ് ഓഫ് തിങ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് ടീത്ത് ആണ്. ടീത്ത് ഇസ് നോർമലി ഹെൽപ്പിംഗ് ടു ച്യൂ ദ ഫുഡ് ആണ്. ഓക്കെ, സോ ച്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 4 kinds ഓഫ് ടീത്തുകളാണ് നമുക്കുള്ളത്. ഇൻസിസേഴ്സ് ഉണ്ട്, കെനൈൻ ഉണ്ട്, പ്രീമോളാർസ് ഉണ്ട്, മോളാർസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന നോർമൽ കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് നമ്മൾ പോവാണ്. ഓക്കെ, സോ ഇൻസിസേഴ്സ് ആർ ദേർ ഫോർ കട്ടിംഗ് ദ ഫുഡ് ഐറ്റം ആണ്. ഓക്കെ, ഇതിനെ ഇൻസിസേഴ്സ്. പിന്നെ അടുത്തത് കെനൈൻ ഇസ് ഫോർ ടിയറിംഗ് ദ ഫുഡ് ഐറ്റം ആണ്. ഓക്കെ, ഇത് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻസിസേഴ്സ് ഉണ്ട്, കെനൈൻ ഉണ്ട്, പ്രീമോളാർ ഉണ്ട്, മോളാർ ഉണ്ട്. ഓക്കെ, incisors is there for cutting the food item. The canine is there for tearing the food item. Premolarum molarum is there for grinding. പിന്നെ അതേപോലെ തന്നെ ലൈക്ക് ഗ്രൈൻഡ് ചെയ്ത് അതിനെ പ്രോപ്പർലി മാസ്റ്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുള്ളത്. ഓക്കെ, സോ നമുക്കറിയാം അപ്പർ ജോ ആൻഡ് ലോവർ ജോസ് ആർ ദെയർ ഇൻ ആ മൗത്ത് അല്ലേ. അപ്പർ ജോസും ലോവർ ജോസും കൂടെ ആയിട്ടുണ്ടാവുന്ന ആ ഒരു കോർഡിനേഷനിലൂടെയാണ് വി ആർ നോർമലി ചൂയിങ് ദ ഫുഡ്. ഓക്കെ, അതാണ് നമ്മുടെ ടീത്തിൻ്റെത്. ഓക്കെ, അപ്പോൾ ടീത്തിൻ്റെ സ്ട്രക്ചറിൽ നോക്കുന്ന സമയത്ത് നമുക്കറിയാം ദ ഔട്ടർ മോസ്റ്റ് പാർട്ട് ഇസ് കോൾഡ് ആസ് ഡെൻഡൈൻ. ഓക്കെ, നമ്മൾ ടീത്തൊക്കെ നമ്മളിങ്ങനെ വരയ്ക്കാറുണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെ ടീത്തെല്ലാം വരയ്ക്കുന്ന സമയത്ത് വി നോ ദ ഔട്ടർ മോസ്റ്റ് പാർട്ടിൽ നമുക്ക് ഇനാമൽ ഉണ്ട്, ലൈക്ക് പൾപ്പ്, ഡെൻഡൈൻ, പൾപ്പ്, അങ്ങനത്തെ പല പോർഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ജസ്റ്റ് തിങ്ക് അബൌട്ട് ദിസ്. നമ്മളെ ടീത്താണ് ഹെൽപ്സ് ഇൻ മാസ്റ്റിക്കേഷൻ ഓഫ് ദ ഫുഡ്. ഓക്കെ, ഇനി നമുക്ക് അതേപോലെ തന്നെ നമ്മളുടെ മൗത്തിൽ കാണുന്ന അടുത്തൊരു പാർട്ടാണ് ദാറ്റ് ഇസ് ദ സലൈവ. Okay, saliva or salivary glands are normally there. There are 3 types of salivary glands ആണുള്ളത്. Okay, the first one is parotid. ഏതൊക്കെയാ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും? Parotid gland. Okay, parotid gland ആണ് first one. Okay, then second one ആണ് submandibular. Okay, second one is submandibular and third one is sublingual. ഓക്കെ, സബ്ലിംഗ്വൽ. ഓക്കെ, ഇത്രയുമാണ് നമുക്കുള്ള ഏതൊക്കെയാണ് 3 types ഓഫ് സലൈവറി ഗ്ലാൻസ്. ഓക്കെ, സോ പെറോട്ടിഡ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ദ ലാർജസ്റ്റ് ആയിട്ടുള്ള ആളാണ്, ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ്. ഓക്കെ, ലാർജസ്റ്റ് ഗ്ലാൻഡ്, വേറെയുള്ള ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ് പെറോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സബ്മാൻഡിബുലർ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് നോർമലി സീൻ ഓൺ ദ ബിനീത്ത് ഓഫ് യുവർ ജോയുടെ ആ ഭാഗത്താണ് നിങ്ങൾക്ക് കാണാം. ദിസ് ഇസ് യുവർ ലോവർ ജോ റൈറ്റ്. ഈ ലോവർ ജോയുടെ ഏറ്റവും താഴെയായിട്ടാണ് നിങ്ങൾക്ക് എന്ത് കാണുക? ഇതാ സബ്മാൻഡിബുലാർ കാണുന്നത്. ഓക്കെ, സബ്മാൻഡിബുലാർ ഇസ് സീൻ ഓൺ ദ ജോയി റീജിയൻ, ജോയുടെ റീജിയനിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഓക്കെ, ആൻഡ് കമ്മിങ് ടു ദിസ് പെർട്ടിക്കുലർ ആയിട്ടുള്ള നമ്മളുടെ ടങ്ങിൻ്റെ ബെനീത്തിൽ കാണാൻ പറ്റുന്ന ആളാണ് സബ്ലിംഗ്വൽ ഗ്ലാൻഡ്. ഓക്കെ, നമ്മുടെ ടങ്ക് ഇവിടെയല്ലേ സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ആ ടങ്കിൻ്റെ ബേസിലായിട്ടാണ് വി വിൽ സീ ദ സബ്ലിംഗ്വൽ ഗ്ലാൻഡ്. ഓക്കെ അല്ലേ. സോ ദീസ് 3 ആർ ദ മേജർ salivary glands that normally secrete saliva. ഓക്കെ, സലൈവ സെക്രീറ്റ് ചെയ്യുന്ന 3 ഗ്ലാൻസ് ആണ് പെറോട്ടിഡ് ഗ്ലാൻഡ്, സബ്ലിംഗ്വൽ ഗ്ലാൻഡ്, സബ്മാൻഡിബുലർ ഗ്ലാൻഡ്.
Okay, so they are located on your buccal cavity or else on your mouth or else oral cavity ലാണ് അത് locate ചെയ്തിട്ടുള്ളത്. And they'll release saliva, which saliva has an enzyme. സലൈവയുടെ ഉള്ളിൽ ഒരു എൻസൈം ഉണ്ട്. ദാറ്റ് എൻസൈം ഇസ് കോൾഡ് ആസ് ഏതാണ്? നിങ്ങൾക്കറിയാം, കറക്റ്റ്, ഏതാണ്? സലൈവറി എമൈലേസ് അല്ലേ? സോ സലൈവറി എമൈലേസ് എന്ന് പറയുന്ന നമ്മളുടെ എന്താണ് എൻസൈമാണ് നമ്മുടെ സലൈവയിലുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്കറിയാം സലൈവറി എമൈലേസ് ആണ് നമ്മുടെ സലൈവയിലുള്ളത് എന്നറിയാം. സോ അത് കറക്റ്റാണ്. സോ എന്താണ്? സലൈവറി എമൈലേസ് ആണുള്ളത്. സോ സലൈവറി എമൈലേസ് ഇസ് ദർ ടു ബ്രേക്ക് ഡൗൺ ദ സ്റ്റാർച്ച് ഇൻ ദ ഫുഡ് ഐറ്റം. ഓക്കെ, അവരെന്ത് ചെയ്യാണ്? സ്റ്റാർച്ചിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നതാണ് അവരുടെ മേജർ റോൾ ഉള്ളത്. ഓക്കെ, സോ ആ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കണം. സെലൈവ സെക്രീറ്റഡ് ബൈ ദ സെലൈവറി ഗ്ലാൻസ് ആണ്. അപ്പോൾ 3 സെലൈവറി ഗ്ലാൻസ് ആണ് നമ്മുടെ മൗത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ദേ ആർ പെറോട്ടിഡ് ഗ്ലാൻഡ്, ദേ ആർ സബ്ലിംഗ്വൽ ഗ്ലാൻഡ് ആൻഡ് സബ്മാൻറ്റിബുലാർ ആണുള്ളത്. പെറോട്ടിഡ് ഇസ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് പ്രസൻറ്റ് ദെയർ. പിന്നെ സബ്മാൻറ്റിബുലാർ ഇസ് നോർമലി സീൻ ഓൺ ലോവർ ജോ പോർഷൻസിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അതേപോലെ സബ്ലിംഗ്വൽ ആണ്. സബ്ലിംഗ്വൽ നിങ്ങൾക്ക് ബിനീത്ത് ദ ടങ്കിലാണ് കാണാൻ പറ്റുന്നത്. ഹോപ്പ് യു ഗൈസ് ഗോട്ട് ആൻ ഐഡിയ അബൌട്ട് ദ സലൈവ. ഓക്കെ, സലൈവറി ഗ്ലാൻസിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സലൈവറി ഗ്ലാൻസ് ആണ് സലൈവ സെക്രീറ്റ് ചെയ്യുന്നത്. ഈ സലൈവ എന്തുണ്ട്? സലൈവേൻ്റെ ഉള്ളിൽ ഒരു എൻസൈം ഉണ്ട്, സലൈവറി എമൈലേസ്, വിച്ച് ഇസ് നോർമലി ദർ ഹെൽപ്പിംഗ് ദം ടു ഹാവ് ലൈക്ക് ഡൈജഷൻ. എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ച് ഡൈജഷൻ പോസിബിൾ ആക്കുന്ന. മൗത്തിലാണ് ഫസ്റ്റ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, so that digestion is actually carried out by this enzyme called as salivary amylase. ഓക്കെ അല്ലേ? സലൈവറി എമൈലേസ് ആണ് ഈ ഒരു ഡൈജഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഹോപ്പ് യു ഗോട്ട് എൻ ഐഡിയ. ഓക്കെ, അപ്പോൾ സലൈവ എന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ ദ സ്റ്റാർച്ച് ഇൻടു എന്താക്കി മാറ്റും? ഷുഗർ ആക്കി മാറ്റും. ഓക്കെ, നമുക്കറിയാം മേജർലി നമ്മുടെ ബോഡിയിൽ വേണ്ടത് ഷുഗർ മോളിക്യൂൾസ് ഓർ ഗ്ലൂക്കോസ് ആണ് നമുക്ക് ബോഡിയിൽ വേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ മൗത്തിൽ ഫുഡ് എത്തിക്കഴിഞ്ഞാൽ അതിൽ സ്റ്റാർച്ച് പ്രസൻറ്റ് ആണെങ്കിൽ, നമ്മുടെ ഫുഡ് ഐറ്റത്തിൽ സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ ദിസ് പെർട്ടിക്കുലർ സലൈവ ഇസ് റിലീസ് ടു ദ ഫുഡ് ഐറ്റം ആൻഡ് ദേ കൺവേർട്ട് ദിസ്. നിങ്ങൾക്കറിയാം സലൈവ കണ്ടെയ്ൻസ് സലൈവറി എമൈലേസ്. ദിസ് സലൈവറി എമൈലേസ് ആക്ട് അപ്പോൺ ദ സ്റ്റാർച്ച് ദാറ്റ് ഇസ് പ്രസൻറ്റ് ഓൺ ദ ഫുഡ്. ഫുഡിലുള്ള സ്റ്റാർച്ചിൻ്റെ മുകളിൽ ആക്ട് ചെയ്യും ആൻഡ് ദെൻ ദേ കൺവേർട്ട് ദിസ് പെർട്ടിക്കുലർ ഫുഡ് ഐറ്റം, ഈ ഒരു ഫുഡ് ഐറ്റമിൽ ഉള്ള സ്റ്റാർച്ചിനെയൊക്കെ കൺവേർട്ട് ചെയ്ത് ഷുഗർ ആക്കി മാറ്റും. ഓക്കെ അല്ലേ? സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ഡൈജസ്റ്റീവ് പ്രോസസ് ദാറ്റ് ഇസ് ടേക്കിംഗ് പ്ലേസ് ഓൺ യുവർ മൗത്ത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പോകാൻ പോകുന്നത് അടുത്തത് നമ്മുടെ ടങ് ആണ്. ഓക്കെ, സോ യു നോ ദ ടങ്, റൈറ്റ്? ടങ് നിങ്ങൾക്കറിയാം. സോ ടങ് ഇസ് ദെയർ നോർമലി നിങ്ങൾക്ക് ടങ് പ്രസൻ്റ് ആണ്. അതിൽ നമുക്കറിയാം ദർ ഇസ് സെവറൽ ടേസ്റ്റ് ബഡ്സ് പ്രസൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ദർ ആർ സെവറൽ ടേസ്റ്റ് ബഡ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, സോ ടങ് ഇസ് ദെയർ ആക്ച്വലി ടു മിക്സിങ് ദ ഫുഡ് ആൻഡ് സ്വോളോയിങ് എന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് ഫുഡ് മിക്സ് ചെയ്യാനും അതേപോലെ തന്നെ സ്വോളോ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോർഷനാണ് ടങ്. ടങ്ങിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പല ടേസ്റ്റ് ബഡ്സ് കാണാറുണ്ട്. സ്വീറ്റിൻ്റെ പോർഷൻസ് ഉണ്ട്, അതേപോലെ സോൾട്ടി പോർഷൻസ് ഉണ്ട്, സോർ പോർഷൻസ് ഉണ്ട്, ബിറ്റർ പോർഷൻസ് ഉണ്ട്. പിന്നെ അതേപോലെ ഡിഫറെൻറ്റ് ടേസ്റ്റുകൾ ഇപ്പം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വരുന്നുണ്ട്. ഒലിഗോഗസ്റ്റസ് അല്ലെങ്കിൽ നമുക്ക് എന്താ ഉമാമി എന്ന് പറഞ്ഞിട്ടുള്ള പല പല ടേസ്റ്റുകൾ നമുക്കിപ്പം റീസെൻ്റ്ലി റിസർച്ച് സ്റ്റഡീസിലൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. നമുക്ക് പല പല ടേസ്റ്റ് ബഡ്സ് ഓർ ടേസ്റ്റ് റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ആയിട്ടാണ് നമ്മൾ ആ ഒരു ഫുഡിൻ്റെ ടേസ്റ്റുകൾ മനസ്സിലാക്കുന്നത്. വിച്ച് വിൽ നോർമലി ഗിവ് എ സിഗ്നൽ ടു യുവർ ബ്രെയിൻ ആൻഡ് ദെൻ യു ഹാവ് ബീൻ റിക്കഗ്നൈസിങ് ദിസ് കൈൻഡ് ഓഫ് ടേസ്റ്റ് ഓൺ യുവർ ഫുഡ്. ഓക്കെ, സോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടങ്ങിൽ നമുക്ക് കുറേ പാപ്പിലേസ് കാണാം. ഓക്കെ, ടേസ്റ്റ് ബഡ്സ് പോലത്തെ ടേസ്റ്റ് ബഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാപ്പിലേ. ഓക്കെ, സോ യു ക്യാൻ സീ സെവറൽ പാപ്പിലേസ് ദെയർ. ഓക്കെ, ടേസ്റ്റ് ബഡ്സ് ആയിട്ടുള്ള പാപ്പിലേസിനെ നമുക്ക് ടങ്ങിൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ നമുക്ക് കുറച്ചധികം ഫോംസുകൾ കാണാം. ഫൂങ്കി ഫോംസ്. ഓക്കെ, പിന്നെ അതേപോലെ ഫോളേറ്റ്, അതേപോലെ സർക്കംവിലേറ്റ്. ഓക്കെ, ഫ്യൂങ്കി ഫോം, പിന്നെ അതേപോലെ തന്നെ ഫോളേറ്റ് ഓർ സർക്കംവിലേറ്റ്, ഇങ്ങനത്തെ പോർഷൻസ് നമുക്ക് നമ്മുടെ ടങ്സിൽ കാണാൻ പറ്റും. അതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാപ്പിലേസ് പോലത്തെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ ഉള്ള ഏരിയാസ് ആണ്. ഓക്കെ, സോ ദീസ് ആർ ദ മേജർ പോർഷൻസ് ഓഫ് ദ ടേസ്റ്റ് ബഡ്സ് ഓർ ടങ്ങിലുള്ള കുറച്ച് പോർഷൻസ് ആണ് ഇതൊക്കെ. ഓക്കെ അല്ലേ? സോ ദേ ആർ നോർമലി ദെയർഫോർ മിക്സിങ് ദ ഫുഡ് ആൻഡ് അതേപോലെ സ്വോളോയിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനാണ് ടങ്സ് അവിടെയുള്ളത്. ദേ ഹാവ് മില്യൺസ് ഓഫ് പാപ്പിലേ ദെയർ. വെൻ ദ പാപ്പിലേസ് ഓർ ദ ടേസ്റ്റ് ബഡ്സ് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് യു ആർ നോർമലി ഗെറ്റിംഗ് ദ സെൻസേഷൻ ഓഫ് ദ ടേസ്റ്റ് ഇൻ ദ ഫുഡ്സ്. ഓക്കെ അല്ലേ? ദാറ്റ്സ് അബൌട്ട് ദ ടങ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കുന്നത് നമ്മൾക്ക് ഇപ്പോൾ എന്തായി, നമ്മുടെ മൗത്തിലുള്ള ആ ഒരു ഫുഡ് ബൗൾസ് എന്ന രൂപത്തിലായിട്ടുണ്ട്. ബൗൾസ് എന്നാൽ നമ്മൾ പറയാം. സോ ആഫ്റ്റർ ടേക്കിംഗ് ദിസ് പെർട്ടിക്കുലർ നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കോംപ്ലക്സ് ഫുഡ് ഐറ്റം ഇസ് ബീൻ ഇൻജസ്റ്റഡ് ഇൻ ടു യുവർ മൗത്ത് ആണ്. ഫസ്റ്റ് നമ്മളെ പ്രോസസ് ഇൻജക്ഷൻ ആയിരുന്നു. സോ ആഫ്റ്റർ യു ഇൻജസ്റ്റഡ് ദാറ്റ് പെർട്ടിക്കുലർ കോംപ്ലക്സ് ഫുഡ്, ദ സ്റ്റാർച്ച് ദാറ്റ് ഇസ് പ്രസൻറ്റ് ഓൺ ദ കോംപ്ലക്സ് ഫുഡ് ഇസ് ബീൻ എന്താക്കി, നമ്മൾ എന്ത് ചെയ്തു, ബ്രോക്കൺ ഡൗൺ ചെയ്തു. സ്റ്റാർച്ചിനെ ബ്രോക്കൺ ഡൗൺ ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്തു, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സെലൈവറി ഗ്ലാൻസ് ദേ റിലീസസ് ദ സെലൈവ. സെലൈവറി റിലീസ് ചെയ്തപ്പോൾ അതിനകത്തുള്ള എൻസൈം എന്തായിരുന്നു, സെലൈവറി എമൈലേസ് ആയിരുന്നു. ദ സെലൈവറി എമൈലേസ് ആക്ട് അപ്പോൺ ദ സ്റ്റാർച്ച് ദാറ്റ് ഇസ് പ്രസൻറ്റ് ഓൺ ദ കോംപ്ലക്സ് ഫുഡ് ഐറ്റം. ഓക്കെ,
അവരെന്ത് ചെയ്തു, സ്റ്റാർച്ചിൻ്റെ മുകളിൽ ആക്ട് ചെയ്തു. ആൻഡ് ദെൻ ദേ കൺവേർട്ട് ദി സ്റ്റാർച്ച് ഇൻ ടു എന്താക്കി മാറ്റി, നമ്മളുടെ ഷുഗർ ആക്കി മാറ്റി. ഓക്കെ, ആഫ്റ്റർ നൗ ദിസ് കോംപ്ലെക്സ് ഫുഡ് ഐറ്റം ഇസ് നൗ ബീൻ ച്യൂഡായി ചെയ്തതിന് ശേഷം മിക്സ് ചെയ്ത് ഒരു ബൗൾസ് എന്നൊരു ഫോമിലായിട്ടാണ് ഇപ്പം നമുക്ക് അവിടെ ഉള്ളത്. ഓക്കെ, ആൻഡ് ദിസ് ബൗൾസ് അതെന്ന് പറഞ്ഞാൽ ആ ഒരു ഫുഡ് ഐറ്റത്തിന് നമ്മൾ ബൗൾസ് എന്നാണ് വിളിക്കുക. ആൻഡ് ദിസ് ബൗൾസ് ഇസ് ബീൻ ട്രാൻസ്ഫേർഡ് ഓർ എൽസ് swallowed into the esophagus-ലേക്കാണ് നമ്മൾ ഇടുന്നത്. സോ ഈസോഫേഗസ് ഇസ് നോർമലി എ കണക്ഷൻ ബിറ്റ്വീൻ ദ മൗത്ത് ആൻഡ് ദ സ്റ്റൊമക്ക് ആണ്. ഓക്കെ അല്ലേ, നിങ്ങൾക്ക് ഈ ഫിഗറിൽ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ? ദിസ് ഇസ് ദ മൗത്ത് പോർഷൻ, റൈറ്റ്? ഇതാ ഈ ഒരു മൗത്ത് പോർഷനും അതേപോലെ തന്നെ എന്താണ് നമ്മുടെ സ്റ്റൊമക്കിലേക്കുമുള്ള ഒരു കണക്റ്റീവ് ഏരിയ ആണ് നമ്മളുടെ ഈസോഫേഗസ് എന്ന് പറയുന്നത്. സോ ദ ഫുഡ് ദാറ്റ് ഇസ് നൗ ബീൻ മിക്സ്ഡ് വിത്ത് ദ സലൈവ ആൻഡ് ഒരു ഡൈജഷൻ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഫുഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്, വിച്ച് ഹസ് ബീൻ വി ആർ ബീൻ പുഷിങ് ത്രൂ ദ ഈസോഫേഗസ് ഇൻ ടു ദ സ്റ്റൊമക്ക. നമ്മൾ ഈസോഫേഗസിലൂടെ പുഷ് ചെയ്തിട്ട് അതിന് സ്റ്റൊമക്കിലേക്ക് എത്തിക്കുക ചെയ്യും. ഓക്കെ, സോ ഹിയർ യു ഹാവ് ടു സീ എ പെർട്ടിക്കുലർ സ്പിഞ്ചർ. അവിടെ നമുക്കൊരു സ്പിഞ്ചർ ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നത് അപ്പർ ഈസോഫേജൽ സ്പിഞ്ചർ എന്നാണ്. ഓക്കെ അല്ലേ? ഹോപ്പ് യു ഗൈസ് ഗോട്ട് എൻ ഐഡിയ. ദാറ്റ് ഈസ് എന്താണ്, അപ്പർ ഈസോഫേഗൽ സ്പിഞ്ചർ ആണ്. സോ വെൻ യു സ്വോളോ ദ അപ്പർ ഈസോഫേജൽ സ്പിഞ്ചർ ഓപ്പൺ ചെയ്യും. ഓക്കെ, ആ സ്വോളോയിങ് പ്രോസസ്സ് വഴിയായിട്ട് നമ്മളുടെ എന്താണ് ആ ഒരു പെർട്ടിക്കുലർ അപ്പർ ഈസോഫേഗൽ സ്പിഞ്ചർ ഓപ്പൺ ചെയ്യും. അതിങ്ങനെ ക്ലോസ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആ ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾ എന്താകും, ഒന്ന് ഓപ്പൺ അപ്പ് ആവും. അങ്ങനെ ഓപ്പൺ അപ്പ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഫുഡ് ഈ ഒരു പെർട്ടിക്കുലർ സ്പിഞ്ചറിലൂടെ പാസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഫുഡ് എന്ത് ചെയ്യും, ഈ ഒരു ഈസോഫേഗസിലൂടെ ഇങ്ങനെ കോൺട്രാക്ഷനും റിലാക്സേഷനും വഴിയായിട്ട് ഇങ്ങനെ പാസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഫുഡ് നമ്മളുടെ ഈസോഫേഗസിലൂടെ പാസ് ചെയ്യുന്നതിന് ഒരു പ്രോസസ്സ് വിളിക്കും. ഏതാണ് പ്രോസസ്സ്? നിങ്ങൾക്ക് അറിയുന്ന പ്രോസസ്സാണ്, നിങ്ങൾ കോമൺലി പഠിച്ചിട്ടുള്ള പ്രോസസ്സാണ്. ഏതാണ് ആ പ്രോസസ്സ്? നിങ്ങളൊന്ന് ഗസ് ചെയ്തേ. നിങ്ങൾക്കറിയാം, ദ ഫുഡ് ദാറ്റ് ഇസ് ബീൻ പാസിങ് ത്രൂ ദ ഈസോഫേഗസ്. ഓക്കെ, ദർ ഇസ് എ പെർട്ടിക്കുലർ ഏരിയ ഓഫ് കോൺട്രാക്ഷൻ റിലാക്സേഷൻ ഒക്കെ നടന്ന് അവിടുത്തെ മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് കോൺട്രാക്ട് ചെയ്തിട്ട് ആ ഫുഡ് നമ്മളുടെ ഈസോഫേഗസിന് സ്റ്റൊമക്കിലേക്ക് പാസ് ചെയ്യുന്നത്. സോ വാട്ട് ഇസ് ദാറ്റ് പ്രോസസ് കോൾഡ് ആസ്? നിങ്ങൾക്ക് അറിയുന്നതാണ് ആ പ്രോസസ്സ്. ഏതാണ് ആ പ്രോസസ്സ്? ദാറ്റ് ഇസ് എന്താണ്, പെരിസ്റ്റാൾസിസ് ആണ്. Okay, so this particular movement of food through the esophagus is called as peristaltic movement എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്, ഓർ പെരിസ്റ്റാൾസിസ് എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഈസോഫേഗസിൽ എന്താണ് നമ്മൾ ആലോചിക്കേണ്ടത്? ദേ കണക്ട്സ് ദ മൗത്ത് ടു ദ സ്റ്റൊമക്ക് ആണ്. മൗത്തിനെയും സ്റ്റൊമക്കിനെയും കണക്ട് ചെയ്യുന്ന ഏരിയ ആണ് നമ്മുടെ ഈസോഫേഗസ്. ഓക്കെ, ദർ ഇസ് നോ ഡൈജഷൻ ഒക്കർ. അവിടെ ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളെ ഫുഡിനെ പുഷ് ചെയ്ത് സ്റ്റൊമക്കിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഏരിയ ആണ്. ബട്ട് ദർ ഇസ് നോ ഡൈജഷൻ. ആക്ച്വലി ദർ ഇസ് നോ ഡൈജഷൻ ഹാപ്പനിങ് ദർ. അവിടെ ഒരു കൈൻഡ് ഓഫ് ഡൈജഷനും നമുക്ക് അവിടെ ഇല്ല. ഓക്കെ, ഇനി അവിടെ നടക്കുന്ന ഒറ്റയോ ഒരു പ്രോസസ്സാണ് നമ്മുടെ പെരിസ്റ്റാൾസിസ് ഓർ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, സോ ദ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ദ മസ്കുലാർ കോൺട്രാക്ഷൻ ആണ്. ഓക്കെ, ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, ദ ഫുഡ് ബൗൾസ് ആയിട്ടാണ് പോകുന്നതെന്ന് മിസ് പറഞ്ഞു. ഓക്കെ, ഇതാ ഇവിടുത്തെ ഫുഡിനെ നമ്മൾ വേറൊരു പേരും കൂടെ വിളിക്കും, ബൗൾസ് എന്ന് വിളിക്കും. Okay, now the food that is actually the bowels has been transferred to the stomach through the esophagus ആണ്. ഓക്കെ, ഈസോഫേഗസിലൂടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ഈസോഫേഗസിലൂടെ കണ്ടോ ഈ ഒരു ഫുഡ് പാസ് ചെയ്യുമ്പോൾ അവിടെ റിലാക്സേഷൻ, ഏരിയ ഓഫ് റിലാക്സേഷൻ, ഏരിയ ഓഫ് കോൺട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ റിതമിക് മോഷൻ ദാറ്റ് ഈസ് കോൺട്രാക്ഷൻ റിലാക്സേഷൻ ഒക്കെ മസ്കുലാർ ആയിട്ടുള്ള കോൺട്രാക്ഷൻ നടന്നിട്ടാണ് ഈ പെർട്ടിക്കുലർ ഫുഡ് നമ്മുടെ സ്റ്റൊമക്കിൽ എത്തുന്നത്. സോ ദാറ്റ് കൈൻഡ് ഓഫ് മൂവ്മെൻറ്റ് ഇസ് കോൾഡ് ആസ് പെരിസ്റ്റാൾസിസ്. ഓക്കെ, ഹോപ്പ് യു ഗൈസ് ഗോട്ട് എൻ ഐഡിയ, റൈറ്റ്? അപ്പോൾ പെരിസ്റ്റാൾസിസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അങ്ങനെ നമ്മളുടെ ഫുഡ് എങ്ങോട്ടേക്ക് എത്തുകയാണ്? നമ്മുടെ സ്റ്റൊമക്കിലേക്ക് എത്തുകയാണ്. ഓക്കെ, നൗ ദാറ്റ് ഇസ് എൻ്ററിങ് ഇൻ ടു യുവർ സ്റ്റൊമക്ക്. സ്റ്റൊമക്കിൻ്റെ അവിടേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ ഇവിടെയും ഒരു സ്പിഞ്ചറുണ്ട്. സ്റ്റൊമക്കും ഈസോഫേഗസിൻ്റെ അടുത്ത്, നമ്മുടെ മൗത്തിൻ്റെയും ഈസോഫേഗസിൻ്റെ ഇടയിൽ നമുക്ക് ഫസ്റ്റ് പോർഷനിൽ ഒരു സ്പിഞ്ചർ കണ്ടു. ദാറ്റ് ഇസ് അപ്പർ ഈസോഫേജൽ സ്പിഞ്ചർ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ കാണാൻ പോകുന്നത് ദാറ്റ് ഈസ് there is another sphincter too that is between the esophagus and the stomach. അതിനെ നമ്മൾ പറയുന്ന പേരാണ് lower esophageal sphincter. ഈ lower esophageal sphincteറും അവിടെ ഓപ്പൺ ആയിട്ടാണ് നമ്മുടെ ഫുഡ് നമ്മുടെ സ്റ്റൊമക്കിൽ എത്തുന്നത്. ഓക്കെ, the food will enter into the stomach. ഓക്കെ അല്ലേ? ഇനി നമുക്ക് സ്റ്റൊമക്ക് നോക്കാം. ഓക്കെ അല്ലേ? now we are coming into the portion of stomach. ഓക്കെ, സ്റ്റൊമക്ക് നോക്കുന്ന സമയത്ത് സ്റ്റൊമക്ക് ഒരു ജെ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ഒരു മസ്കുലാർ ബാഗാണ്. ഒരു ബാഗാണ് which can എന്താകും, അതിന് വീർക്കാനൊക്കെ പറ്റും. ഓക്കെ, ദേ ക്യാൻ എന്താണ്, ദേ ക്യാൻ അറ്റൈൻ എ പെർട്ടിക്കുലർ ഷേപ്പ്. അതിന് എത്രത്തോളം വീർക്കാനൊക്കെ ഉള്ള ആ ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ട്. ഫുഡ് വരും തോറും ദാറ്റ് ക്യാൻ എൻലാർജ്. ഓക്കെ, ആക്ച്വലി ദേ ക്യാൻ ഗെറ്റ് അപ്പ്. ഓക്കെ, സോ ദേ ആർ ആക്ച്വലി ഒരു ജെ ഷേപ്ഡ് ഓർഗൻ. എങ്ങനെയാണ് നമ്മൾ ജെ പറയുക, അതുപോലെയാണ് അവരവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ജെ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് നമ്മുടെ സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദേ നോർമലി സ്റ്റോർസ് ദ ഫുഡ്. അവിടെ നമുക്കൊരു 4 hours അല്ലെങ്കിൽ 5 hours ഫുഡ് അവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ദ ഡൈജഷൻ ഹാപ്പൻസ് ഇൻ ദ സ്റ്റൊമക്ക്.
ഓക്കെ, മേജർ ഡൈജഷൻ, മേജർ കൈയുമായിട്ട് മാറ്റും. നമ്മളിപ്പോൾ ബൗൾസ് ആയിട്ടുള്ള ഫുഡല്ലേ ട്രാൻസ്ഫർ ചെയ്ത്. ഹിയർ യു നോ ദ ഫുഡ് ദാറ്റ് ഹസ് ബീൻ കമ്മിങ് ത്രൂ ദ ഈസോഫേഗസ് വാസ് ബൗൾസ് ആയിരുന്നു. ഈ ബൗൾസിനെ നമ്മൾ ഇവിടെ എത്തിയിട്ട് എന്താക്കിയാണ് മാറ്റുന്നത്? കൈം എന്നൊരു ഫോം ആക്കിയിട്ടാണ് മാറ്റുന്നത്. വി ഹാവ് ബീൻ ട്രാൻസ്ഫറിങ് ദം ആസ് എ കൈമായിട്ടാണ് മാറ്റുക. ഓക്കെ, സോ ഹൗ ഡസ് ദിസ് കൈം ആക്ച്വലി ഫോംസ് എന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ദേ നോർമലി സ്റ്റോഴ്സ് ഫുഡ് for some time and mixes it with the gastric juice. അപ്പോൾ സ്റ്റൊമക്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ആലോചിച്ച് വെക്കേണ്ട കാര്യം, സ്റ്റൊമക്ക് ഹാസ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റൊമക്കിന് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ആണുള്ളത്. ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് എന്തിനെ സെക്രീറ്റ് ചെയ്യും? ഗ്യാസ്ട്രിക് ജ്യൂസസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഗ്യാസ്ട്രിക് ജ്യൂസസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ അല്ലേ, കോൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. നമ്മുടെ സ്റ്റൊമക്കിലാണ് നമ്മുടെ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. കുറച്ച് ഹാർസിലേക്ക് അവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. സോ അറ്റ് ദാറ്റ് ടൈം ദ സ്റ്റൊമക്കിൻ്റെ വാൾസിൽ വി ഹാവ് സർട്ടൻ സെൽസ്, ഗ്യാസ്ട്രിക് സെൽസ് ഉണ്ട്, ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഓക്കെ, കുറച്ച് കോമൺ ആയിട്ടുള്ള സെൽസിൻ്റെ പേര് മിസ് പറയാം. ദാറ്റ് ഈസ് കോമൺ ആയിട്ടുള്ള സെൽസിന് നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടത്. ദ ഫസ്റ്റ് വൺ ഈസ് ഓക്സിൻറ്റിക് സെൽസ്. ഓക്സിൻറ്റിക് സെൽസ് ആണ്. ദ സെക്കൻഡ് സെൽസ് എന്ന് പറയുന്നത് സൈമോജൻ സെൽസ് ആണ്. സൈമോജൻ സെൽസ് ഉണ്ട്. പിന്നെ മൂന്നാമത്തേതാണ് നമ്മൾക്ക് എന്ത് പറയാം, ഓക്സിൻറ്റിക് ഉണ്ട്, സൈമോജൻ ഉണ്ട്. വി ഹാവ് ഓക്സിൻറ്റിക്, സൈമോജൻ, പിന്നെ ഏതൊക്കെയായിരുന്നു? ഗ്ലോബ്ലറ്റ് സെൽസ് ഉണ്ട്. ഗ്ലോബ്ലറ്റ് സെൽസ് ഉണ്ട്. പിന്നെ നമുക്ക് ജി സെൽസ് ഉണ്ട്. ജി സെൽസ്. ഇത്രയുമാണ് ഒരു കോമൺ ആയിട്ട് നമുക്ക് സ്റ്റൊമക്ക് വാൾസിൽ കാണാൻ പറ്റുന്ന സെൽസ്. സോ ദീസ് സെൽസ് ആക്ച്വലി ഹാവ് എ ഫങ്ഷൻ. ഇവർക്കൊരു ഫംഗ്ഷൻ ചെയ്യാനുണ്ട്. ഓക്സിൻറ്റിക് സെൽസ് നോർമലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് HCl ആണ്. വാട്ട് ഈസ് HCl? ദ മേജർ തിങ് ദാറ്റ് ഈസ് നോർമലി സീൻ ഇൻ യുവർ സ്റ്റൊമക്ക് ആണ്. അതാണ് HCl. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ എസിഡിക് എൻവയറമെൻറ്റ് ആ സ്റ്റൊമക്കിന് കിട്ടുന്നത്. ദേ നോർമലി പ്രൊവൈഡ് ആൻ എസിഡിക് എൻവയറമെൻറ്റ്. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡൈജഷൻ പോസിബിൾ ആക്കുന്നത് നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള HCl ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഗ്ലാൻഡ്സ്, ഓൾ വാൾസ് ഒക്കെ എന്ത് ചെയ്യും? HCl പ്രൊഡ്യൂസ് ചെയ്യും. HCl ആണ് ഒരു എസിഡിക് എൻവയറമെൻറ്റ് കൊടുക്കുന്നത്, വിച്ച് ഇസ് നോർമലി ആക്ടിങ് ഓൺ യുവർ ഫുഡ് ഫോർ breaking this complex one into simpler forms ആക്കുന്നത് നമ്മുടെ ഈ പെർട്ടിക്കുലർ HCl ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ മേജർ റോൾ ഓഫ് HCl there. ഓക്കെ, ഇനി രണ്ടാമത്തെ ആളാണ് സൈമോജൻ. സൈമോജൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പെപ്സിനോജൻ അല്ലെങ്കിൽ പ്രോറെനിൻ. പ്രോറെനിനൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, പെപ്സിനോജൻ, പ്രോറെനിൻ പോലത്തെ എൻസൈംസുകളെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് നമ്മളുടെ ഏതാണ്? സൈമോജൻ എന്ന് പറയുന്ന ആൾ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ആരാണുള്ളത്? അടുത്തതാണ് നമ്മൾ ഗ്ലോബ്ലറ്റ് സെൽ. ഗ്ലോബ്ലറ്റ് സെൽസ് നോർമലി പ്രൊഡ്യൂസേഴ്സ് മ്യൂക്കസ് ആണ്. മ്യൂക്കസ് എന്തിനാണ് നമ്മുടെ സ്റ്റൊമക്കിൽ നോർമലി കൊടുത്തിട്ടുള്ളത്? യു ഗൈസ് നോ റൈറ്റ്? മ്യൂക്കസ് എന്തിനാണ് കൊടുത്തിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മ്യൂക്കസിൻ്റെ വാൾസിൽ, നമ്മുടെ സ്റ്റൊമക്കിൻ്റെ വാൾസിൽ നമുക്കറിയാം HCl എന്ന് പറയുന്നത് ഒരു ഹൈലി സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ആസിഡാണ്. സോ ദിസ് ആസിഡിക് എൻവയറമെൻറ്റ് നോർമലി നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റൊമക്ക് വാൾസിനെ ഒക്കെ കില്ല് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു കില്ലിങ് നമ്മൾക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ വാൾസിൽ വി ഹാവ് മ്യൂക്കസ് ദെയർ. അപ്പോൾ ആ മ്യൂക്കസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നത്? ഒരു ആക്ച്വൽ പ്രൊട്ടക്ഷൻ നമുക്ക് ആ സ്റ്റൊമക്കിൽ കിട്ടുന്നത്. സോ എത്രത്തോളം ദാറ്റ് ഈസ് ഒരു 4 to 5 hours നമ്മുടെ ഫുഡ് ആ സ്റ്റൊമക്കിൽ ഉണ്ടെങ്കിലും, HCl ആക്ഷൻ നടക്കുന്നുണ്ടെങ്കിലും, ദ സ്റ്റൊമക്ക് വാൾസ് ആർ നോട്ട് ബീങ് കൊറോഡിങ്. സ്റ്റൊമക്ക് വാൾസിനൊന്നും സംഭവിക്കുന്നില്ല ബിക്കോസ് ഓഫ് ദ ആക്ഷൻ ഓഫ് എ മ്യൂക്കസ് ദെയർ. നമ്മുടെ എലിമെൻ്ററി കനാൽ സ്റ്റാർട്ടിങ് ഫ്രം മൗത്ത് ടു ഏനസ് നമുക്ക് ഫുള്ളി ലൈൻഡ് വിത്ത് മ്യൂക്കസ് ആണ്. ഒരു എക്സ്ട്രാ ആയിട്ടുള്ള മ്യൂക്കസ് കവറിങ് നമ്മുടെ എവിടെയുണ്ട്? സ്റ്റൊമക്കിലുണ്ട്. ബിക്കോസ് അവിടെയാണ് മേജർ ആയിട്ടുള്ള സ്ട്രോങ് എസിഡിക് ആക്ഷൻ നടക്കുന്നത്. ഓക്കെ അല്ലേ? സോ ദെയർ ആർ ഗ്ലോബ്ലറ്റ് സെൽ വിച്ച് നോർമലി പ്രൊഡ്യൂസേഴ്സ് മ്യൂക്കസ്. ഇനി ജി സെൽസ് ആരാണ്? ജി സെൽസ് എന്ന് പറയുന്ന ആൾക്കാർ വിൽ നോർമലി സെക്രീറ്റ് ആൻഡ് എന്താണ്? സ്റ്റോഴ്സ് എന്താണ്? ഗ്യാസ്ട്രിൻ എന്ന് പറയുന്ന ഹോർമോൺസിനെയൊക്കെ അവിടെ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ഹോർമോൺസ് കോൾഡ് ആസ് ഗ്യാസ്ട്രിൻസിനൊക്കെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ അല്ലേ? സോ ഇത്രയുമാണ് നിങ്ങളൊന്ന് ഓവറോൾ ആയിട്ട് അറിയേണ്ട ഒരു കാര്യം. ഓക്കെ, സോ നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്ക് ഇസ് എ J ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ്, വിച്ച് ഇസ് നോർമലി ഹാവ് ഡിഫറെൻറ്റ് പോർഷൻസ് ഉണ്ട്. സ്റ്റൊമക്കിന് പല പോർഷൻസ് ഉണ്ട്, മിസ് കാണിച്ചു തരാം. ഓക്കെ, സോ J ഷേപ്ഡ് ആയിട്ടുള്ള ഓർഗൻ ആണ്. അവിടെയും നമുക്ക് ഇതേപോലെ ഒരു കോൺട്രാക്ഷൻസ് ഒക്കെ നടന്ന് നമ്മുടെ ഫുഡിനെ എന്താക്കും? ബൗൾസ് എന്ന ഫുഡിനെ കൈമാക്കുന്ന പ്രോസസ്സാണ്. ആൻഡ് ദിസ് നോർമലി ആക്ച്വലി ഹാപ്പൻസ് നമ്മുടെ ഈ സ്റ്റൊമക്കിൻ്റെ ഉള്ളിൽ ഒരു 4 to 5 hours നമ്മുടെ ഫുഡൊക്കെ അവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. സോ അറ്റ് ദാറ്റ് ടൈം ആക്ച്വൽ ഡൈജഷൻ ഹാപ്പൻസ് ദെയർ. ദാറ്റ് ഈസ് ദ കോംപ്ലക്സ് ഫുഡ് ഐറ്റത്തിനെ ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, സോ അവിടെ പല ടൈപ്പ് ഓഫ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ഉണ്ട്, ഗ്യാസ്ട്രിക് സെൽസുകളുണ്ട്, ഗ്യാസ്ട്രിക് ജ്യൂസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരുണ്ട്. സോ ദ ഫസ്റ്റ് മേജർ തിങ് ഇസ് HCl. അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഗ്യാസ്ട്രിക് ജ്യൂസ് കണ്ടെയ്ൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് വിച്ച് കിൽ ദ ജേംസ് പ്രസന്റ്. നമ്മുടെ ഫുഡ് ഐറ്റത്തിൽ എന്തെങ്കിലും ജേംസ് ഉണ്ടെങ്കിൽ അതിനെ കിൽ ഔട്ട് ചെയ്ത് കളയും.
പിന്നെ അതേപോലെ എസിഡിക് മീഡിയം, ഒരു എൻസൈമാറ്റിക് ആക്ഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എസിഡിക് മീഡിയം അവിടെ HCl പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഇവർ മാത്രമല്ല ഉള്ളത്, നമുക്ക് ഇങ്ങനത്തെ കുറച്ച് സെല്ലുകളും ഉണ്ട്. അതൊരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് മിസ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി അതല്ലാതെ തന്നെ നമുക്ക് അടുത്തുള്ള ആളാണ് പെപ്സിൻ എൻസൈം. ഓക്കെ, ബിഗിൻസ് ദ ഡൈജഷൻ ഓഫ് പ്രോട്ടീൻസ് ഇൻ ടു ദ സ്മോളർ പെപ്റ്റൈഡ്സ്. പ്രോട്ടീൻസിനെ എന്താക്കും, പെപ്റ്റൈഡ്സ് ആക്കി മാറ്റുന്ന എൻസൈമാണ് എന്താണ് നമ്മുടെ പെപ്സിൻ എന്ന് പറയുന്നത്. ഓക്കെ, ബിഗിൻസ് ദ ഡൈജഷൻ ഓഫ് പ്രോട്ടീൻസ് ഇൻ ടു സ്മോളർ പെപ്റ്റൈഡ്സ് ആക്കും. ഓക്കെ, ദെൻ നമ്മുടെ മ്യൂക്കസ്, മിസ് നേരത്തെ പറഞ്ഞ ആളാണ് മ്യൂക്കസ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് ലൈനിങ് വിച്ച് ഇസ് നോർമലി ദർ ഫോർ പ്രൊട്ടക്ടിങ് ദ സ്റ്റൊമക് വാൾ ഫ്രം ദ ആസിഡിക് എൻവയറമെൻറ്റ്. അത് പറഞ്ഞാൽ ആസിഡ് അറ്റാക്കിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വി ഹാവ് മ്യൂക്കസ് ദേ പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് ഇസ് നൗ കോൾഡ് ആസ് കൈം. ഇങ്ങനെയാണ് നമുക്ക് കൈം ഉണ്ടാവുന്നത്. Hope you guys got an idea what happens in the stomach, right? ഇനി ഇവിടെ നോക്കിക്കേ, നമുക്ക് സ്റ്റൊമക്കിന് പല പാർട്സ് ഉണ്ട്. ദ അപ്പർ പോർഷനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് ഫണ്ടസ്. ഓക്കെ, ഈ ഒരു കുഞ്ഞു പോർഷനെ നമ്മൾ കാർഡിയാക് എന്ന് ദെൻ ദ സെക്കൻഡ് വൺ ഇസ് ഫണ്ടസ്, തേർഡ് വൺ ഇസ് ബോഡി, ഫോർത്ത് വൺ ഇസ് ആൻഡ്രം ആൻഡ് ഫിഫ്ത്ത് വൺ ഇസ് പൈലോറസ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് 5 പോർഷൻസ് ആയിട്ട് നമ്മുടെ സ്റ്റൊമക്കിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം, സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ ജസ്റ്റ് ആ ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. ദ ഫസ്റ്റ് പോർഷൻ ഇസ് കാർഡിയ, സെക്കൻഡ് പോർഷൻ ഇസ് ഫണ്ടസ്, തേർഡ് പോർഷൻ ഇസ് ദ ബോഡി ആൻഡ് ഫോർത്ത് പോർഷൻ ഇസ് ആൻഡ്രം ആൻഡ് ദ ഫിഫ്ത്ത് പോർഷൻ ഇസ് എന്താണ്, പൈലൂറസ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ ആ സ്റ്റൊമക്കിൻ്റെ ആ ഒരു സെക്ഷൻ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹോപ്പ് യു ഗൈസ് ഗോട്ട് ആൻ ഐഡിയ അബൌട്ട് ഇറ്റ്. ഓക്കെ അല്ലേ? സോ ഇത്രയുമാണ് നമ്മുടെ സ്റ്റൊമക്കിൽ വാട്ട് ആക്ച്വലി ഹാപ്പൻസ്. നൗ ദ ഫുഡ് ഇസ് കോൾഡ് എസ് കൈം, റൈറ്റ്? ഇങ്ങനെയാണ് നമുക്ക് കൈം ഉണ്ടായത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് കൈം ഉണ്ടായാൽ ദ കൈം ഇസ് പാസ്ഡ് ഇൻ ടു ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നതിന് മുന്നേ വി ഹാവ് എ പെർട്ടിക്കുലർ പോർഷൻ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ നമുക്ക് ഡിയോഡിനം, ജെജിനം, ഇലിയം അങ്ങനെയൊക്കെയാണ് നമ്മളിങ്ങനെ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എവിടെ എത്തും, ഡിയോഡനത്തിലെത്തുന്നത്. ഓക്കെ, ദ പോർഷൻ വേർ ദ നൗ ഇനി അടുത്ത ഡൈജഷൻ ഹാപ്പൻ ചെയ്യേണ്ടത് ഡിയോഡനത്തിലാണ്. ഓക്കെ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ പോർഷൻ ആയിട്ടുള്ള ഡിയോഡനത്തിൽ വെച്ചിട്ടാണ് സ്റ്റൊമക്കിൽ നിന്ന് വരുന്ന ഫുഡിൻ്റെ മുകളിൽ ഇനി എൻസൈമാറ്റിക് ആക്ഷൻ നടക്കേണ്ടത്. ഓക്കെ, സോ വെൻ യു ലുക്ക് ഇൻ ടു ദ ഡിയോഡനം എന്ന് പറയുന്ന പോർഷൻ ഇതാണ്, ഒരു യു ഷേപ്ഡ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഇതാണ് നമ്മുടെ ഡിയോഡനം. സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇസ് ഡിവൈഡഡ് ഇൻ ടു 3 പോർഷൻ. അതാണ് നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് ഫുഡ് എത്തുന്നു എന്ന് പറയുന്നത്. സോ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഏതൊക്കെയായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കറിയാം. ഏതൊക്കെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ കറക്റ്റാണ്. ഏതാണ് നമ്മൾ എന്താണ്, ഡിയോഡിനം ഉണ്ട്, ജജിനം ഉണ്ട്, ഇലിയം ഉണ്ട്. ഓക്കെ, ദീസ് ആർ ദ 3 പോർഷൻസ് ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അതിൽ ആക്ച്വലി നമ്മുടെ എൻസൈമാറ്റിക് ആക്ഷൻസ് നടക്കുന്ന, ഡൈജസ്റ്റീവ് ഗ്ലാൻസിൻ്റെ ആക്ഷൻ നടക്കുന്നത് ഡിയോഡിനം എന്ന് പറയുന്ന പോർഷനിലാണ്. ഓക്കെ, സോ ഡിയോഡിനം എന്ന് പറയുന്ന പോർഷനിലേക്ക് നോക്കുവാണെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് ഫുള്ളി നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈനെ പറ്റി പറയുവാണെങ്കിൽ ദേ ആർ ലോങ് ആയിട്ടുള്ള ഒരു കോയിൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്, കോയിൽഡ് ആയിട്ടുള്ള ഒരു ട്യൂബാണ്. അതൊരു 6 മീറ്റർ ലോങ് വരെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരാളാണ്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ടേക്സ് പ്ലേസ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ഡൈജഷൻ ആ ഡിയോഡിനം പോർഷനിലാണ് കൂടുതൽ ഡൈജഷൻ നടക്കുന്നത്. പിന്നെ അതേപോലെ അബ്സോർപ്ഷൻ നടക്കാൻ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വി ഹാവ് ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ കോൾഡ് ആസ് വില്ലസ് ഓർ വില്ലൈ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ റിസീവ്സ് സെക്രീഷൻസ് ഫ്രം. ഓക്കെ, സ്മോൾ ഇൻറ്റസ്റ്റൈന് എവിടെ നിന്നൊക്കെയാണ് സെക്രീഷൻസ് വരുന്നത് നോക്കാം. ഓക്കെ, സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ഡിയോഡനം എന്ന പോർഷൻ. ഓക്കെ, യു നോ ദ ഡിയോഡനം. ഓക്കെ, ഡിയോഡിനം ഉണ്ട്, ഇലിയം ഉണ്ട്. ഓക്കെ, ഡിയോഡിനം, ജജിനം, ഇലിയമാണേ. സോ അങ്ങനെ തന്നെ നിങ്ങൾ എഴുതിയാൽ മതി. ജജിനം, ഇലിയം. ഓക്കെ, ഈ 3 പോർഷൻസാണ് ഉള്ളത്. ഓക്കെ, സോ നോർമലി ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഗെറ്റ്സ് ദ പെർട്ടിക്കുലർ സെക്രീഷൻസ്, എൻസൈം സെക്രീഷൻസ് കിട്ടുന്നത് നമ്മുടെ ലിവറിൽ നിന്നും അതേപോലെ തന്നെ പാൻക്രിയാസിൽ നിന്നുമാണ്. ഓക്കെ, ദീസ് ആർ ദ ലൈക്ക് നമ്മൾ പറയാ അക്സസറി ഗ്ലാൻസ്, ദാറ്റ് ഇസ് നോർമലി ഡൈജസ്റ്റീവ് ഗ്ലാൻസ് പോലെ നമ്മൾ പറയുന്ന ആൾക്കാരാണ് ലിവർ ആൻഡ് പാൻക്രിയാസ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് എങ്ങനെയാണ് സെക്രീഷൻസ് ആക്റ്റീവ് ആകുന്നത്? ഫസ്റ്റ് വൺ നമുക്കറിയാം, ദാറ്റ് ഇസ് ദ ലിവർ. സോ ഇവിടെ നിങ്ങൾക്ക് ആരെ കാണാം, ദിസ് പോർഷൻ ഇസ് കോൾഡ് ആസ് ഡിയോഡിനം. ഓക്കെ, ഈ ഒരു പോർഷനാണ് നമ്മളുടെ ഡിയോഡിനമായിട്ട് നമ്മൾ പറയുന്നത്. ഈ ഡിയോഡിനത്തിലേക്ക് നമുക്ക് സെക്രീഷൻസ് വരും. ഓക്കെ, നമ്മളുടെ ഇവിടെ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്, ദാറ്റ് ഇസ് യു ക്യാൻ സീ ഹിയർ. ഓക്കെ, നമ്മളുടെ ലിവർ ആണിത്. ദിസ് ഇസ് ദ ലിവർ. ലിവർ നോർമലി പ്രൊഡ്യൂസേഴ്സ് എന്താ, ബൈലാണ്. ഓക്കെ, ബൈൽ എന്നൊരാളെയാണ് എന്ത് ചെയ്യുക, ലിവർ പ്രൊഡ്യൂസ് ചെയ്യുക. ബൈൽ ജ്യൂസിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ദിസ് ബൈൽ എന്ത് ചെയ്യും, ലിവർ സെക്രേറ്റ് ചെയ്തിട്ട് ദാറ്റ് വിൽ ബി ഗോയിങ് ത്രൂ ദിസ് പെർട്ടിക്കുലർ റീജിയൻ ആൻഡ് ദേ നോർമലി കംസ് ഹിയർ, ഇവിടെയാണ് എത്തുക. ഓക്കെ, ബൈൽ നോർമലി സ്റ്റോർ ചെയ്യാൻ വി ഓൾസോ ഹാവ് എ പെർട്ടിക്കുലർ സാക് ദാറ്റ് ഇസ് ഗോൾ ബ്ലാഡർ. ബൈൽ സ്റ്റോർ ചെയ്യാൻ നമുക്ക് ഗോൾ ബ്ലാഡറും ഉണ്ട്. So liver normally secretes bile ആണ്, and this bile is not an enzyme. Okay, bile എന്ന് പറയുന്നത് എന്താണ്,
ബൈൽ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് യു ഷുഡ് ഓൾവേസ് തിങ്ക് അബൌട്ട്. ഓക്കെ, ബൈൽ ജ്യൂസ് എന്ന് പറയുന്നത് ദിസ് ഇസ് നോ എൻസൈം, ദിസ് ഇസ് നോട്ട് എൻ എൻസൈം. ഓക്കെ, ബൈൽ എന്ന് പറയുന്നത് എൻസൈം അല്ല, പക്ഷെ ബൈലിനുള്ളിൽ നമുക്ക് ബൈൽ സോൾസും അതേപോലെ തന്നെ ബൈൽ പിഗ്മെൻസും ആണുള്ളത്. ഓക്കെ അല്ലേ? ഏതൊക്കെയാണുള്ളത്? ബൈൽ സോൾസും ബൈൽ പിഗ്മെൻസും ആണുള്ളത്. ഓക്കെ അല്ലേ? സോ ദേ മേജർ റോൾ ഇസ് ദാറ്റ് ടു എന്താണ്? ഇമൾസിഫൈ ദ ഫാറ്റ്, ഇമൾസിഫൈ ദ ഫാറ്റ്സ്. ഫാറ്റിനെ ഇമൾസിഫൈ ചെയ്യുക എന്നതാണ് നമ്മളുടെ ബൈലിൻ്റെ മേജർ ആയിട്ടുള്ള റോൾ. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ നമുക്കറിയാം എന്താണ് നമ്മുടെ ഫുഡ് നൗ എൻ്ററിങ് ഇൻ ടു ദ ഡിയോഡിനം ഇസ് ആക്ച്വലി എസിഡിക്ക. ബൈൽ വരുമ്പോൾ ദേ നോർമലി ടേൺ ദം ഇൻ ടു ആൻ ആൽക്കലൈൻ നേച്ചറിലേക്കാക്കി മാറ്റും, ആൽക്കലൈൻ ഫോം ആക്കി മാറ്റും. സോ വി ക്യാൻ മേജർലി ഡൈജസ്റ്റ് ആൻഡ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാസ്റ്റർ അബ്സോർപ്ഷനും ഫാസ്റ്റർ ഡൈജഷനും ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ ദിസ് ആൽക്കലൈനിറ്റി വിൽ ബി പ്രൊവൈഡിങ് ദം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോ ബൈലിൻ്റെ മേജർ ഫംഗ്ഷൻ ടു ബ്രേക്ക് ദ ഫാറ്റ് ഇൻ ടു സ്മോളർ ഡ്രോപ്ലെറ്റ്സ്, ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് എന്നാണ് നമ്മൾ പറയാം. സോറി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോ ദാറ്റ്സ് അബൌട്ട് ദ ഫസ്റ്റ് ആക്സസറി ഗ്ലാൻഡ്, ദാറ്റ് ഇസ് ലിവർ. ഓക്കെ, ലിവറിൻ്റെ മേജർ പരിപാടി എന്താണ്? ബൈൽ സെക്രീറ്റ് ചെയ്യുക, ബൈൽ ജ്യൂസ് സെക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. So this bile is not an enzyme, but they have bile juice and bile pigments ഒക്കെ present ആണ്. They normally acts upon the food and they will convert this particular acidic in alkaline ആക്കി മാറ്റും. പിന്നെ അതേപോലെ എന്താണ്? They will always emulsify the fats ആണ് ബൈലിൻ്റെ റോൾ എന്ന് പറയുന്നത്. Hope you got an idea. ഓക്കെ, ഇനി അടുത്ത ആളാണ് ദാറ്റ് ഇസ് നോർമലി റിലീസ്ഡ് ഇൻ ടു ദിസ് പോർഷൻ. ഈ യു ഷേപ്ഡിൻ്റെ ഈ ഒരു ഭാഗത്തേക്കാണ് അവർ എത്തുന്നത്. ഡക്റ്റുകൾ വഴിയായിട്ട് അത് റിലീസ് ചെയ്തു ഈ ഒരു ഡിയോഡിനം പോർഷനിലേക്ക് ബൈൽ എത്തുക ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ആളാണ് നമ്മളുടെ പാൻക്രിയാസ്. ഓക്കെ, യു ക്യാൻ സീ ദ പാൻക്രിയാസ് ഓൾസോ ഹിയർ. ദിസ് ഇസ് വൺ ഇസ് ദ ഡിയോഡിനം. ഇങ്ങനെയാണ് നമ്മുടെ ഡിയോഡിനം ഉണ്ടായിരുന്നത്. ഇതാ പാൻക്രിയാസിൻ്റെ പോർഷൻ ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ദിസ് ഇസ് ദ പാൻക്രിയാസ്. ഇനി പാൻക്രിയാസ് എന്താ ചെയ്യുക? പാൻക്രിയാസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഹെട്രോക്രൈൻ ഗ്ലാൻഡ് ആണ്. ഓക്കെ, പാൻക്രിയാസ് ഒരു ഹെട്രോക്രൈൻ ഗ്ലാൻഡ് ആണ്. ഹെട്രോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് ബോത്ത് ദ ആക്ടിവിറ്റി. ഓക്കെ, രണ്ട് ആക്ടിവിറ്റീസ് ആണുള്ളത്. ദേ ക്യാൻ ആക്ട് ആസ് എൻ എക്സോക്രൈൻ ഗ്ലാൻഡും they can act as an exocrine gland ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടും ആക്ട് ചെയ്യാം. ഓക്കെ, എൻഡോക്രൈൻ ഗ്ലാൻഡുമായിട്ട് അവർക്ക് ആക്ട് ചെയ്യാം. വാട്ട് യു മീൻ ബൈ എക്സോക്രൈൻ ആൻഡ് വാട്ട് യു മീൻ ബൈ എൻഡോക്രൈൻ? എക്സോക്രൈൻ എന്താ? പുറത്തേക്ക് റിലീസ് ചെയ്യുന്നതാണ്. ഓക്കെ, പുറത്തേക്ക് കുറച്ച് എൻസൈംസിനെ അവർക്ക് റിലീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന എൻസൈംസിനെ നോക്കുവാണെങ്കിൽ ദേ കണ്ടെയ്ൻ ട്രിപ്സിൻ. ഓക്കെ, ട്രിപ്സിൻ ഉണ്ടാകും, കൈമോട്രിപ്സിൻ ഉണ്ടാകും, പിന്നെ അതേപോലെ പാൻക്രിയാറ്റിക് അമൈലേസ് ഉണ്ടാകും. ഓക്കെ, പിന്നെന്താ? ലിപ്പേസ് ഉണ്ടാകും. ലിപ്പേസ്, ന്യൂക്ലിയസ്, അങ്ങനെ നമുക്ക് കുറച്ച് എൻസൈംസ് ഉണ്ട്. ഓക്കെ, ഇനി എൻഡോക്രൈൻ ഗ്ലാൻഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ദാറ്റ് ഈസ് നോർമലി സെക്രീറ്റഡ് ആസ് ഹോർമോൺസ് ആയിട്ടാണ് സെക്രീറ്റ് ചെയ്യുന്നത് ഇൻ ടു യുവർ ബ്ലഡ്. ഓക്കെ, ദാറ്റ് ഈസ് നോർമലി കമ്മിങ് ആസ് നമ്മുടെ ഇൻസുലിനും അതേപോലെ ഗ്ലൂക്കഗണുമാണ്. ഓക്കെ, ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗൺ. ഹോപ്പ് യു ഗൈസ് ഗോട്ട് ആൻ ഐഡിയ. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു കോൺസെപ്റ്റ് ഉള്ളത്. അപ്പോൾ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡ് നോർമലി ഇസ് എ ഹെട്രോക്രൈൻ ഗ്ലാൻഡ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ അല്ലേ? സോ ദാറ്റ് ഇസ് എൻ ഹെട്രോക്രൈൻ ഗ്ലാൻഡ് വിച്ച് ഇസ് ആക്ച്വലി ദെയർ ടു റിലീസ് എക്സോക്രൈൻ ഫംഗ്ഷൻസും ഉണ്ട്, എൻഡോക്രൈൻ ഫംഗ്ഷൻസും ഉണ്ട്. എക്സോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് എൻസൈംസ് റിലീസ് ചെയ്യും. ദിസ് വിൽ നോർമലി ആക്ട് അപ്പോൺ ദ ഫുഡ്. ഈ ട്രിപ്സിൻസ് ഒക്കെ നോർമലി ഫുഡിൻ്റെ മുകളിൽ ആക്ട് ചെയ്തിട്ട് പ്രോട്ടീൻസിനെ കൺവേർട്ട് ചെയ്ത് സ്മോളർ പെപ്റ്റൈഡ്സ് ആക്കുക തന്നെയാണ് ചെയ്യണത്. ഓക്കെ, ഡൈജസ്റ്റ് ദ പ്രോട്ടീൻസ് ആക്കുകയാണ് ചെയ്യുന്നത്, എമിനോ ആസിഡ്സ് ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ അതേപോലെ തന്നെ നമ്മളുടെ എന്താണ് എമൈലേസ് നമ്മുടെ ഫുഡിലുള്ള എഗെയിൻ സ്റ്റാർച്ചുകൾ ഉണ്ടെങ്കിൽ ആ സ്റ്റാർച്ചുകളെ ഡൈജസ്റ്റ് ചെയ്യുന്ന ആളാണ് എമൈലേസ്. ഇനി ലിപ്പേസ് ആണെങ്കിൽ അതിനെന്ത് ചെയ്യും? ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ലിപ്പേസ്. ഓക്കെ, സോ ദിസ് ഈസ് എ മേജർ ആക്ഷൻ ദാറ്റ് ഇസ് ബീൻ ക്യാരിഡ് ഔട്ട് ബൈ ദ പാൻക്രിയാസ് ഡ്യൂറിങ് ദ പാൻക്രിയാറ്റിക് ജ്യൂസ് സെക്രീഷൻ. അപ്പോൾ പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ് അവർ റിലീസ് ചെയ്യുന്നത്, പാൻക്രിയാറ്റിക് എൻസൈംസ് റിലീസ് ചെയ്യും. സോ ദാറ്റ് ആക്ച്വലി കണ്ടെയ്ൻ ദീസ് ടു പോർഷൻസ് ആണ് ഉള്ളത്. ഓക്കെ അല്ലേ? ഇൻസുലിനൊക്കെ ബ്ലഡ് ഷുഗർ ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആൾക്കാരാണ്. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ആക്ച്വലി ഹാപ്പൻസ് ഓൺ ദ പാൻക്രിയാസ്. അപ്പം പാൻക്രിയാസും പാൻക്രിയാറ്റിക് ഡക്ട്സ് വഴിയായിട്ട് നമ്മുടെ ഡിയോഡനത്തിലേക്ക് റിലീസ് ചെയ്യും. അവിടെ വെച്ച് നമ്മുടെ ഫുഡിനെ നമുക്ക് ബൈൽ ആക്ഷനും നടത്താൻ പറ്റും, പാൻക്രിയാറ്റിക് ആക്ഷനും നടത്താം. ഓക്കെ, നൗ ദ ഫുഡ് വിച്ച് ഇസ് മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ എന്തായിട്ടുണ്ടാവും? നമ്മുടെ ഫുഡെല്ലാം കൂടിയിട്ട് എങ്ങനെയായിട്ടുണ്ടാവും? നമുക്ക് ഒരു ഗ്ലാൻഡും കൂടിയുണ്ട്, ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻഡ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ലിവറിൻ്റെ ആക്ഷൻ കഴിഞ്ഞു, പാൻക്രിയാസിൻ്റെ ആക്ഷൻ കഴിഞ്ഞു. Now the action has been carried out by the intestinal glands. Intestinal glands എന്ന് പറയുമ്പം അവിടെ വരുന്നത് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസുകളാണ്.
ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ട്, ഏതാണ്? സുക്കസ് എൻട്രിക്കസ്. സുക്കസ് എൻട്രിക്കസ്. ഇതേപോലത്തെ എൻസൈംസ് ഒക്കെ ജ്യൂസുകളൊക്കെ നമ്മൾ റിലീസ് ചെയ്തിട്ട് നമ്മുടെ ഡൈജഷൻ അങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്യുക? ഡൈജഷൻ കംപ്ലീറ്റ് ആക്കുന്നത്. ഡൈജഷൻ ഇസ് ഫൈനലി കംപ്ലീറ്റഡ്. ഓക്കെ, ഫൈനലി കംപ്ലീറ്റഡ് ആക്കും. അങ്ങനെ ഡൈജഷൻ ഫൈനലി കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പ്രോഡക്ട്സാണ് കിട്ടുക? വാട്ട് ആർ ദ പ്രോഡക്ട്സ് ദാറ്റ് യു ആർ നോർമലി ഗെറ്റിംഗ് ഫ്രം ദെയർ? ഇപ്പോൾ ഡൈജഷൻ ഫുള്ളി കംപ്ലീറ്റ് ആയി. അങ്ങനെ കംപ്ലീറ്റ് ആയി വരുമ്പോൾ ദ കാർബോഹൈഡ്രേറ്റ്സ്, ദാറ്റ് ഇസ് എ കോംപ്ലെക്സ് തിങ് ദാറ്റ് യു ഹാവ് ബീൻ ഇൻജസ്റ്റഡ് ഓൺ ദ ഫസ്റ്റ് പ്രോസസ് ഇസ് ബീൻ കൺവേർട്ടഡ് ഇൻ ടു എന്താക്കിയിട്ടുണ്ടാവും? പിന്നെ പ്രോട്ടീൻസ് അവരെന്താക്കിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ എന്താ ഫാറ്റ്സ് അവരെന്താക്കിയിട്ടുണ്ടാവും. നിങ്ങൾക്കറിയാം അല്ലേ? സോ ഡൈജഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിനെ എന്താക്കിയിട്ടുണ്ടാവും? കാർബോഹൈഡ്രേറ്റ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു, കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മൾ എന്താക്കിയിട്ടുണ്ടാവും? ഗ്ലൂക്കോസ് ആക്കി മാറ്റിയിട്ടുണ്ടാവും. ഓക്കെ, സിമ്പിൾ പ്രോഡക്ട്സ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് ആക്കും. ഓക്കെ, പ്രോട്ടീൻസിൻ്റെ മുകളിലാണ് നമ്മൾ ഡൈജഷൻ ആക്ട് ചെയ്താൽ പ്രോട്ടീൻസ് നൗ ബെക്കം എന്തായിരിക്കും? എമിനോ ആസിഡ്സ് ആയിട്ടുണ്ടാവും. ഓക്കെ, എമിനോ ആസിഡ്സ് ആവും. ഓക്കെ, എമിനോ ആസിഡ്സ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് റൈറ്റ് പ്രോട്ടീനിൽ. ഇനി അടുത്തത് നമ്മുടെ ഫാറ്റ്സ് വരികയാണെങ്കിൽ ഫാറ്റ്സിനെ നമ്മൾ ഇമൾസിഫൈ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ് ഈസ് അവരെന്താക്കും? ഫാറ്റ്സിനെ ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ആക്കും. ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ എന്ന കോമ്പോണൻസ് ആക്കിയിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നൗ ഐ തിങ്ക് യു ഗൈസ് ഗോട്ട് ദ കോൺസെപ്റ്റ് ദർ. ഓക്കെ, ഒരു മിനിറ്റ്. സോ ഇത്രയുമാണ് നമ്മളുടെ എന്താണ് ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻഡ്സ് എന്ന ഒരു കോൺസെപ്റ്റിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ഹോപ്പ് യു ഗൈസ് ഗോട്ട് ആൻ ഐഡിയ. ഓക്കെ റൈറ്റ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുഡുകൾ എൻഡ് പ്രോഡക്ട്സ് ആയിട്ട് യു ആർ ഗെറ്റിംഗ് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ് ആൻഡ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ അല്ലേ? സോ ഇനി എന്ത് സംഭവിക്കും? നമ്മൾ ഡൈജഷൻ കംപ്ലീറ്റ് ആയി. നൗ വാട്ട് വി നീഡ്. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ ഫുഡ് എങ്ങോട്ട് പാസ് ചെയ്യും? നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നമുക്കറിയാം ജെജിനം ഇലിയം പാർട്സിലേക്കൊക്കെ ഇങ്ങനെ പോകും. അങ്ങനെ പോകുന്ന സമയത്ത് യു നോ ദാറ്റ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എ ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയാം അല്ലേ? ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള എന്താണ് വില്ലസ് വെച്ചിട്ടാണ് ആ ഒരു പോർഷൻസ് കവർ ചെയ്തിട്ടുള്ളത്. എന്തിനാണ് വില്ലസിനെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇൻറ്റസ്റ്റൈനിൽ? എന്തിനായിരിക്കും നമ്മൾ വില്ലസിനെ കൊടുത്തത്? നിങ്ങളൊന്ന് വേഗം പറഞ്ഞു. എന്തിനായിരിക്കും നമ്മുടെ വില്ലസിനെ നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ കൊടുത്തിട്ടില്ല? ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സാണ്. ഇങ്ങനെ ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഓരോ ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഗ്യാപ്സ് ഒക്കെ കാണാം. ഓക്കെ, സോ നമുക്ക് എന്താണ് മാക്സിമം ആയിട്ടുള്ള അബ്സോർപ്ഷൻ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഓക്കെ സർഫസ് ഏരിയ കൂട്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് പെർട്ടിക്കുലർലി എന്താണ് സർഫസ് ഏരിയ ഒക്കെ റെഗുലേറ്റ് ചെയ്തിട്ട് നമുക്ക് മാക്സിമം അബ്സോർപ്ഷൻ പോസിബിൾ ആക്കാനാണ് അവിടെ നമുക്ക് ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉള്ളത്. ഓക്കെ, സോ വില്ലൈ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ദീസ് കൈൻഡ് ഓഫ് ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. Okay, so you can see several finger-like structures on the small intestine. So ഇവിടെ വെച്ചാണ് ആക്ച്വൽ അബ്സോർപ്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ടുള്ള അബ്സോർപ്ഷൻ എന്ന് പറയുന്ന സെക്കൻഡ് പ്രോസസ് ആയിട്ടുള്ള അബ്സോർപ്ഷൻ നോർമലി ടേക്ക് പ്ലേസ് ഹിയർ നമ്മുടെ വില്ലസിലാണ് ഒക്കർ ചെയ്യുന്നത്. ഇനി വില്ലയുടെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ വെൻ സൂം ഇൻ ടു എ വില്ലൈ പിക്ചർ ഒരു സിംഗിൾ വില്ലസിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ബ്ലഡ് കാപ്പിലറീസ് ദെയർ അല്ലേ? ഇതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബ്ലഡ് കാപ്പിലറീസ് ഫ്ലോ ചെയ്യുന്നത് കാണാം. അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പെർട്ടിക്കുലർ ആയിട്ടുള്ള ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്ത് ബ്ലഡിലേക്ക് എടുക്കുന്നത്. ഓക്കെ, സോ ന്യൂട്രിയൻസ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡിലേക്ക് നമ്മളിങ്ങനെ എടുക്കും. അതേപോലെ നമുക്ക് ഫാറ്റി ആയിട്ടുള്ള ന്യൂട്രിയൻസും ഉണ്ട്, ഫാറ്റ്സ് പോലത്തെ ന്യൂട്രിയൻസ് ഉണ്ട്. അതിനെ നമ്മൾ ലിംഫിലേക്കാണ് എടുക്കുന്നത്. ലിംഫ് എന്ന് പറയുന്നത് നമ്മളുടെ പെർട്ടിക്കുലർ ആയിട്ട് ലാക്റ്റിയൽ. ഓക്കെ, നമ്മളിവിടെ ഫ്രണ്ടിൽ കാണുന്നുണ്ട്, നടുവിൽ ഒരു ഗ്രീൻ കളറായിട്ടുള്ള ഒരു എലമെൻറ്റ് കാണുന്നില്ലേ, വിച്ച് ഇസ് കോൾഡ് ആസ് ദ ലാക്റ്റിയൽ. സോ ലാക്റ്റിയലിലേക്കാണ് നമ്മൾ ഈ ഫാറ്റ്സുകൾ പോലത്തെ ആൾക്കാരെ നമ്മൾ അബ്സോർബ് ചെയ്യുന്നത്, ലിംഫ് പോർഷനിലേക്ക് നമ്മൾ അബ്സോർബ് ചെയ്യും. ഓക്കെ അല്ലേ? സോ ദിസ് ഈസ് വാട്ട് ആക്ച്വലി ഹാപ്പൻസ് ഓൺ ദ ഇന്നർ വാൾസ് ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ വിച്ച് ഇസ് ദ വില്ലൈ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എവിടെ പോയി? നൗ കമ്മിങ് ടു ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുമ്പോൾ ലാർജ് ഇൻറ്റസ്റ്റൈൻ ഇസ് ദെയർ നോർമലി ഫോർ എന്താണ്? അബ്സോർപ്ഷൻ. നോർമലി നമ്മൾ പറഞ്ഞു ഫൈനലി നമ്മുടെ ലാസ്റ്റ് അബ്സോർപ്ഷൻ കാറ്റഗറി നടക്കുന്നതാണ് നമ്മുടെ ഈ ലാർജ് ഇൻറ്റസ്റ്റൈൻ. അതിന് മുന്നേ നമ്മുടെ എസിമിലേഷൻ നമ്മൾ പറയണം. ഓക്കെ, ഈ ന്യൂട്രിയൻസ് നമ്മുടെ ബ്ലഡിലേക്ക് ശരിക്കും അവിടെ എന്താ ചെയ്യുന്നത്? എസിമിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്തിട്ട് സെൽസ് അതിനെന്ത് ചെയ്യും? എസിമിലേറ്റ് ചെയ്യും. ഓക്കെ, ബ്ലഡിൽ നിന്ന് അത് സെൽസ് എന്ത് ചെയ്യും? അതിനെ എസിമിലേറ്റ് ചെയ്യുക. സോ ദാറ്റ് ഈസ് വാട്ട് ആക്ച്വലി ഹാപ്പൻസ് ആസ് ദ തേർഡ് പ്രോസസ്.
ഓക്കെ, ഇൻജക്ഷൻ കഴിഞ്ഞു, അബ്സോർപ്ഷൻ കഴിഞ്ഞു, സെൽസ് അതിനെ അസിമുലേറ്റ് ചെയ്തെടുക്കും ഫോർ ദ നീഡ് ഓഫ് ദ എനർജിക്ക് വേണ്ടി ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ന്യൂട്രിയൻസിനെ നമ്മൾ എന്ത് ചെയ്തു, ബ്ലഡ്സിലേക്ക് റിലീസ് ചെയ്തു, ബ്ലഡിലേക്ക് റിസീവ് ചെയ്തു. അങ്ങനെ ബ്ലഡ്സ് അതിനെ എന്ത് ചെയ്യും, സെൽസിലേക്ക് അസിമുലേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ആക്ച്വലി ഹാപ്പൻസ് ബൈ ദ പ്രോസസ് ഓഫ് അസിമുലേഷൻ. ഓക്കെ, ഇനിയാണ് നമുക്ക് എന്ത് വരേണ്ടത്, എസിമുലേഷൻ. നമ്മൾ പറഞ്ഞു ഇൻജക്ഷൻ കഴിഞ്ഞു, ഡൈജഷൻ കഴിഞ്ഞു. നമ്മൾ സെക്കൻഡ് പോർഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് ഇസ് ഡൈജഷൻ. ഓക്കെ, സോ സെക്കൻഡ് വൺ ആണ് നമ്മളുടെ ഡൈജഷൻ, തേർഡ് വൺ ആണ് അബ്സോർപ്ഷൻ, ആൻഡ് ഫോർത്ത് വൺ ആണ് ഫോർത്ത് വൺ ആണ് നമ്മളുടെ എന്ത് വരുന്നത്, അസിമുലേഷൻ. ആൻഡ് ഫൈനലി ദ ഫുഡ് നമ്മളുടെ എന്താണ്, കുറച്ചുകൂടെ വാട്ടറൊക്കെ നമ്മുടെ ബോഡിയിൽ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആയിട്ടുള്ള അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ക്യാൻ ബി ഡൺ ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ കുറച്ച് വാട്ടറിനെയും അതേപോലെ ഇനി എന്തെങ്കിലും ന്യൂട്രിയൻസ് നമ്മൾ എടുക്കാൻ കുറവുണ്ടെങ്കിൽ വി ക്യാൻ ബി റീഅബ്സോർബ് ദീസ് തിങ്സ് ഓൺ ദിസ് പെർട്ടിക്കുലർ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, അങ്ങനെ ലാർജ് ഇൻറ്റസ്റ്റൈൻ നമ്മൾ ഫൈനൽ അബ്സോർപ്ഷനും കൂടെ നടത്തി കഴിഞ്ഞാൽ വി ഗെറ്റ് എ സെമി സോളിഡ് ആയിട്ടുള്ള വേസ്റ്റ് നമുക്ക് കിട്ടും. Okay, we'll get some semi-solid waste. And that semi-solid waste is called as എന്താണ് നമ്മൾ പറയുന്നത്, ഫീക്കസ് എന്ന് പറയുന്നത്. Okay, the remaining semi-solid ആയിട്ടുള്ള wasteനെ we call them as feces there. Okay അല്ലേ? Hope you guys got an idea about feces. Okay, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതാ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഓക്കെ, യു വിൽ ഗോ ത്രൂ ദിസ് പെർട്ടിക്കുലർ പോർഷൻ. സീഖം കൈയും നമ്മളുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ദ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നമ്മുടെ ഫുഡ് വന്നു. ദാറ്റ് ഈസ് ഗോയിങ് ത്രൂ ദ അസെൻഡിങ് കോളൻ, ഡിസെൻഡിങ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളനിൽ കൂടെയൊക്കെ ഇങ്ങനെ പാസ് ചെയ്തിട്ട് ദേ ആർ ബീൻ ഫൈനലി ഗെറ്റിംഗ് ആസ് എ സെമി സോളിഡ് ആയിട്ടുള്ള ഒരു ഫീക്കസ്. അതിനെയാണ് നമ്മൾ പൂപ്പ് എന്ന് പറയുന്നത്. Okay, that is normally getting there, and helpful bacteria are normally present in particular large intestine. Okay, നമുക്ക് എന്താണ് വിറ്റാമിൻ കെ എന്ന ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള വിറ്റാമിൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയാസ് ഒക്കെ നമ്മളുടെ ഈ ലാർജ് ഇൻറ്റസ്റ്റൈൻസിലുണ്ട്. ഓക്കെ അല്ലേ? ഹോപ്പ് യു ഗൈസ് ഗോട്ട് എൻ ഐഡിയ അബൌട്ട് ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ അല്ലേ? ഓക്കെ അല്ലേ? ആൻഡ് നൗ ഫൈനലി വി ഗോട്ട് എ സെമി സോളിഡ് വേസ്റ്റ് ആയിട്ടുള്ള എന്തായിരുന്നു നമ്മുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫീക്കസ് കിട്ടി. ഈ ഫീക്കസ് ഇനി എങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം? ദ ഫീക്കസ് വുഡ് ബി ട്രാൻസ്ഫേർഡ് ഇൻ ടു എങ്ങോട്ടേക്കാണ്, നമ്മുടെ റക്റ്റത്തിലേക്ക് എത്തണം. ഓക്കെ, ദിസ് പെർട്ടിക്കുലർ പോർഷൻ കോൾഡ് ആസ് നമ്മളുടെ എന്താണ്, റക്റ്റം. ഓക്കെ, റക്റ്റത്തിലെത്തും. ഓക്കെ, ദിസ് ഇസ് ദ പെർട്ടിക്കുലർ പോർഷൻ കോൾഡ് ആസ് റക്റ്റം. അവിടെ നമുക്ക് കുറേ സ്പിഞ്ചേഴ്സ് ഉണ്ട്. ആക്ച്വലി ആ സ്പിഞ്ചേഴ്സിൻ്റെ ഓപ്പണിംഗ് വഴിയായിട്ടാണ് നമ്മൾ ആ ഒരു പൂപ്പ് അല്ലെങ്കിൽ ഫീക്കസ് നമ്മൾ റിലീസ് ഔട്ട് ചെയ്യുന്നത്. ദാറ്റ് ഇസ് എ മേജർ എക്സ്ക്രീറ്ററി പോർഷൻ ഓഫ് ആ ബോഡി. ഓക്കെ, സോ നിങ്ങൾക്കറിയാം ദ റക്റ്റം സ്റ്റോർ ഫീക്കസ് ടെമ്പററിലി. കുറച്ച് നേരത്തേക്ക് ടെമ്പററി ആയിട്ട് ഫീക്കസ് അവിടെ സ്റ്റോർ ചെയ്യുള്ളൂ, ഫീക്കസ് അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്കൊരു ഏർജ് വരും, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫീക്കസിനെ റിമൂവ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് പ്രോസസ് ഓഫ് റിമൂവിങ് ദാറ്റ് വേസ്റ്റ് ഇസ് കോൾഡ് ആസ് ഡിഫിക്കേഷൻ. ഓക്കെ, അങ്ങനെ നമ്മൾ റിമൂവ് ചെയ്യുന്ന ഇനസിലൂടെ നമ്മൾ ആ ഒരു വേസ്റ്റ് പ്രോഡക്റ്റ്, സെമി സോളിഡ് വേസ്റ്റ് പ്രോഡക്റ്റ് നമ്മൾ കളയുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ പറയുക ഡിഫിക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഇജക്ഷൻ എന്ന് പറയും. ഓക്കെ, ഇജക്ഷൻ ഇസ് ദ ലാസ്റ്റ് പോർഷൻ, ഫിഫ്ത്ത് ആയിട്ട് നമ്മൾ പഠിക്കുന്ന പോർഷൻ ആയിരുന്നു എന്താണ്, ഇജക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, ഇജക്ഷൻ എന്ന് പറയുന്ന ലാസ്റ്റ് പ്രോസസ്സാണ് നമ്മളുടേത്. ഓക്കെ അല്ലേ? സോ ദാറ്റ് ഇസ് ദ ഇജക്ഷൻ. Okay, so this is what normally happens on a digestive system or digestive system. ഇങ്ങനെയാണ് ഫുഡ്സിനെ കൺവേർട്ട് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്ത് ഫീക്കൽ മാറ്റർ ആക്കി മാറ്റുന്നത്. ഹോപ്പ് യു ഗൈസ് ഗോട്ട് എൻ ഐഡിയ അബൌട്ട് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം, റൈറ്റ്? ഇത്രയുമാണ് സിമ്പിളായിട്ട്. നമ്മൾ അവിടെ കുറച്ച് ഗ്ലാൻസിനെ പറ്റി പഠിക്കുന്നുണ്ട്, നമ്മൾ കുറച്ച് എൻസൈംസിനെ കുറിച്ച് പഠിച്ചു. ഓക്കെ, സോ ജസ്റ്റ് റിമെമ്പർ ദീസ് കൈൻഡ്സ് ഓഫ് എൻസൈംസ്. ഈ എൻസൈംസ് ആണ് ആ ഒരു ഗ്ലാൻസിലുള്ളത്. ദീസ് ആർ ആക്ടിങ് അപ്പോൺ ദാറ്റ് തിങ് എന്നൊരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് വേണം. Okay അല്ലേ? So this is how the digestive glands and elementary canal, through the elementary canal the digestive glands is normally acting. Okay അല്ലേ? ഡൈജസ്റ്റീവ് സിസ്റ്റം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഓക്കെ, ജസ്റ്റ് ഇനി ഒരു പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആകും. സോ ഫസ്റ്റ് മൗത്തിൽ നിന്നാണ് നമ്മളുടെ പെർട്ടിക്കുലർ പ്രോസസ് ആയിട്ടുള്ള ഇൻജക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ ഇൻജക്ഷൻ പ്രോസസ്. ഫസ്റ്റ് പ്രോസസ് ആയിട്ടുള്ള ഇൻജക്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, മൗത്തിലൂടെ ഫുഡ് നമ്മളെ ഉള്ളിലേക്ക് എടുത്തു. ഓക്കെ, ദ ഫുഡ് എന്ത് ചെയ്തു, നമ്മുടെ ബോഡിയിലുള്ള മൗത്തിൻ്റെ അവിടെയുള്ള സെലൈവറി ഗ്ലാൻസ് വിച്ച് ഇസ് നോർമലി സെക്രീറ്റിംഗ് സെലൈവറി എമൈലേസ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഇല്ലേ? സെലൈവറി എമൈലേസിനെ എന്ത് ചെയ്തു, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സെലൈവറി ഗ്ലാൻസ് സെലൈവറി എമൈലേസിനെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്തു. സെലൈവറി എമൈലേസ് ഇസ് ബീൻ റിലീസ്ഡ്. ഓക്കെ, ഹിയർ യു ക്യാൻ സീ ദ സെലൈവറി എമൈലേസ്. സെലൈവറി എമൈലേസ് എന്ത് ചെയ്തു, നമ്മുടെ സ്റ്റാർച്ചിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഷുഗർ ആക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഷുഗർ. ഓക്കെ, ഇനി ആ ഒരു പെർട്ടിക്കുലർ ബൗൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫുഡ്, ഓക്കെ, ബൗൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫുഡ് ഇസ് ബീൻ ട്രാവലിംഗ് ത്രൂ ദ ഈസോഫേഗസ്. ഈസോഫേഗസിലൂടെ ട്രാവൽ ചെയ്യുക. അവിടെ അപ്പർ ഈസോഫേജൽ സ്പിഞ്ചറും ഉണ്ട്, ലോവർ ഈസോഫേജൽ സ്പിഞ്ചറും ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് നമ്മുടെ പെർട്ടിക്കുലർ സ്റ്റൊമക്കിലെത്തും.
സ്റ്റൊമക്ക് ഇസ് എ ജെ ഷേപ്ഡ് ആയിട്ടുള്ള ഓർഗനാണ്. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ ഓർഗനിൽ നമുക്കറിയാം പല പോർഷൻസ് ഉണ്ടെന്ന് മിസ് പറഞ്ഞു. കാർഡിയ, പിന്നെ എന്താ പൈലോറിക്, അങ്ങനെ നമ്മൾ പല പോർഷൻ, ഫണ്ടസ്, ആൻഡ്രം, ലൈക്ക് ബോഡി, ദെൻ പർട്ടിക്കുലർലി പൈലോറസ്, ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. ആ പോർഷനിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് യു ക്യാൻ സീ സെവറൽ ടൈപ്പ് ഓഫ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് വിച്ച് സെക്രീറ്റ്സ് ഗ്യാസ്ട്രിക് ജ്യൂസ്. HCl ഉണ്ട്, പെപ്സിൻ ഉണ്ട്, മ്യൂക്കസ് ഉണ്ട്. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, നൗ ദ ഫുഡ് ഈസ് നോർമലി ഇൻ ആൻ എസിഡിക് എൻവയൺമെൻറ്റിലാണുള്ളത്. ഓക്കെ, ഇതാ ഇവിടെ നിങ്ങൾക്ക് അറിയാം HCl ഉണ്ട്, പെപ്സിൻ ഉണ്ട്, ലിപ്പേസ് ഉണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ദ ആക്ച്വൽ ഹാപ്പനിങ് പ്രോസസ് ദർ ഇസ് ഹാപ്പനിങ്. പിന്നെ അതുമല്ലാതെ നമ്മൾ കുറച്ച് സെൽസിൻ്റെ പേര് പറഞ്ഞിരുന്നു. സെൽസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ആരായിരുന്നു? ഓക്സിൻറ്റിക് സെൽസ്. ഓക്സിൻറ്റിക് സെൽസ് ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് ആരായിരുന്നു? നമ്മൾ പറഞ്ഞത് സൈമോജൻ സെൽസ് ഉണ്ട്. ഓക്കെ, ജൈമോജൻ സെൽസിനെ പറ്റി പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാണ്? ഗ്ലോബ്ലറ്റ് സെൽസിനെ പറ്റി പറഞ്ഞു. ഓക്കെ, ഗ്ലോബ്ലറ്റ് സെൽ, ജി സെൽസിനെ പറ്റി പറഞ്ഞു. സോ ദിസ് ഈസ് വാട്ട് വി ആക്ച്വലി ടോൾ അബൌട്ട് ദം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു പൊസിഷനിലും കൂടെ നോക്കണം. ഓക്കെ, നൗ ദ ഫുഡ് ദാറ്റ് ഇസ് ബീൻ ബൗൾസിനെ നമ്മൾ എന്താക്കി? കൈമാക്കി മാറ്റി. ആൻഡ് നൗ ദ കൈം ഇസ് ബീൻ ഗോയിങ് ത്രൂ. നമ്മുടെ ഈസോഫേഗസിലൂടെ ഇങ്ങനെ പോകുന്ന പ്രോസസ്സിനെ വി കോൾ ദം ആസ് പെരിസ്റ്റാൾസിസ്. ഓക്കെ, പെരിസ്റ്റാൾസിസ്, ആ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കണം. ദാറ്റ് ഈസ് ദ ടേം ദർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് സംഭവിച്ചു? ദ കൈം ഇസ് ബീൻ പാസിംഗ് ത്രൂ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പോർഷനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഡിയോഡിനം എന്ന് പറഞ്ഞത്. ഡിയോഡിനത്തിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ആക്ട് ചെയ്യുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ ഇസ് ദ ലിവർ. ഓക്കെ, ലിവർ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നോർമലി പ്രൊഡ്യൂസേഴ്സ് ബൈലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബൈൽ കണ്ടെയ്ൻ എന്താണ്? ബൈൽ സോൾസ്. ഓക്കെ, ബൈൽ സോൾസും പിന്നെ അതേപോലെ തന്നെ ബൈൽ പിഗ്മെൻറ്റ്സ് ഒക്കെയാണുള്ളത്. ബൈൽ പിഗ്മെൻറ്റ്സും ബൈൽ സോൾസ് ഒക്കെയാണുള്ളത്. ഓക്കെ, ദിൽ നോർമലി ആക്ട് അപ്പോൺ ദിസ് പർട്ടിക്കുലർ എന്താണ് നമ്മളുടെ പർട്ടിക്കുലർ ഫുഡിൻ്റെ മുകളിൽ ആക്ട് ചെയ്യും. ബൈൽ സ്റ്റോർ ചെയ്യുന്നത് ഗോൾ ബ്ലാഡറിലുമാണ്. ദിൽ ആക്ട് അപ്പോൺ ദ ഫുഡ് ആൻഡ് ദിൽ നോർമലി ഇമൾസിഫൈ ദ ഫാറ്റ്സ്. ഓക്കെ, ഇനി നമ്മുടെ ഫുഡ് എങ്ങോട്ട് പോകും? നമ്മുടെ ജെജിനം ഇലിയം പോർഷൻസിലേക്ക് പോകും. അവിടെ എത്തുമ്പോൾ യു നോ ദാറ്റ് നമുക്ക് ആരുണ്ട്? ജെജിനം ഇലിയത്തിൻ്റെ ഒക്കെ അവിടെയായിട്ട് വി ഹാവ് സർട്ടൻ വില്ലൈ സ്ട്രക്ചേഴ്സ് ഉണ്ട്, അല്ലേ? വില്ലൈ സ്ട്രക്ചേഴ്സ് ഉണ്ട്. വില്ലൈ ആണ് എന്ത് ചെയ്യുന്നത്? അബ്സോർപ്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഹിയർ വേർ ആക്ച്വൽ ഡൈജഷൻ ഒക്കർ. ഇവിടെയാണ് നമ്മളെ രണ്ടാമത്തെ പ്രോസസ് ആയിട്ടുള്ള ഡൈജഷൻ ഒക്കർ ചെയ്തത്. ഓക്കെ, സെക്കൻഡ് പ്രോസസ് ആയിട്ടുള്ള ഡൈജഷൻ ഒക്കർ ചെയ്തത്. ഹോപ്പ് യു ഗൈസ് ഗോട്ട് ആൻ ഐഡിയ. ആൻഡ് ദ തേർഡ് പ്രോസസ് ആയിട്ടുള്ള അബ്സോർപ്ഷൻ ക്യാരി ഔട്ട് ചെയ്തു. ഇനി എന്താവും? അതിൻ്റെ സെൽസ് അതിനെ എന്ത് ചെയ്യും? ദെൻ ഫോർത്ത് പ്രോസസ് ആയിട്ടുള്ള എസിമിലേറ്റ് ചെയ്യും, എസിമിലേഷൻ ചെയ്യും. ഓക്കെ, സെൽസ് അതിനെ എസിമിലേറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾക്ക് എന്ത് കിട്ടും? വിൽ ഗെറ്റ് സർട്ടൻ വേസ്റ്റ്. ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് നമ്മൾ പോകും. ഓക്കെ, ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നോക്കുമ്പോൾ നമുക്ക് പല പല പോർഷൻസ് ഉണ്ട്. കോളം, സീക്കം, റെക്ടം പോർഷൻസ് ആണുള്ളത്. സോ ദ ഫുഡ് പാസസ് ത്രൂ ദ കോളം, ട്രാൻസ്വേഴ്സ് കോളം, അസെൻഡിങ് കോളനിലൂടെയൊക്കെ പാസ് ചെയ്തിട്ട് ഇഫ് ദർ ഇസ് എനി വാട്ടർ ആൻഡ് മിനറൽസ് ടു ബി ടേക്കൺ ഔട്ട് ദേ വിൽ absorb that thing from the large intestine. Then also you can have certain bacteria which normally produces vitamin K on them. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യും? ഫുഡ് എന്ത് ചെയ്യും? വേസ്റ്റ് ആയിട്ട് നമ്മുടെ റെക്റ്റത്തിലെത്തും. റെക്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യാം? ടെമ്പററി സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സിഗ്മോയിഡ് കോളൻ നമ്മുടെ തറ്റത്ത് എന്തുണ്ടാവും? റെക്റ്റം ഉണ്ടാവും. ഓക്കെ, ഈ റെക്റ്റം എന്ന് പറയുന്ന പോർഷനിൽ വി ക്യാൻ ആക്ച്വലി സ്റ്റോർ ദിസ് പെർട്ടിക്കുലർ എന്താണ് ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഫീക്കസ് നമുക്ക് ചെയ്യാം. ആൻഡ് ഫൈനലി വിൽ നോർമലി ഇജക്റ്റ് ഔട്ട്. ഓക്കെ, ഇജക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി അല്ലെങ്കിൽ ഡിഫിക്കേഷൻ എന്ന പ്രോസസ്സ് വഴി വി ക്യാൻ നോർമലി റിലീസ് ഔട്ട് ദ പെർട്ടിക്കുലർ വേസ്റ്റ് ഔട്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഓവറോൾ സമ്മറി ഓഫ് ദ തിങ്സ് ദാറ്റ് യു ഷുഡ് ലുക്ക് ചെയ്യാം. നമ്മൾ വേറൊരാളെയും കൂടെ പറഞ്ഞില്ല, പാൻക്രിയാസ്. പാൻക്രിയാസിൻ്റെ ഉള്ളിൽ നമുക്കറിയാം മൈലേസ്, ലിപ്പേസ്, സ്ട്രെപ്സിൻ, കൈമോസ്ട്രെപ്സിൻ, ഇത്രയും ആൾക്കാരാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ പാൻക്രിയാസിലെ ഇത് എക്സോക്രൈൻ പോർഷനാണ് അത് ആക്ട് ചെയ്യുന്നതെന്ന് ആലോചിക്കുക. എൻഡോക്രൈൻ പോർഷനിലേക്ക് വരുമ്പോൾ യു ഷുഡ് തിങ്ക് അബൌട്ട് അവിടെ ഹോർമോൺസ് ആണ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഹോർമോൺസ് ആക്ച്വലി ഇൻക്ലൂഡ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗൺ. ഓക്കെ, ഇൻസുലിനും ഗ്ലൂക്കഗണുമാണ്. ഓക്കെ അല്ലേ? ഹോപ്പ് യു ഗൈസ് ഗോട്ട് എ സിമ്പിൾ ഹറിബറി ആയിട്ടുള്ള നമ്മളുടെ ഒരു സമ്മറി ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഓക്കെ അല്ലേ? സോ ദിസ് ഈസ് അബൌട്ട് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇനി നമുക്ക് ദ ഫർദർ പോർഷൻ ആയിട്ടുള്ള എക്സ്ക്രീറ്ററി സിസ്റ്റം നമുക്ക് നോക്കാം. നമ്മുടെ ബോഡിയിൽ ഫീക്കസ് മാത്രമല്ല എക്സ്ക്രീറ്ററി സിസ്റ്റം ഓർ എക്സ്ക്രീറ്ററി തിങ് ആയിട്ട് പോകുന്നത്. വി ഹാവ് സെവറൽ, നമുക്ക് എന്താ സ്വെറ്റ് ഉണ്ട് എക്സ്ക്രീഷൻ പോലെ നമ്മൾ ആക്ട് ചെയ്യുന്നത്. അതല്ലാതെ നമ്മുടെ മേജർ വൺ ആണ് നമ്മളുടെ എന്താണ്? യൂറിൻ പ്രൊഡക്ഷൻ. സോ ഹൗ ദ യൂറിൻ ഇസ് ബീൻ പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഹൗ ഡസ് ദിസ് പെർട്ടിക്കുലർ സോൾസ് ആൻഡ് ദ യൂറിൻ ഇസ് നോർമലി പ്രൊഡ്യൂസ്. യൂറിയ എങ്ങനെ ഉണ്ടാവുന്നു? വേസ്റ്റ് മെറ്റീരിയൽസ് ആയിട്ടുള്ള ക്രിയാറ്റിൻ എങ്ങനെ ഉണ്ടാവുന്നു? ഹൗ ഡസ് ദ ബ്ലഡിലൂടെ നമ്മൾ എങ്ങനെ അത് ഫിൽട്ടർ ചെയ്തെടുക്കുന്നു? That is a process we are going to study on the excretory system. Okay അല്ലേ?
സോ ഇനി നമുക്ക് എക്സ്ക്രീറ്ററി സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഹോപ്പ് യു ഗൈസ് ഗോട്ട് എൻ ഐഡിയ അബൌട്ട് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലേ? ഡൈജസ്റ്റീവ് സിസ്റ്റം ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ക്ലിയർ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, സോ ഐ ബി ലുക്കിംഗ്. ഓക്കെ, നിങ്ങൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ക്ലിയർ ആണെന്ന് പറയാം. ഇനി അടുത്ത നമ്മൾ വരുന്നത് എന്താണ്? എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലേക്കാണ്. ഓക്കെ അല്ലേ? സോ എക്സ്ക്രീറ്ററി സിസ്റ്റം നോക്കുമ്പോൾ വി ഹാവ് എ പെയർ ഓഫ് കിഡ്നീസ് ദർ. ഓക്കെ, എക്സ്ക്രീറ്ററി സിസ്റ്റത്തിനെ കുറിച്ച് ടോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ ഉള്ളത്? പെയർ ഓഫ് കിഡ്നീസ് ആണുള്ളത്. ഓക്കെ, പെയർ ഓഫ് കിഡ്നീസ് ഇസ് നോർമലി ലൊക്കേറ്റഡ് ഓൺ ദ എബ്ഡോമിനൽ ക്യാവിറ്റിയിലാണ് നമുക്ക് കാണപ്പെടുന്നത്. ഓക്കെ, ഓൺ ദ എബ്ഡോമിനൽ ക്യാവിറ്റി ഓൺ ദ ഐദർ സൈഡ് ഓഫ് ദ വെർട്ടിബ്രൽ കോളം. നിങ്ങൾക്കറിയാം നമുക്ക് ബാക്കിൽ ഒരു വെർട്ടിബ്രൽ കോളം ഉണ്ടെന്നറിയാം. ഓക്കെ, സോ ഓൺ ദ ഐദർ സൈഡ്സ് ഓഫ് ദ വെർട്ടിബ്രൽ കോളം യു ക്യാൻ ആക്ച്വലി സീ ദ മേജർ എക്സ്ക്രീറ്ററി ഓർഗൻ വിച്ച് ഇസ് ആർ കിഡ്നി. ഓക്കെ, സോ വാട്ട് ഇസ് മേജർലി എക്സ്ക്രീഷൻ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എക്സ്ക്രീഷൻ എന്ന പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റിമൂവിങ് വേസ്റ്റ് മെറ്റീരിയൽസ്, എസ്പെഷ്യലി ഏതൊക്കെയാണ് ഇവിടെ നമ്മൾ വിടുന്നത്? നൈട്രോജീനിയസ് വേസ്റ്റ് ലൈക്ക് യൂറിയ, യൂറിക് ആസിഡ് ആൻഡ് അമോണിയ. പല ഓർഗാനിസത്തിലും പല എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആയിരിക്കും ഉണ്ടാവുക. ഡിഫറെൻറ്റ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ഉണ്ടാവുക. നമ്മുടെ കേസിലൊക്കെ നമ്മൾ യൂറിയ ആക്കിയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബേർഡ്സിൽ വേറെ ആയിരിക്കും, പിന്നെ അതേപോലെ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ് ആംഫീബിയൻസിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ആയിരിക്കും. അങ്ങനെ നമുക്ക് എന്താണ് ഈ ഒരു വേസ്റ്റുകൾ ദാറ്റ് ഇസ് ടോക്സിക്. നമ്മുടെ ബോഡിയിൽ അമോണിയ ആണ് നോർമലി ഉണ്ടാവാറ്. ഓക്കെ, അമോണിയ ഇസ് നോർമലി ഫോംഡ് ആസ് ദ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ഓഫ് അവർ ബോഡി. പക്ഷേ ഈ അമോണിയ ആയിട്ട് നമ്മൾ കളയത്തില്ല. ഓക്കെ, വിൽ നെവർ റിലീസ് ദിസ് അമോണിയ ആസ് അമോണിയ ഇറ്റ് സെൽഫ്. ഓക്കെ, അമോണിയ ഭയങ്കര ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസാണ്. ഓക്കെ, അമോണിയ എന്ന് പറയുന്ന ആള്, ഓക്കെ, അമോണിയ ഇസ് ഹൈലി ടോക്സിക് ആണ്. ഓക്കെ, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന അമോണിയ അത് ഹൈലി ടോക്സിക് ആണ്. ഇതിന് നമുക്ക് അമോണിയ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? വി കനോട്ട് റിലീസ്. ഓക്കെ, വി കനോട്ട് റിലീസ് ദം. ഓക്കെ, അമോണിയ ആയിട്ട് നമുക്ക് അവനെ റിലീസ് ചെയ്യാൻ പറ്റില്ല. സോ ഇൻ ഓർഡർ ടു ദാറ്റ് വിൽ ഗിവ് ദിസ് അമോണിയ ടു ദ ലിവറിലേക്ക് കൊടുക്കും. എന്നിട്ട് ലിവർ എന്ത് ചെയ്യും? അമോണിയനെ യൂറിയ ആക്കി കൺവേർട്ട് ചെയ്യും, വിച്ച് ഇസ് ലെസ് ടോക്സിക്. ഓക്കെ, ലെസ് ടോക്സിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആക്കി മാറ്റും. ഓക്കെ, ഇങ്ങനെ ലെസ് ടോക്സിക് ആയിട്ടുള്ള യൂറിയ ആക്കി മാറ്റുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? ഇങ്ങനെ യൂറിയ ആക്കിയിട്ടാണ് നമ്മൾ കിഡ്നിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, വിൽ പാസ് ഇറ്റ് ടു ദ കിഡ്നി. ഓക്കെ, ത്രൂ ദ ബ്ലഡിലൂടെ നമ്മൾ കിഡ്നിയിലേക്ക് പാസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ആൻഡ് ദ കിഡ്നി എന്ത് ചെയ്യും? ഫിൽറ്റർ ചെയ്യും. ഓക്കെ, ഫിൽറ്റർ ചെയ്തിട്ടാണ് ദാറ്റ് ഈസ് ബീൻ പാസിങ് ത്രൂ ദ യൂറിനിലൂടെ നമ്മൾ പാസ് ഔട്ട് ചെയ്യും. അങ്ങനെയാണ് ദാറ്റ് നോർമലി എക്സെറ്റ് ഔട്ട്. ഓക്കെ, ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ് നോർമലി എക്സെറ്റിംഗ് ഔട്ട്. Okay, so ammonia is a normal toxic substance that has been formed from our body and which is highly toxic ആയതുകൊണ്ട് തന്നെ we cannot pass them through that particularly നമുക്ക് അങ്ങനെ പാസ് ചെയ്യാൻ പറ്റില്ല. So that has been passed to the liverലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ലിവറിൽ പാസ് ചെയ്ത് കൊടുക്കും. ആ ലിവർ എന്ത് ചെയ്യും? വിൽ കൺവേർട്ട് ദിസ് ഹൈലി ടോക്സിക് സബ്സ്റ്റൻസ് ഇൻ ടു ലെസ് ടോക്സിക് യൂറിയ ആക്കും. യൂറിയനെ നമ്മൾ കിഡ്നിയിലേക്ക് പാസ് ചെയ്യും. അങ്ങനെ കിഡ്നിയിലേക്ക് പാസ് ചെയ്തിട്ട് നമ്മൾ ഫിൽട്രേഷൻ നടത്തും. ആഫ്റ്റർ ദിസ് ഫിൽട്രേഷൻ യു വിൽ ഗെറ്റ് ദ യൂറിൻ വിച്ച് ഇസ് റിച്ച് ഇൻ യൂറിയ ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടുകയാണ് ചെയ്യുക. ഓക്കെ അല്ലേ? ഹോപ്പ് യു ഗൈസ് ഗോട്ട് എൻ ഐഡിയ. അപ്പോൾ പല ഓർഗാനിസത്തിലും ഡിഫറെൻറ്റ് ആയിട്ടുള്ള എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആയിരിക്കും ഉണ്ടാവുക. സോ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് പല ഓർഗൻസും നമുക്ക് എന്താണ് പല കോമ്പോസിഷൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. സോ ദ മേജർ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ആയിട്ട് നമുക്കിപ്പം ആനിമൽസും അതിൻ്റെ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ഒക്കെ നോക്കുന്ന സമയത്ത് പല ഓർഗാനിസത്തിലും പല രീതിയിലായിരിക്കും അമോണിയ കളയുന്നുണ്ടാവുക, യൂറിക് ആസിഡ് കളയുന്നുണ്ടാവുക, യൂറിയ കളയുന്നുണ്ടാവുക. സോ ദ വിൽ ബി ഡിഫറെൻറ്റ് ഫോംസ് ആയിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് പല ഓർഗാനിസത്തിലും പല സ്ട്രക്ചേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ഹ്യൂമൻസിലെ കിഡ്നി എന്ന പോർഷൻസ് ആണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? പെർട്ടിക്കുലർലി നമ്മൾ പറയുകയാണെങ്കിൽ എക്സ്ക്രീറ്ററി ഓർഗൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൈക്ക് മോളിസ്കിലൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഗിൽസ്, നെഫ്രീഡിയ പോലത്തെ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. കോക്രോച്ചിലൊക്കെ ആവുന്ന സമയത്ത് മാൽഫീജിയൻ ട്യൂബ്യൂൾസ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഹെമികോഡൈറ്റ്സിൽ പ്രൊബോസിസ് ഗ്ലാൻഡ്സ് ഉണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ സ്പോഞ്ചസിൽ അവരുടെ പ്ലാസ്മ മെംബ്രെയിൻസ് ഉണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ്, കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇപ്പോൾ മിസ് പറഞ്ഞത്. അതേപോലെ പല ഓർഗാനിസത്തിലും പല രീതിയിലാണ് അവിടെ എന്താ ചെയ്യുന്നത്? എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് റിലീസ് ചെയ്യുന്നത്. അവരുടെ ബോഡി കമ്പോസിഷൻസ് അനുസരിച്ച് അവരുടെ ബോഡിയിലുള്ള ആ ഒരു എക്സ്ക്രീറ്ററി ഓർഗൻസ് ഏതാണോ അത് വെച്ചിട്ടാണ് അവരവിടെ റിലീസ് ചെയ്യുക. സ്പോഞ്ചസ് ഒക്കെ സ്മോളർ കൈൻഡ് ഓഫ് ഓർഗാനിസംസ് അല്ലേ. അതേപോലെ പ്രോട്ടോസോവൻസ് അവരൊക്കെ സ്മോളർ തിങ്സ് ആണ്. അപ്പോൾ അവരിലൊക്കെ എക്സ്ക്രീഷൻ പോസിബിൾ ആവുന്ന പ്ലാസ്മ മെംബ്രെയിൻ വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഹോപ്പ് യു ഗൈസ് ഗോട്ട് എൻ ഐഡിയ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഈ ആർത്രോപോഡ്സ്, ഇൻസെക്ട്സ് ആയിക്കോട്ടെ, ഇൻസെക്ട്സിനൊക്കെ ഗ്രീൻ ഗ്ലാൻഡ്സ് ഉണ്ടാക്കും. ഓക്കെ, ഗ്രീൻ ഗ്ലാൻഡ്സ് അല്ലെങ്കിൽ നമ്മൾ പറയുക ആൻറ്റിന ഗ്രീൻ ഗ്ലാൻഡ്സ് ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ടാണ് അവരവിടെ എക്സ്ക്രീഷൻ നടത്തുന്നത്. ഹെമികോഡൈറ്റ്സിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പ്രൊബോസിസ് ഗ്ലാൻഡ്സ് ഉണ്ടാവും. പിന്നെ മോളിസ്കിലാണെങ്കിൽ നമുക്ക് എന്തുണ്ടാകും?
this kind of like gills, nephridia പോലത്തെ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. സോ കോക്രോച്ചസിലാവുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു മാൽഫീജിയൻ ട്യൂബ്യൂൾസ് അങ്ങനത്തെ നമുക്ക് പല പല എക്സ്ക്രീറ്ററി ഓർഗൻസ് നമുക്ക് അവിടെയുണ്ട്. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദാറ്റ് വി നോർമലി എക്സ്ക്രീറ്റ്സ് ആണ്. ഓക്കെ, സോ പല ഓർഗാനിസത്തിലും പല രീതിയിലാണ് എക്സ്ക്രീഷൻ പോസിബിൾ ആവുന്നത്. സോ മേജർലി ദ ടോക്സിക് സബ്സ്റ്റൻസസ് ഷുഡ് ബി എലിമിനേറ്റഡ് ഫ്രം ദെയർ ബോഡി ആൻഡ് ദാറ്റ് എലിമിനേഷൻ ഇസ് ഹൗ ദ എക്സ്ക്രീഷൻ നോർമലി വർക്ക്സ്. ഓക്കെ അല്ലേ? സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്കറിയാം നമ്മുടെ കേസിൽ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ നമുക്ക് വരുന്ന ഫസ്റ്റ് തിങ് ആണ് ഏതാണ്? നമ്മളുടെ പെർട്ടിക്കുലർലി വി ആർ സേയിങ് അബൌട്ട് ദ കിഡ്നീസ്. ഓക്കെ, ദ കിഡ്നീസ് ഇസ് നോർമലി ലൊക്കേറ്റഡ്. എവിടെയാണ് കിഡ്നി കാണുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു കിഡ്നി ഇസ് നോർമലി സീൻ ഓൺ യുവർ അബ്ഡോമിനൽ ക്യാവിറ്റി. ഇത് നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയാണ്. ഓക്കെ, ദിസ് അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ നമ്മൾ പറയുവാണെങ്കിൽ ദിസ് പെർട്ടിക്കുലർ ആയിട്ടുള്ള അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ നമുക്ക് എന്താണുള്ളത്? രണ്ട് നമുക്ക് പെയർ ഓഫ് കിഡ്നീസ് ആണുള്ളത്. Okay, അല്ലേ? pair of kidneys are there, and this pair of kidneys is normally helping in the like majorly നമ്മൾ പറയുകയാണെങ്കിൽ they are the ones that is normally helping for the filtration process help ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ ഇവിടെ നിങ്ങൾക്ക് കിഡ്നീസ് കാണാം ഓൺ ദ ഐദർ സൈഡ് ഓഫ് ദ വെർട്ടിബ്രൽ കോളം. ഇതാണ് നമ്മുടെ വെർട്ടിബ്രൽ കോളം. ഓക്കെ, ദിസ് വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഐദർ സൈഡ് ആയിട്ടാണ് നമ്മൾ കിഡ്നി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ദിസ് ഇസ് എ പോർഷൻ വേർ കിഡ്നി നോർമലി സീ. ഓക്കെ, സോ നമുക്ക് ഒരു കിഡ്നീനെ സൂം ഇൻ ചെയ്ത് നോക്കാം. ഹൗ ദിസ് പെർട്ടിക്കുലർ പ്രോസസ് ആക്ച്വലി ഹാപ്പൻ എന്ന് നോക്കാം. സോ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ട് കിഡ്നീസ് കാണാം. ഒരു കിഡ്നിയിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നത്, ദ ബ്ലഡ് ദാറ്റ് ഈസ് ബീൻ ഗിവൺ ഫോർ ഫിൽട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്ഥലത്തിനെ നമ്മൾ എന്ത് പറയാം? റീനൽ ആർട്ടറി എന്ന് പറയാം. സോ ഇവിടെ നിങ്ങൾ കാണുന്നത് എന്താണ്? ബ്ലഡ് നമുക്ക് അങ്ങോട്ടേക്ക് വരികയാണ്. ഓക്കെ, എൻ്റർ ചെയ്യുന്ന പോർഷൻ. ഓക്കെ, ബ്ലഡ് എൻ്റർ ചെയ്യുന്ന പോർഷൻസിനെ നമ്മൾ എന്ത് പറയും? ഓക്കെ, ഇതാ ബ്ലഡ് കമ്മിങ് ത്രൂ ദിസ് പോർഷൻ ആണെങ്കിൽ ഇതിനെ നമ്മൾ റീനൽ ആർട്ടറി എന്ന് പറയും. റീനൽ ആർട്ടറിയിൽ കൂടിയാണ് എന്ത് ചെയ്യേണ്ടത്? ഫിൽറ്ററേഷന് വേണ്ടിയിട്ടുള്ള ഫിൽറ്ററേഷൻ ചെയ്യേണ്ട ഫിൽറ്ററേഷൻ ബ്ലഡ് എൻഡേഴ്സ്. ഓക്കെ, ഫിൽറ്ററേഷൻ ബ്ലഡ് എൻഡർ ചെയ്യുന്നത് നമ്മുടെ റീനൽ ആർട്ടറി വഴിയായിട്ടാണ്. ഓക്കെ, ഹോപ്പ് യു ഗൈസ് ഗോട്ട് എൻ ഐഡിയ. റീനൽ ആർട്ടറി വഴി നമുക്ക് എന്ത് ചെയ്തു? ബ്ലഡ് നമ്മളുടെ ഐദർ സൈഡ് ഓഫ് ദ കിഡ്നിയിലേക്കും എൻ്റർ ചെയ്യും. ഓക്കെ, ദ ഫിൽറ്ററേഷൻ ചെയ്യേണ്ട ബ്ലഡ് എന്ത് ചെയ്യും? എൻ്റർ ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ദാറ്റ് ആക്ച്വലി ഹാപ്പൻസ്. ഓക്കെ, ഇനി എന്ത് സംഭവിക്കും? നമ്മുടെ കിഡ്നിയിൽ വെച്ചിട്ട് ആക്ച്വൽ ഫിൽറ്ററേഷൻ ഒക്കേഴ്സ്. ഓക്കെ, ഇവിടെ വെച്ച് ഫിൽറ്ററേഷൻ ഒക്കർ ചെയ്യുക. ഓക്കെ, അങ്ങനെ ഫിൽറ്ററേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ദ ഫിൽറ്ററേഷൻ യു ക്യാൻ സീ നമ്മളുടെ റീനൽ വെയിൻ. ദീസ് ആർ ദ റീനൽ വെയിൻസ്. ഓക്കെ, റീനൽ വെയിൻസ് വഴി നമ്മളുടെ ആ ഒരു കളർ ക്ലിയർ ആയിട്ട് കാണുന്നില്ലെങ്കിൽ റീനൽ വെയിൻ വഴി നമ്മുടെ ഫിൽറ്റേർഡ് ബ്ലഡ് മൂവ്സ് ഔട്ട്. ഫിൽറ്റേർഡ് ബ്ലഡ് ഔട്ടിലേക്ക് നമ്മളുടെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് പോകും. ഓക്കെ, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് പോകും. ദിസ് ഈസ് വാട്ട് ആക്ച്വലി ഹാപ്പൻസ്. ക്ലിയർ ആണോ? ആ ഒരു എഴുതിയത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് നമ്മളുടെ റീനൽ വെയിൻ. ഓക്കെ, റീനൽ വെയിൻ വഴി ഫിൽറ്റേർഡ് ബ്ലഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് റിലീസ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ആക്ച്വലി ഹാപ്പൻസ്. ഫിൽറ്റേർഡ് ബ്ലഡ് ഇങ്ങനെ പോവുക ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ആക്ച്വലി ഹാപ്പൻസ്. ഓക്കെ, സോ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ദിസ് നിങ്ങൾക്ക് ഇവിടെ കാണാം, ദ പെയർ ഓഫ് കിഡ്നീസ് കാണാം. ഇതാണ് നമ്മുടെ കിഡ്നി. ഓക്കെ, കിഡ്നിയിലേക്ക് ബ്ലഡ് വരുന്നത് ഇങ്ങനെയാണ്. സോ ദാറ്റ് ഈസ് മേജർലി ദ റീനൽ ആർട്ടറി. ഓക്കെ, ഇവിടെ റൈറ്റ് റീനൽ ആർട്ടറി ഉണ്ട്. രണ്ടും നമ്മൾ പറയുന്നുണ്ട്. റീനൽ ആർട്ടറി എന്നാണ് കോമൺലി പറയുന്നത്. റൈറ്റ് റീനൽ ആർട്ടറി, ഇത് ലെഫ്റ്റ് റീനൽ ആർട്ടറി. ഓക്കെ, അങ്ങനെ റീനൽ ആർട്ടറി ഉണ്ട്. പിന്നെന്താണ്? നമുക്ക് എന്താ ഫിൽട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ദ ബ്ലഡ് വിൽ പാസ് ത്രൂ ദിസ് ബ്ലൂ വൺ. ഓക്കെ, സോ ദാറ്റ് ഇസ് എ റൈറ്റ് റീനൽ വെയിൻ. വെയിനിലൂടെ നമുക്ക് പാസ് ചെയ്യും. ഇതേപോലെ ഇപ്പുറത്തെ കിഡ്നിയിലും നമുക്ക് നടക്കുന്നുണ്ട്. ഇത് കണ്ടോ? നമ്മളുടെ എന്താണ്? ദ ബ്ലഡ് ഇങ്ങോട്ടേക്കും പോകുന്നുണ്ട്. ഇവിടെയും ഫിൽട്രേഷൻ പോസിബിൾ ആവുന്നുണ്ട്. ആഫ്റ്റർ ഫിൽട്രേഷൻ ദ ബ്ലഡ് ഈസ് പാസിങ് ത്രൂ ദിസ് വൺ ആൻഡ് ഗോയിങ് ത്രൂ ദിസ്. സോ ദ ലെഫ്റ്റ് റീനൽ വെയിനിലൂടെ അതെന്ത് ചെയ്യും? പുറത്തേക്ക് ഔട്ടിലേക്ക് പോകും. ഓക്കെ അല്ലേ? ആൻഡ് ആഫ്റ്റർ ദ ഫിൽട്രേഷൻ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ദ ഫിൽറ്റേർഡ് ആയിട്ടുള്ള വേസ്റ്റ്. ഓക്കെ, ദ ഫിൽറ്റേർഡ് ബ്ലഡ് നമുക്ക് പോയി. ദ ഫിൽറ്റേർഡ് ബ്ലഡ് കമ്മിങ് ഇൻ. ഓക്കെ, ഫിൽറ്ററേഷൻ ബ്ലഡ് ഇൻ ചെയ്യുന്ന പോർഷനാണ് ഇത്, റെഡ് കളർ. ഓക്കെ, ബ്ലൂ കളറിൽ നിങ്ങൾ കാണുന്നത്, ഈ ബ്ലൂ കളറിൽ കൂടെ എന്താണ്? ഫിൽറ്റേർഡ് ബ്ലഡ് ഗോയിങ് ഔട്ടാണ്. ഫിൽറ്റേർഡ് ബ്ലഡ് ഗോസ് ഔട്ട്. ഓക്കെ,
ഔട്ട് എന്ന് പറയുന്നത് നമ്മൾ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി ഹാപ്പനിങ്. ഓക്കെ, ഇനി നമ്മളുടെ ആഫ്റ്റർ ദ ഫിൽട്രേഷൻ കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കുറച്ച് വേസ്റ്റുകൾ കിട്ടും. ദാറ്റ് ഈസ് പാസിങ് ത്രൂ ദ യൂറീറ്ററിലൂടെ പാസ് ചെയ്ത് അത് യൂറിനറി ബ്ലാഡറിൽ എത്തുക ചെയ്യുക. ഓക്കെ, ദിസ് വൺ ഇസ് ദ യൂറിനറി ബ്ലാഡറിലൂടെ അത് എന്ത് ചെയ്യും? ഔട്ട്, നമ്മുടെ എന്താ യൂറീത്രയിലൂടെ അത് പോകും. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി ഹാപ്പനിങ്. ഓക്കെ അല്ലേ? സോ നിങ്ങൾ പാർട്സ് ഓഫ് ദ കിഡ്നി നോക്കി വെക്കണം. ഓക്കെ അല്ലേ? സോ ദിസ് ഈസ് ദ പെർട്ടിക്കുലർ ആയിട്ടുള്ള കിഡ്നി. ഈ കിഡ്നി നോക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ദിസ് കിഡ്നിയിൽ ഫിൽട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ ഫിൽറ്റേർഡ് യൂറിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസസ് എങ്ങോട്ടേക്കാണ് പാസ് ചെയ്യുക? നമ്മുടെ ഈ ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് ആസ് യൂറീറ്റർ എന്ന ഒരു പെർട്ടിക്കുലർ ട്യൂബിലേക്ക് പാസ് ചെയ്യും. എന്നിട്ട് അത് യൂറിനറി ബ്ലാഡറിലെത്തും. യൂറിനറി ബ്ലാഡർ ടു യൂറീത്രയിലേക്കാണ് അത് പാസ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് വാട്ട് ആക്ച്വലി ഹാപ്പൻസ്. യൂറീത്രയിലൂടെ പാസ് ചെയ്യും. ഓക്കെ അല്ലേ? സോ ദ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ഉള്ളത്? വി നോർമലി ഹാവ് കിഡ്നീസ് ദർ. ഓക്കെ, ഇതാണ് നമ്മുടെ കിഡ്നി. ഓക്കെ, കിഡ്നി നോർമലി ഫിൽട്ടർ ബ്ലഡ് ആൻഡ് റിമൂവ് ദ നൈട്രോജീനിയസ് വേസ്റ്റ്. ഏതൊക്കെയാണ് നമ്മുടെ നൈട്രോജീനിയസ് വേസ്റ്റ് വരുന്നത്? അമോണിയനെ നമ്മൾ യൂറിയനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ഓർഗാനിസത്തിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ആയിരിക്കും ഉണ്ടാവുക. അമോണിയ ഉണ്ടാവും, യൂറിയ ഉണ്ടാവും, യൂറിക് ആസിഡ്സ് ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇനി ആ ഒരു ഫിൽറ്റേർഡ് ആയിട്ടുള്ള നൈട്രോജീനിയസ് വേസ്റ്റ് ഇസ് പാസിങ് ത്രൂ ദ എങ്ങോട്ടേക്കാണ്? യൂറീറ്ററിലേക്കാണ് പാസ് ചെയ്യുക. യൂറീറ്റർ ആർ ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് വിച്ച് ഇസ് കണക്റ്റഡ് ഫ്രം ദ കിഡ്നി. ഇതാണ് നമ്മുടെ യൂറീറ്റർ. ഓക്കെ, യൂറീറ്ററിൽ കൂടെ എന്ത് ചെയ്യും? നമ്മുടെ യൂറിനറി ബ്ലാഡറിലേക്ക് എത്തും. ഫ്രം ദ യൂറീറ്റർ ടു ദ യൂറിനറി ബ്ലാഡർ നമുക്ക് കുറച്ച് നേരം നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ടെമ്പററി ആയിട്ട് നമുക്ക് വാട്ടർ, നമ്മുടെ യൂറിൻ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ആഫ്റ്റർ ദിസ് നമ്മുടെ യൂറിനറി ബ്ലാഡറിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇജക്ഷൻ നമുക്ക് എന്താണ് ഒരു ഫീലിംഗ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു പെർട്ടിക്കുലർ യൂറിനെ നമ്മൾ എമിറ്റ് ഔട്ട് ചെയ്യും. ഓക്കെ, ത്രൂ ദ യൂറീത്ര വഴിയായിട്ട് നമ്മൾ ഇറ്റ് ഇസ് ബീൻ എക്സ്പെല്ലിംഗ് ഔട്ട് ഓഫ് ബോഡിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. സോ ദിസ് ഇസ് ആക്ച്വലി ഹാപ്പനിങ് ദർ. ഓക്കെ അല്ലേ? സോ ഇനി ഇതാണ് നമ്മുടെ മേജർ പ്രോസസ് ഹാപ്പൻ ചെയ്യുന്നത്. സോ ഹൗ ഡസ് ദ ബ്ലഡ് ഇസ് നോർമലി ഫിൽറ്ററിങ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കിഡ്നിയുടെ സ്ട്രക്ചർ നമ്മൾ നോക്കണം. ഓക്കെ അല്ലേ? സോ മിസ് ഒന്ന് കിഡ്നിയുടെ സ്ട്രക്ചർ പറഞ്ഞുതരാം. ഓക്കെ, അനാറ്റമി ഓഫ് ദ കിഡ്നി ഒന്ന് ആദ്യം മിസ് വരയ്ക്കാം. സോ ദിസ് ഇസ് പെർട്ടിക്കുലർലി നമ്മുടെ എന്താണ്? കിഡ്നി എന്ന് പറയുന്ന ആൾ. ഓക്കെ, നമ്മുടെ കിഡ്നി അത്ര ഭംഗിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ഭംഗിയാണുള്ളത്. ഓക്കെ, സോ ദിസ് ഇസ് ദ കിഡ്നി ഓഫ് മൈൻ. ഓക്കെ, എൻ്റെ ഒരു ഡയഗ്രമാറ്റിക് കിഡ്നിയാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കിഡ്നിയുടെ സ്ട്രക്ചർ എന്ന് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ. ഓക്കെ, അത് പോയി. ഓക്കെ, സോ കിഡ്നിയുടെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാം? രണ്ട് പാർട്സ് കാണാം. റീനൽ കോർട്ടെക്സും കാണാം, മെഡുലയും കാണാം. റീനൽ കോർട്ടെക്സ്, റീനൽ മെഡുല. ഓക്കെ, അതെന്ന് പറയുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചേഴ്സ് കാണാം. മെഡുലറി സ്ട്രക്ചേഴ്സ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, പിരമിഡ് പോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നവരാണ് മെഡുലറി പിരമിഡ്സ് എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, സോ പുറമേ നിങ്ങൾ കാണുന്ന ഔട്ടറായിട്ട് നിങ്ങൾ കാണുന്ന പോർഷനെയാണ്, നിങ്ങൾ ഇവിടെ കാണുന്ന പോർഷനെയാണ് വി കോൾ ദം ആസ് റീനൽ കോർട്ടെക്സ്. ഇവിടെ നിങ്ങൾ കാണുന്ന ഈ പോർഷനാണ് റീനൽ കോർട്ടെക്സ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലുള്ള ഈ പിരമിഡ് ലൈക്ക് സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? റീനൽ മെഡുല. ഓക്കെ, റീനൽ കോർട്ടെക്സും റീനൽ മെഡുലയും നിങ്ങൾക്ക് ഇങ്ങനെ വ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ഈ ഒരു പോർഷനെ നമ്മൾ റീനൽ പെൽവിസ് എന്ന് വിളിക്കും. റീനൽ പെൽവിസ് എന്നാണ് അത് എങ്ങോട്ടേക്ക് പോവുക? നമ്മുടെ യൂറീറ്ററിലേക്ക് പോവുക. ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് യൂറീറ്റർ. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കണം. പിന്നെ റീനൽ കാലിക്സ് ഉണ്ട്. റീനൽ കാലിക്സ് ജോയിൻ ചെയ്താണ് റീനൽ പെൽവസിലേക്ക് പോകുന്നത്. ഓക്കെ അല്ലേ? സോ ഈ ഒരു കാര്യം ജസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഐഡിയ ആണ്. ഓക്കെ, ഇനി നമ്മുടെ ബ്ലഡ് എൻ്റർ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ദ ബ്ലഡ് എൻ്റേഴ്സ് ത്രൂ ദ കിഡ്നിയിലേക്ക് എൻ്റർ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ത്രൂ ദ ഇങ്ങനൊരു പെർട്ടിക്കുലർ വാൽവ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേരായിരുന്നു നമ്മൾ പറഞ്ഞത് റീനൽ ആർട്ടറി. ഓക്കെ, റീനൽ ആർട്ടറി വഴിയായിട്ടാണ് നമ്മളുടെ എന്താണ് വേസ്റ്റ് ബ്ലഡ് ഫിൽട്ടർ ചെയ്യാനുള്ള ബ്ലഡുകൾ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ത്രൂ ദിസ് നമ്മൾക്ക് എന്ത് വരും? ഫിൽട്രേഷൻ ചെയ്യേണ്ട ബ്ലഡ് എൻ്റേഴ്സ് ഇൻ ടു ദ കിഡ്നി. ഓക്കെ, കിഡ്നീൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യും, ഫിൽട്രേഷൻ നടക്കും. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് നമുക്ക് എന്താണ്? നമ്മുടെ ഫിൽട്ടേർഡ് ബ്ലഡ് ഗോസ് ഔട്ട് അല്ലേ? ഫിൽട്ടേർഡ് ബ്ലഡ് പോകുന്നത് ത്രൂ ദ റീനൽ വെയിനാണ്. ഓക്കെ, റീനൽ വെയിനിലൂടെ പുറത്തേക്ക് പോകും. ഓക്കെ അല്ലേ? സോ ദ ഫിൽട്ടേർഡ് ബ്ലഡ് എന്ത് ചെയ്യും? ഇങ്ങനെ പുറത്തേക്ക് പോകും. ഓക്കെ, ആഫ്റ്റർ ദാറ്റ്, ആഫ്റ്റർ ഫിൽട്രേഷൻ യു വിൽ ഗെറ്റ് സം
സോർട്ട് ഓഫ് എന്താണ് വേസ്റ്റുകളെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ദിസ് വേസ്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദിസ് വേസ്റ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, റീനൽ പെൽവിസ് ആണ് അതിനെ കണക്ട് ചെയ്യുക. റീനൽ പെൽവിസ് അതിനെ കളക്ട് ചെയ്യും, ഫ്രം ദ കളക്ടിങ് ഡക്ട് നിന്ന് കളക്ട് ചെയ്തിട്ട് ഇതാണ് നമ്മളുടെ എന്താണ് യൂറിൻ എന്താണ് ഫൈനൽ ഫിൽട്രേറ്റ്. ഫൈനൽ ഫിൽട്രേറ്റ് പാസസ് ത്രൂ ദ യൂറീറ്റർ. അതാണ് നമ്മളുടെ എന്താവുക, യൂറിൻ ആവുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ പെർട്ടിക്കുലർ യൂറിൻ ദർ. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ആക്ച്വലി ഹാപ്പൻസ്. അപ്പം ഇവിടെയാണ് ഫിൽട്രേഷൻ നടക്കുന്നത്. സോ ഫിൽട്രേഷൻ നടക്കണമെങ്കിൽ നമ്മുടെ കിഡ്നിയിൽ ആര് വേണം? വാട്ട് ഈസ് എ മേജർ ഫിൽട്ടറിങ് യൂണിറ്റ് ഇൻ ആ കിഡ്നി? നമ്മളിപ്പോൾ പറഞ്ഞ ഈ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ നമുക്ക് മില്യൺസ് ഓഫ് ഒരാളെ കാണാൻ പറ്റും. ഏതാണ് ആ മില്യൺസ് ഓഫ് ആൾക്കാർ? ഏതാണ് അതിൻ്റെ ഉള്ളിലുള്ള മില്യൺസ് ഓഫ് ആൾക്കാർ? ദാറ്റ് ഈസ് നമ്മുടെ എന്താണ്, കറക്റ്റ്, നമ്മുടെ എന്താണ് നെഫ്രോൺസ് ആണ്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, മില്യൺസ് ഓഫ് നെഫ്രോൺസുകളെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഹിയർ വി ക്യാൻ സീ, കിഡ്നിയിൽ നമുക്ക് എന്ത് കാണാം, നെഫ്രോൺസിനെ കാണാം. ഓക്കെ, നെഫ്രോൺസ്. ഓക്കെ, പെർട്ടിക്കുലർലി നമുക്ക് മില്യൺസ് ഓഫ് നെഫ്രോൺസ് കാണാം. ഒരു കിഡ്നി മതി ഒരാൾക്ക് ജീവിക്കാൻ എന്നാണ് പറയാറ്. ഓക്കെ, നമ്മുടെ ഈ ഒരു കിഡ്നിയിൽ തന്നെ നമുക്ക് മില്യൺസ് ഓഫ് നെഫ്രോൺസ് ഉണ്ട്. അപ്പം നമ്മുടെ റീനൽ ആർട്ടറി എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് ഇങ്ങനെ ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്നുണ്ട്. റീനൽ ആർട്ടറി ഇങ്ങനെ ബ്രാഞ്ച് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ നെഫ്രോൺസിലേക്കും ഇങ്ങനെ കണക്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, സോ റീനൽ ആർട്ടറി നോർമലി ബ്രാഞ്ചസ് ഔട്ട് ആൻഡ് കണക്റ്റഡ് ടു ഈച്ച് നെഫ്രോൺസ്. അപ്പോൾ നമുക്ക് നെഫ്രോണിൽ എങ്ങനെയാണ് ഫിൽട്രേഷൻ നടക്കുന്നതെന്ന് നോക്കാം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ ഇതുവരെ? ഇനി നമുക്ക് നെഫ്രോണിൽ എങ്ങനെയാണ് ഫിൽട്രേഷൻ പോസിബിൾ ആവുന്നതെന്ന് നോക്കാം. സോ ഹ്യൂമൻസ് ഹാവ് 2 കിഡ്നീസ് located on the either side of the backbone, നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഇടയിൽ. ഓക്കെ, ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ കിഡ്നി ഈസ് എന്താണ്, നെഫ്രോൺ ആണ്. അപ്പോൾ ആ നെഫ്രോൺ എവിടെയാണ് ഇപ്പോൾ കാണുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കിഡ്നിയിലെ സ്ട്രക്ചർ മിസ് വരച്ചപ്പം അതിലെവിടെയാണ് മിസ് നെഫ്രോണിനെ മാർക്ക് ചെയ്തത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ബിറ്റ്വീൻ ദ കോർട്ടെക്സ് ആൻഡ് ദ മെഡുല. ഓക്കെ, കോർട്ടെക്സിൻ്റെ മെഡുലേൻ്റെ പോർഷൻസിൻ്റെ ഇടയിൽ നമുക്ക് മില്യൺസ് ഓഫ് നെഫ്രോൺസ് കാണുന്നുണ്ട്. അപ്പം ഓരോ റീനൽ ആർട്ടറിയും എങ്ങോട്ടേക്ക് കണക്റ്റഡാണ്, നമ്മുടെ നെഫ്രോൺസിലേക്ക് കണക്റ്റഡാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഹൗ ദ പെർട്ടിക്കുലർ എന്താണ് ഫിൽട്രേഷൻ ഹാപ്പൻ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഈച്ച് കിഡ്നി ഹാസ് 1 മില്യൺ നെഫ്രോൺസ് ഉണ്ട്. 1 മില്യൺ നെഫ്രോൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ, 1 മില്യൺ മതി നമുക്ക് ജീവിക്കാൻ. മറ്റേത് നമുക്കൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടി കൊടുത്തതാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം വാട്ട് ഈസ് എ നെഫ്രോൺ. ഒരു നെഫ്രോണിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയോ ഒരു നെഫ്രോണിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന്? ഓക്കെ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കപ്പ് ലൈക്ക് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ഉണ്ട്. ഇതിനെ നമ്മൾ ബോമാൻസ് ക്യാപ്സ്യൂൾ എന്നാണ് വിളിക്കുക. ഓക്കെ, ദിസ് ഈസ് എ പെർട്ടിക്കുലർ ബോമാൻസ് ക്യാപ്സ്യൂൾ. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് എങ്ങോട്ടേക്കാണ് പാസ് ചെയ്യുന്നതെന്ന് അറിയോ? നമുക്കൊരു ട്യൂബുലാർ സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, ദിസ് ട്യൂബുലാർ സ്ട്രക്ചർ ഈസ് കോൾഡ് ആസ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ഇനി ഈ ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് ഇനി അങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ദിസ് ട്യൂബുലാർ സ്ട്രക്ചർ ആക്ച്വലി പാസസ്, ഓക്കെ, ആൻഡ് എൻഡേഴ്സ് ലൈക്ക് എന്താണ്, ഇങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഒരു നെഫ്രോൺ. ഒരു നെഫ്രോണിൻ്റെ സ്ട്രക്ചറാണ് ഇപ്പോൾ ഇവിടെ മിസ് വരച്ചിട്ടുള്ളത്. ഓക്കെ, ഈ നെഫ്രോണിൻ്റെ സ്ട്രക്ചറിനുള്ളിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? ഓക്കെ, ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാം. ഓക്കെ, സോ ദിസ് ഈസ് ദ ആക്ച്വൽ സ്ട്രക്ചർ. ഒരു നെഫ്രോണിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സ്ട്രക്ചർ ഓഫ് എ നെഫ്രോൺ. ഓക്കെ അല്ലേ, നെഫ്രോണിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇത്. നമ്മൾക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് സ്ട്രക്ചർ ഓഫ് നെഫ്രോൺ നോക്കാം. ഓക്കെ അല്ലേ, സോ വെൻ യു ലുക്ക് ഇൻ ടു ദ സ്ട്രക്ചർ ഓഫ് നെഫ്രോൺ, ഇതാണ് നമ്മൾ സ്ട്രക്ചർ പറയുന്നത്. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്, നമ്മളുടെ ബോമാൻസ് ക്യാപ്സ്യൂളിലാണ്. ഓക്കെ, സോ നമ്മളിത് പറയുന്നത് ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ പറയുന്നത് ബോമാൻസ് ക്യാപ്സ്യൂൾ എന്നാണ്. ബോമാൻസ് ക്യാപ്സ്യൂൾ. ഓക്കെ, ബോമാൻസ് ക്യാപ്സ്യൂളിലുള്ള നിങ്ങൾ ഈ റെഡ് കളറായിട്ടൊരു സാധനം കാണുന്നുണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ ഗ്ലോമെറുലസ് ആണ് കാണുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് നിങ്ങൾ കോയിൽ ചെയ്ത് ഇവിടെ കാണുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുക, PCT എന്ന് പറയുക, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഓക്കെ, ഫസ്റ്റ് കൺവല്യൂഷൻ കാണുന്ന ആളിനെയാണ് നമ്മൾ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാം, ലൂപ്പ് ഓഫ് ഹെൻലി കാണാം. ലൂപ്പ് ഓഫ് ഹെൻലി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൻലീസ് ലൂപ്പ് എന്ന് വിളിക്കാം. ഓക്കെ, ഹെൻലീസ് ലൂപ്പ് എന്നും കൂടെ വിളിക്കാം. ഓക്കെ, ലൂപ്പ് ഓഫ് ഹെൻലി എന്ന് വിളിക്കാം. ഓക്കെ, ലൂപ്പ് ഓഫ് ഹെൻലി അസെൻഡിങ്ങും ഉണ്ട് ഡിസെൻഡിങ് പോർഷൻസും ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ഒരു ഏരിയ കാണുന്നുണ്ട്. ദാറ്റ് ഈസ് DCT, ദാറ്റ് ഈസ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ.
Okay, and finally this one enters into the collecting duct. Okay, ഇത് collecting ductലെത്തും. Okay, several nephrons connect ചെയ്യുന്ന പോർഷൻസ് ആണ് ഈ collecting duct. Okay, ഈ collecting duct എന്ന് അത് നേരെ പോകുന്നത് നമ്മളുടെ റീനൽ പെൽവിസിലേക്കാണ്. എവിടെയായിരുന്നു നമ്മുടെ ലീനസ് പെൽവിസ് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഓക്കെ, റീനൽ പെൽവിസിലെത്തും. ഓക്കെ അല്ലേ? സോ ദിസ് ഈസ് ദ മേജർ പോർഷൻസ് ഓഫ് എ നെഫ്രോൺ. നെഫ്രോണിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ മിസ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു റീനൽ ആർട്ടറി വഴിയായിട്ടാണ് ദ ബ്ലഡ് വിൽ എൻ്റർ ഇൻ ടു ദ കിഡ്നി എന്ന് മിസ് പറഞ്ഞു. ഓക്കെ, സോ ദ റീനൽ ആർട്ടറി നോർമലി ബ്രാഞ്ചസ് ഔട്ട്. ഓക്കെ, നമ്മുടെ ഇവിടെയായിരുന്നു നമ്മുടെ റീനൽ ആർട്ടറി ഉണ്ടായിരുന്നത്. ദ റീനൽ ആർട്ടറി നോർമലി ബ്രാഞ്ചസ് ഔട്ട് ആൻഡ് കണക്ട്സ് ടു ദിസ് പെർട്ടിക്കുലർ വൺ. ഓക്കെ, ഇവനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? റീനൽ ആർട്ടറി. റീനൽ ആർട്ടറി വഴിയായിട്ടായിരുന്നു നമ്മളുടെ എന്ത് ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നത്? എന്താണ്? അൺഫിൽറ്റേർഡ്. ഓക്കെ, അൺഫിൽറ്റേർഡ് നമുക്ക് എഴുതാം കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട്. അൺഫിൽറ്റേർഡ് ബ്ലഡ് എൻ്റർ ചെയ്തത്. അൺഫിൽറ്റേർഡ് ബ്ലഡ് എൻ്റേഴ്സ് ത്രൂ ദിസ് റീനൽ ആർട്ടറിയാണ്. ഓക്കെ, അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള ബ്ലഡ് എന്ത് ചെയ്തു? നമ്മുടെ റീനൽ ആർട്ടറി വഴി പാസ് ചെയ്തു. ആൻഡ് ഇറ്റ് ബ്രാഞ്ചസ് ഔട്ട് ചെയ്തിട്ട് അവർ എങ്ങോട്ടേക്ക് കയറിയ? എഫറൻറ്റ് ആർട്ടീരിയോൾ. ഈ ഒരു പെർട്ടിക്കുലർ ട്യൂബിനെ ഗ്ലോമറുലസിൻ്റെ ഉള്ളിൽ നമ്മൾ ബ്ലഡ് റിസീവ് ചെയ്യുന്ന അൺഫിൽറ്റേർഡ് ബ്ലഡ് റിസീവ് ചെയ്യുന്ന ഈ പോർഷനെ നമ്മൾ എഫറൻറ്റ് ആർട്ടീരിയോൾ എന്നാണ് വിളിക്കുക. ആർട്ടീരിയോൾ. ഓക്കെ, എഫറൻറ്റ് ആർട്ടീരിയോൾ എന്നാണ് വിളിക്കുക. ഓക്കെ, എഫറൻറ്റ് ആർട്ടീരിയോളിൽ കൂടിയിട്ടാണ് അത് ബ്രാഞ്ചിങ് ചെയ്തിട്ട് ഗ്ലോമറുലസിൻ്റെ ഉള്ളിൽ എത്തുന്നത്. ഓക്കെ, ദിസ് ഈസ് മോസ്റ്റ്ലി ഹൈ, കുറച്ചുകൂടെ തിക്കായിരിക്കും. കാരണം നിങ്ങൾക്കറിയാം ആർട്ടറി എന്ന് പറയുന്ന ഒരു ഭാഗം ഹൈലി ബ്ലഡ് പാസ് ചെയ്യുന്ന ഭാഗമാണ്. ഓക്കെ, വെയിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ എന്താണ് ആർട്ടറിയിലൂടെ ഹൈ ബ്ലഡ് പ്രഷറിലൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുക. അപ്പം അത് ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്ന സമയത്തേക്ക് വരുന്ന സമയത്ത് അവിടെയും ഹൈ ബ്ലഡ് പ്രഷർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എഫറൻറ്റ് ആർട്ടീരിയോൾ എന്ന് പറയുന്നത് കുറച്ചും കൂടെ വൈഡ് ആയിരിക്കും. ഓക്കെ, കുറച്ചും കൂടെ എന്തായിരിക്കും? കുറച്ചും കൂടെ തിക്കായിരിക്കും, വൈഡ് ആയിരിക്കും. സോ അതെന്തായിരിക്കും? ഈ എഫറൻറ്റ് ആർട്ടീരിയോൾ കുറച്ചും കൂടെ വിഡ്ത്ത് കൂടുതലായിരിക്കും. ഓക്കെ, അവരിലൂടെ പാസ് ചെയ്യുന്ന ബ്ലഡിൻ്റെ എമൗണ്ട് ഭയങ്കര ഹ്യൂജ് ആയിരിക്കും. സോ ദിസ് ഹാസ് ഇവിടെ ഹൈ ബ്ലഡ് പ്രഷറിലായിരിക്കും ബ്ലഡ് പാസ് ചെയ്യുന്നുണ്ടാവുക. എഫറൻറ്റ് ആർട്ടീരിയോളിലൂടെ ഹൈ ബ്ലഡ് പ്രഷറിലായിരിക്കും പാസ് ചെയ്യുന്നത്. സോ അതിന് കുറച്ചും കൂടെ എന്തായിരിക്കും? തിക്നെസ്സും അതേപോലെ തന്നെ ഇറ്റ് ഈസ് കുറച്ചുകൂടെ ലാർജർ ആയിരിക്കും. ഓക്കെ, ദിസ് പെർട്ടിക്കുലർ വാൽവ്സ് കുറച്ചുകൂടെ ലാർജർ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ ആഫ്റ്റർ ഫിൽട്രേഷൻ, ഇതിലൂടെ ഇങ്ങനെ ഫിൽട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇതിലൂടെ ഇങ്ങനെ ഫിൽട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ദ ഫിൽറ്റേർഡ് ബ്ലഡ് ഇല്ലേ, ഫിൽറ്റേർഡ് ബ്ലഡ് വിൽ പാസ് ത്രൂ ഈ ഒരു ഭാഗത്തിനെ നമ്മൾ ഇഫറൻറ്റ് ആർട്ടീരിയോൾ എന്നാണ് വിളിക്കുക. ഇഫറൻറ്റ് ആർട്ടീരിയോൾ. ഓക്കെ, ഇഫറൻറ്റ് ആർട്ടീരിയോൾ വഴിയായിട്ടാണ് പാസ് ചെയ്യുക. ഓക്കെ, ഇഫറൻറ്റ് ആർട്ടീരിയോൾ ആണ് ഇനി എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത്? ഇഫറൻറ്റ് ആർട്ടീരിയോൾ ആണ് നമ്മളുടെ എങ്ങോട്ടേക്ക് വിടുന്നത്? നമ്മളുടെ റീനൽ വെയിനിലേക്ക് പോകുന്നത്. റീനൽ വെയിനിലേക്ക് ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദേ ആർ നോർമലി കണക്റ്റഡ് ടു ദിസ് എന്താണ്? റീനൽ വെയിൻ. ഈ റീനൽ വെയിൻ ഇങ്ങനെയല്ലേ ഉണ്ടാവുക? ഇതിൽ കൂടെ പാസ് ചെയ്യും. റീനൽ വെയിൻ നോർമലി പാസസ് ത്രൂ ദിസ് പോർഷൻ. നമ്മുടെ നെഫ്രോണിൻ്റെ ഇടയിൽ കൂടെ അത് പാസ് ചെയ്യും. ഓക്കെ, ആ ബ്ലഡ് വെസൽസ് പാസ് ചെയ്യാറുണ്ട്. മിസ് അവിടെ കാണിച്ചു എന്നേ ഉള്ളൂ. ശരിക്കും നമുക്ക് ഇവിടെ വരച്ചാൽ മതിയായിരുന്നു. ഓക്കെ, അത് വേണമെങ്കിൽ മിസ് ഇങ്ങനെ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇതിങ്ങനെ പാസ് ചെയ്തിട്ട് ആക്ച്വലി ദിസ് വൺ വിൽ പാസ് ത്രൂ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ പാസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഇങ്ങനെ പാസ് ചെയ്തിട്ട് നമ്മുടെ റീനൽ വെയിനിലേക്കാണ് പോവുക. ഓക്കെ, റീനൽ വെയിനിലേക്കൂടെ പോകും. സോ റീനൽ വെയിനിലൂടെ എന്താ വരിക? നമ്മുടെ ഫിൽറ്റേർഡ് ബ്ലഡ് ആയിരിക്കും പാസ് ചെയ്യുക. ഫിൽറ്റേർഡ് ആയിട്ടുള്ള ബ്ലഡ് പാസ് ചെയ്യും. ഫിൽറ്റേർഡ് ബ്ലഡ് പാസ് ചെയ്യുന്ന പ്രോസസ്സാണ് റീനൽ വെയിനിലൂടെ. ഓക്കെ, റീനൽ വെയിനിലൂടെ ഫിൽറ്റേർഡ് ബ്ലഡുകൾ പാസ് ചെയ്യും. അതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ഇപ്പോൾ ഇവിടെ മിസ് കാണിച്ചത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ അല്ലേ? സോ ഇത്രയുമാണ് പാർട്സും. ഇങ്ങനെയാണ് നമ്മളുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഹൗ ഡസ് ദിസ് പ്രോസസ്സ് ആക്ച്വലി ഹാപ്പൻസ് എന്ന് മിസ് പറയാം. ഓക്കെ, സോ ജസ്റ്റ് റിവൈവ് ചെയ്ത് പറഞ്ഞുതരാം. സോ നമുക്കറിയാം റീനൽ ആർട്ടറി വഴി ഹൈ ബ്ലഡ് പ്രഷറിൽ നമ്മുടെ അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള ബ്ലഡ് വരിക. ഓക്കെ, അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള ബ്ലഡ് ഐ വിൽ ഷോ യു 1 minute. ഓക്കെ, ഹൈ ബ്ലഡ് പ്രഷറിൽ നമ്മളുടെ എന്താണ് ഇതിലൂടെ നമ്മളുടെ റീനൽ ആർട്ടറി വഴിയായിട്ട് നമ്മുടെ ബ്ലഡ് ഇങ്ങനെ പാസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇറ്റ് പാസസ് ആൻഡ് എൻറ്റേഴ്സ് ഇൻ ടു ദ എഫറൻറ്റ് ആർട്ടീരിയോൾ. ഒരു നെഫ്രോണിൻ്റെ ഉള്ളിലേക്ക് അത് എൻ്റർ ചെയ്തു. ഓക്കെ, എഫറൻറ്റ് ആർട്ടീരിയോളിലേക്ക് അവർ എൻ്റർ ചെയ്യാം. ഓക്കെ, ഇനി അവർ എൻ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബോമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തുണ്ട്? ഗ്ലോമറുലസ് ഉണ്ട്.
ഈ ഗ്ലോമെറുലസ് കുറച്ചുകൂടി പോറസ് ആയിരിക്കും. ഓക്കെ, അവിടെ എന്താണ് പോറസ് ആയിരിക്കും. ആ ഒരു പോറസ് ആയിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ഹൈ ബ്ലഡ് പ്രഷറിൽ ബ്ലഡ് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഫിൽട്ടറേഷൻ ആക്ച്വലി ഹാപ്പൻസ് ദെയർ. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ചിട്ട് എന്ത് സംഭവിക്കും, ഫിൽട്ടറേഷൻ, അൾട്രാ ഫിൽട്രേഷൻ എന്ന ഫസ്റ്റ് പ്രോസസ്സ് നടക്കും. ഓക്കെ അല്ലേ? സോ അതിനെപ്പറ്റി ഡീറ്റെയിൽ നമുക്ക് പറയാം. അൾട്രാ ഫിൽട്രേഷൻ ഇവിടെ വെച്ച് നടക്കും. ഓക്കെ, അങ്ങനെ ഫിൽട്രേഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഗ്ലൂക്കോസ്, എമിനോ ആസിഡ്സ് പോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഒക്കെ ഇങ്ങോട്ടേക്ക് പാസ് ഔട്ട് ചെയ്യും. ഓക്കെ, അങ്ങോട്ട് പാസ് ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ആരൊക്കെ ഉണ്ട്, ഗ്ലൂക്കോസ് ഉണ്ടാവാം, എമിനോ ആസിഡ്സ് ഉണ്ടാവും. ബിക്കോസ് ഹൈ ബ്ലഡ് പ്രഷറിലാണ് ബ്ലഡ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ പോറസ് ആയിട്ടുള്ള ഒരു എൻവയറമെൻറ്റിലൂടെ ഗ്ലൂക്കോസ്, എമിനോ ആസിഡ്സ്, വിറ്റാമിൻസ്, മിനറൽസ് ഒക്കെ നമുക്ക് ഇങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇനീഷ്യൽ ഫിൽട്രേറ്റ് വിച്ച് ഇസ് ബീൻ നോർമലി ഗെറ്റിംഗ് ഹിയർ, ഈ ഒരു പെർട്ടിക്കുലർ പോർഷനിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇനീഷ്യൽ ഫിൽട്രേറ്റിൽ ഗ്ലൂക്കോസ് ഉണ്ടാവാം, എമിനോ ആസിഡ്സ് ഉണ്ടാവും, മേജർ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആൾക്കാരൊക്കെ ഉണ്ടാവാം. ഓക്കെ, സോ ദിസ് ഇസ് നോട്ട് ദ ആക്ച്വൽ, ഇതൊരു ആക്ച്വൽ ആയിട്ടുള്ള എന്തല്ല, ഒരു ഫിൽട്രേറ്റ് അല്ല, യൂറിൻ അല്ല. അതിനെ നമുക്ക് ഇനിയും റീഅബ്സോർബ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, സോ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടുള്ള എന്ത് ചെയ്യും, നമ്മുടെ ബ്ലഡ് എങ്ങോട്ട് പാസ് ചെയ്യും, ഇതിലൂടെ നമ്മുടെ ഇഫറൻറ്റ് ആർട്ടീരിയോൾസിലേക്ക് ഇങ്ങനെ പാസ് ചെയ്തിട്ട് ഇതിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യും. ഓക്കെ, ഈ ഒരു ആർട്ടീരിയോൾ മീനിങ് വെയിൻ, നമ്മുടെ ഇഫറൻറ്റ് ആർട്ടീരിയോൾസ് വഴി പോയിട്ട് അത് റീനൽ വെയിനിലേക്ക് എത്തുന്നത്. ഓക്കെ, സോ അത് ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള ആളെയാണ് നമ്മൾ എന്ത് പറയുക, ആഫ്റ്റർ ഫിൽട്രേഷനിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് ആളാണ് നമ്മളുടെ എന്താണ്, ഇനീഷ്യൽ ഫിൽട്രേറ്റ് എന്ന് പറയാം. ഓക്കെ, ദിസ് ഇനീഷ്യൽ ഫിൽട്രേറ്റിനെ നമ്മളിവിടെ അൾട്രാ ഫിൽട്രേഷൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നവ് യു ഗോട്ട് എ പെർട്ടിക്കുലർ ഫിൽട്രേറ്റ്, അതിനെ നമ്മൾ ഇനീഷ്യൽ ഫിൽട്രേറ്റ് എന്നാണ് പറയാം. ആൻഡ് ദിസ് ഇനീഷ്യൽ ഫിൽട്രേറ്റ് വിൽ ഫ്ലോ ത്രൂ നമ്മളുടെ ആരാണ്, ഈ PCTയിലൂടെ ഇങ്ങനെ പാസ് ചെയ്യും. PCT നിങ്ങൾക്കറിയാം എന്താണ് നമ്മുടെ PCT അല്ലേ? സോ ദ ഇനീഷ്യൽ ഫിൽട്രേറ്റ് PCTയിലൂടെ ഇങ്ങനെ പാസ് ചെയ്യും. ഓക്കെ, PCT എന്ന് പറയുന്ന ഭാഗത്താണ്, ഈ ഒരു ഭാഗത്താണ് നമ്മളുടെ റീഅബ്സോർപ്ഷൻ മാക്സിമം നടക്കുന്നത്. മാക്സിമം റീഅബ്സോർപ്ഷൻ ഇസ് പോസിബിൾ ഓൺ ദ PCT ബിക്കോസ് അവർ ഇങ്ങോട്ടേക്കൊന്നും കൊണ്ടുപോവില്ല. കാരണം നമ്മൾ ഗ്ലൂക്കോസ്, എമിനോ ആസിഡ്സ് മേജർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഇനീഷ്യൽ ഫിൽട്രേറ്റിലുണ്ട്. അപ്പോൾ ഇവിടുന്ന് തന്നെ നമ്മൾ വേഗം അബ്സോർബ് ചെയ്തെടുക്കണം. സോ ദ PCT ഇസ് ബീൻ ഹൈലി കോയിൽഡ് ആയിട്ട് കൊടുത്തേക്കുക, കാരണം വേഗം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗ്ലൂക്കോസും എമിനോ ആസിഡ്സ് പോലത്തെ ആൾക്കാർ ഇതിലൂടെ ഇനീഷ്യൽ ഫിൽട്രേറ്റിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഈ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസിലൂടെ വേഗം അവർക്കായിട്ടൊരു എപ്പിത്തീലിയം ഒക്കെ ഉണ്ട്. ഓക്കെ, ഓരോ ടിഷ്യൂ എപ്പിത്തീലിയംസ് ഉണ്ട്. ഈ എപ്പിത്തീലിയംസിൽ വെച്ചിട്ട് അവർ എന്ത് ചെയ്യും, അതിനെ അബ്സോർബ് ചെയ്യും. ഓക്കെ, സോ ഇത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലൂക്കോസ്, എമിനോ ആസിഡ്സ് പോലത്തെ ആൾക്കാർ അവിടെ അബ്സോർബ് ചെയ്തു. അങ്ങനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് നമ്മുടെ ഹെൻലീസ് ലൂപ്പിലേക്ക് പാസ് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ എന്ത് ചെയ്യും, ഹെൻലീസ് ലൂപ്പിലേക്കൊക്കെ പാസ് ചെയ്യും. എന്നിട്ട് ബാക്കി ഇങ്ങോട്ടേക്ക് പോകും, നമ്മുടെ DCTയിലേക്ക് പോകും. DCTയിൽ അബ്സോർപ്ഷനും പോസിബിളാണ്, സെക്രീഷനും പോസിബിളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യും, സെക്രീഷൻ നടക്കും. നമുക്ക് ബ്ലഡിൽ വേണ്ടാത്ത ഇനിയും എന്തെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ അബ്സോർബ് ചെയ്തിട്ട് നേരെ ഈ കാപ്പിലറീസിലേക്കാട്ടോ കൊടുത്തത്. ഓക്കെ, ഇത് അബ്സോർബ്ഡ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മൾ എങ്ങോട്ടേക്ക് കൊടുത്തത്, ഇതിൽ കൂടെ നമ്മളുടെ വെയിനുകൾ പാസ് ചെയ്യുന്നുണ്ട്, എഫറൻറ്റ് ആർട്ടീരിയോളിലെ വെയിൻ പാസ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടേക്ക് നമ്മൾ ന്യൂട്രിയൻസിനെ കൊടുക്കും. ഓക്കെ, ഫിൽറ്റേർഡ് ബ്ലഡിലേക്ക് നമ്മൾ കൊടുക്കും ന്യൂട്രിയൻസ്, ഗ്ലൂക്കോസ് ഉണ്ടോ, എമിനോ ആസിഡ്സ് ഉണ്ടോ, എല്ലാവരും ഇങ്ങനെ കൊടുക്കും. ഓക്കെ, എന്നിട്ട് ബാക്കി എന്ത് ചെയ്യും, ഇവിടേക്ക് നമ്മുടെ ബ്ലഡ് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് DCTയിലേക്കും. അപ്പോൾ DCTയിലേക്ക് എന്ത് ചെയ്യും, എന്തെങ്കിലും എക്സസ് ആയിട്ട് എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ടേക്ക് സെക്രീറ്റ് ചെയ്ത് കൊടുക്കാം. ബ്ലഡ് കാപ്പിലറീസ്, ആ ബ്ലൂ കളർ ബ്ലഡ് കാപ്പിലറിയാണ്, അവിടുന്ന് നേരെ എങ്ങോട്ടേക്ക് കൊടുക്കും, DCTയിലേക്ക് കൊടുക്കും. എന്നിട്ട് DCT വഴിയായിട്ട് നമ്മളുടെ എന്ത് ചെയ്യും, ഫൈനലായിട്ടുള്ള യൂറിൻ ഇങ്ങോട്ടേക്ക് കളക്റ്റിംഗ് ഡക്റ്റിലേക്ക് പാസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളുടെ നോർമലായിട്ട് യൂറിൻ നമുക്ക് ഉണ്ടാകുന്നത്. കളക്റ്റിംഗ് ഡക്റ്റിലെത്തും, കളക്റ്റിംഗ് ഡക്റ്റിൽ നിന്ന് റീനലിലേക്ക് നമ്മുടെ എന്ത് വരും, യൂറിൻ വരും. ഓക്കെ, യൂറിൻ ഇങ്ങനെയാണ് വരുന്നത്. ഹോപ്പ് യു ഗൈസ് ഗോട്ട് ആൻ ഐഡിയ. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ ദ ആക്ച്വൽ നെഫ്രോൺ നോർമലി ലുക്സ് ലൈക്ക്. ഓക്കെ അല്ലേ, ഇങ്ങനെയാണ് നമ്മുടെ നെഫ്രോൺ ആക്ച്വലി ഹാപ്പൻ ചെയ്യണത്. ഇങ്ങനെയാണ് ഫിൽട്രേഷൻ പോസിബിൾ ആണ്. ഒന്നുമില്ല, ജസ്റ്റ് ആലോചിക്കുക, റീനൽ ആർട്ടറി വഴിയായിട്ട് ഹൈ ബ്ലഡ് പ്രഷറിൽ ബ്ലഡ് വരുന്നുണ്ട്. ആ ബ്ലഡ് എന്ത് ചെയ്യും, ബ്രാഞ്ച് ഔട്ട് ചെയ്തിട്ട് ഗോസ് ടു ദ എഫറൻറ്റ് ആർട്ടീരിയോൾ. എഫറൻറ്റ് ആർട്ടീരിയോളിൽ ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നത്, അൾട്രാ ഫിൽട്രേഷൻ നടക്കുന്നത്. 3 പ്രോസസ്സാണ് യൂറിൻ ഫോർമേഷനിലുള്ള. അൾട്രാ ഫിൽട്രേഷൻ നോർമലി ഹാപ്പൻസ് ഇൻ ദിസ് ഗ്ലോമെറുലസ്. ഓക്കെ, ഈ ഗ്ലോമെറുലസിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഹൈ ബ്ലഡ് പ്രഷറിൽ വരുമ്പോൾ അവിടെ കുറച്ച് പോർസ് ഉണ്ട്. ആ പോർസിലൂടെ നമ്മളുടെ ഗ്ലൂക്കോസ്, എമിനോ ആസിഡ്സ് ഒക്കെ പോകും, നമ്മുടെ വേസ്റ്റും പോകും. അപ്പോൾ നമ്മുടെ ഈ ഇനീഷ്യൽ ഫിൽട്രേറ്റ്, നമുക്ക് ഇവിടെ കിട്ടുന്ന ഇനീഷ്യൽ ഫിൽട്രേറ്റിൽ ഗ്ലൂക്കോസ്, എമിനോ ആസിഡ്സ്, വേസ്റ്റുകളെല്ലാം ഉണ്ട്. ബട്ട് ദ ഗ്ലൂക്കോസ് ആൻഡ് എമിനോ ആസിഡ് ദാറ്റ് ഇസ് നീഡഡ് ഫോർ അവർ ബോഡി ഷുഡ് ബി റീഅബ്സോർബ് ചെയ്യണം. ഓക്കെ, രണ്ടാമത്തെ പ്രോസസ്സാണ് റീഅബ്സോർപ്ഷൻ. ദാറ്റ് ഇസ് നോർമലി ആക്ച്വലി ഹാപ്പനിങ് ഓൺ ദ PCT. ഓക്കെ, പിന്നെ നമ്മളെ ഫിൽറ്റേർഡ് ബ്ലഡ് ഇങ്ങോട്ട് പാസ് ചെയ്തു, ഇഫറൻറ്റ് ആർട്ടീരിയോൾ വഴി പാസ് ചെയ്തു. അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് അവരിങ്ങനെ കോയിലി നമ്മുടെ നെഫ്രോണിൻ്റെ PCT വഴിയൊക്കെയാണ് പോകുന്നത്.
അങ്ങനെ പോകുന്ന സമയത്ത് ഇവർ ഗ്ലൂക്കോസിനെയും അമിനോ ആസിഡ്സിനെയും ഒക്കെ ഇങ്ങോട്ടേക്ക് കൊടുക്കും, നമ്മുടെ ബ്ലഡിലേക്ക് കൊടുക്കും. ഓക്കെ, എന്നിട്ട് നമ്മുടെ റീഅബ്സോർപ്ഷൻ ഒക്കെ നടന്നതിന് ശേഷം ദ വേസ്റ്റ് ഇസ് ബീൻ പാസിങ് ത്രൂ ദ ഡി സി ടിയിലെത്തും. ഡി സി ടിയിലൂടെ പാസ് ചെയ്തിട്ട് അത് എങ്ങോട്ടേക്ക് എത്തും, അവിടെ സെക്രീഷൻസ് എക്സ്ട്രാ എന്തെങ്കിലും സെക്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്ലഡിൽ നിന്ന് എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് സെക്രീറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മുടെ യൂറിൻ ഫൈനലി ഇറ്റ്സ് ഗോയിങ് ത്രൂ ഹിയർ. ഓക്കെ അല്ലേ? എന്നിട്ട് നമ്മുടെ എന്താവും, ഫിൽറ്റേർഡ് ബ്ലഡ് ഗോ ത്രൂ ദ റീനൽ വെയിൻ. ഓക്കെ അല്ലേ? സോ ദിസ് ഈസ് വാട്ട് ആക്ച്വലി ഹാപ്പൻസ് ഡ്യൂറിങ് നമ്മുടെ എന്താ ഫിൽട്രേഷൻ പ്രോസസ്. അങ്ങനെയാണ് നമുക്ക് യൂറിൻ ഉണ്ടാവുന്നത്. ഓക്കെ അല്ലേ? ദെൻ ദിസ് പർട്ടിക്കുലർ ആയിട്ടുള്ള ഈ ഒരു പർട്ടിക്കുലർ എന്താണ് ഇതാ, ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള നമ്മളുടെ റീനൽ പെൽവസിലൂടെ യൂറിൻ എങ്ങോട്ട് പോകും, യൂറിൻ പാസസ് ത്രൂ എവിടേക്കാണ്, നമ്മുടെ യൂറീറ്ററിന് നമ്മുടെ യൂറിനറി ബ്ലാഡർ ടു യൂറീത്ര. ഓക്കെ, യൂറീത്ര വഴി എക്സിറ്റ് ഔട്ട് ചെയ്യും. ഇങ്ങനെയാണ് നമ്മളുടെ യൂറിൻ പുറത്തേക്ക് പോകുന്നത്. സോ നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോട്ട്സ് ആയിട്ട് ഒന്ന് നോക്കാം. ഓക്കെ, സോ ഈച്ച് നെഫ്രോണിൻ്റെ അകത്ത് നിങ്ങൾക്കുള്ള ഫസ്റ്റ് ആളാണ്. ഈച്ച് നെഫ്രോൺ കൺസിസ്റ്റ് ഓഫ്, ഇതാണ് നമ്മളുടെ അൾട്രാ ഫിൽട്രേഷൻ നടക്കുന്ന ഫസ്റ്റ് കപ്പ് ലൈക്ക് സ്ട്രക്ചർ. ഇതാണ് നമ്മളുടെ ബോമാൻസ് ക്യാപ്സ്യൂൾ. ഓക്കെ, ബോമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്താണ്, ഗ്ലോമറുലസ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒരു കോയിൽഡ് ആയിട്ടുള്ള ബ്ലഡ് വെസൽ കാണാൻ വേണ്ടി പറ്റും. സോ ബ്ലഡ് എന്ത് ചെയ്യും, ചെയ്യുന്നത് ഈ ഭാഗത്ത് കൂടെ. നമ്മൾ നേരത്തെ അത് തിരിച്ചു വരച്ചേ ഉള്ളൂ, കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ബ്ലഡ് ചെയ്യും, അത് എഫറൻറ്റ് ആർട്ടീരിയോൾ, ഇത് ഇഫറൻറ്റ് ആർട്ടീരിയോൾ. ഇത് കുറച്ചും കൂടെ തിക്കറായിരിക്കും, ഇത് കുറച്ചുകൂടെ തിന്നറായിരിക്കും. ഓക്കെ, സോ ഹൈ ബ്ലഡ് പ്രഷറിൽ ബ്ലഡ് ഇങ്ങനെ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫിൽട്രേഷൻ ആക്ച്വലി ഹാപ്പൻ ചെയ്യും. അങ്ങനെ ഫിൽട്രേഷൻ ആപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഫൈനലി എന്ത് ചെയ്യും, നമുക്കൊരു ഇനീഷ്യൽ ഫിൽട്രേറ്റ് കിട്ടും. ഓക്കെ, ഈ ഇനീഷ്യൽ ഫിൽട്രേറ്റ് പ്രോക്സിമൽ ട്യൂബ്യൂളിലേക്ക് പോകും. അതിനെയാണ് നമ്മൾ PCT എന്ന് പറയുന്നത്. PCTയിലേക്ക് പാസ് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി ഇതാ നമുക്കറിയാം, ഗ്ലോമറുലസ് ഇതെന്താ ചെയ്യും, വേസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ ഗ്ലോമറുലസിലുള്ള. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കേ, ഇതാണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് എ നെഫ്രോൺ. ക്ലിയർ അല്ലേ? മിസ് വരച്ച സ്ട്രക്ചറുമായിട്ട് സിമിലർ അല്ലേ? ഇത് കണ്ടോ, ഇവനാണ് എഫറൻറ്റ് ആർട്ടീരിയോൾ. ഓക്കെ, ഇത് നമ്മുടെ ഇഫറൻറ്റ് ആർട്ടീരിയോൾ. കണ്ടോ, അത് കുറച്ചും കൂടെ സ്ലിം അല്ലേ? ഇഫറൻറ്റ് ആർട്ടീരിയോളാണിത്. ഓക്കെ, സോ ബ്ലഡ് ഇതിലൂടെ വന്നു, ഇതിലൂടെ പാസ് ചെയ്തു, ഇവിടെ എന്ത് ചെയ്തു, ഫിൽട്രേഷൻ നടന്നു ഫിൽറ്റേർഡ് ബ്ലഡ് ഇഫറൻറ്റ് ആർട്ടീരിയോൾ വഴി പോകുന്ന കണ്ടോ, നമ്മുടെ ഇതിലൂടെയാണ് പോകുന്നത്. ഓക്കെ, ഇത് നമ്മളുടെ റീനൽ വെയിനിലേക്ക് എത്തും. അത് ജോയിൻ ജോയിൻ ടു ദ റീനൽ വെയിൻ. ഓക്കെ അല്ലേ? സോ ഇതിലൂടെ പാസ് ഔട്ട് ചെയ്യുന്ന സമയത്ത് അവരെന്താണ്, ഇതിലൂടെ നമ്മളുടെ ഫസ്റ്റ് ഇനീഷ്യൽ ഫിൽട്രേറ്റ് പാസ് ചെയ്യും, PCT, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. അത് ലോങ് ആക്കി കാണിച്ചത്, അത് കോയിലായിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ നമ്മുടെ ലൂപ്പ് ഓഫ് ഹെൻലിയിലൂടെ പാസ് ചെയ്യും, പിന്നെ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലൂടെ പാസ് ചെയ്യും, ഫൈനലി ടു ദ കളക്റ്റിംഗ് ഡക്റ്റിലെത്തും. ഓക്കെ അല്ലേ? സോ ദിസ് ഈസ് ദ മേജർ പോർഷൻസ് ദെയർ. ഓക്കെ, ഇനി നമുക്ക് ട്യൂബുലാർ പാർട്ട് ആൻഡ് കളക്റ്റിംഗ് ഡക്റ്റ്. ഇതാണ് നമ്മളുടെ കപ്പ് ലൈക്ക് ആയിട്ടുള്ള ബോമാൻസ് ക്യാപ്സ്യൂൾ. ഇതാണ് നമ്മുടെ ട്യൂബുലാർ പാർട്ട്, ഇവിടെ വരെ ട്യൂബുലാർ പാർട്ടാണ്. ഇത് നമ്മുടെ കളക്റ്റിംഗ് ഡക്റ്റാണ്. ഓക്കെ അല്ലേ? സോ യൂറിൻ ഫോർമേഷന് 3 പ്രോസസ്സാണ് ഉള്ളത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് പ്രോസസ്സാണ് അൾട്രാ ഫിൽട്രേഷൻ. ഓക്കെ, സെക്കൻഡ് വൺ ഇസ് റീഅബ്സോർപ്ഷൻ. ഓക്കെ അല്ലേ? ആൻഡ് തേർഡ് വൺ ആണ് നമ്മളുടെ നമ്മൾ പറയുന്ന പോലെ സെക്രീഷൻ. ഇതാണ് 3 മേജർ സ്റ്റെപ്പ് വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ എന്താണ്, ഫിൽട്രേഷൻ നടക്കുന്ന ഭാഗമാണ്, ഇതാണ് അൾട്രാ ഫിൽട്രേഷൻ റീജിയൻ. ഓക്കെ, ദിസ് ഇസ് ദ അൾട്രാ ഫിൽട്രേഷൻ റീജിയൻ. അൾട്രാ ഫിൽട്രേഷൻ വഴിയായിട്ട് നമുക്ക് എന്ത് കിട്ടും, മോസ്റ്റ് പ്രോബബ്ലി ഇനീഷ്യൽ ഫിൽട്രേറ്റ് ആണ് നമുക്ക് ഇവിടെ ഉണ്ടാവുക. ദിസ് ഇനീഷ്യൽ ഫിൽട്രേറ്റിൽ നമുക്ക് എന്താവും, ഗ്ലൂക്കോസ് ഉണ്ടാവും, എമിനോ ആസിഡ്സ് ഉണ്ടാവും, മോസ്റ്റ് സോൾട്ടും എല്ലാ ആൾക്കാരും നമുക്ക് അവിടെ ഉണ്ടാവും. ഓക്കെ, സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ബ്ലഡ് സെൽസിലേക്ക് എന്ത് ചെയ്യും, PCT പറയുന്ന റീജിയൻ, ഇതാണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. കണ്ടോ, ഇവിടെ വെച്ച് നമ്മൾ അതിനെ റീഅബ്സോർബ് ചെയ്യും. സോ റീഅബ്സോർപ്ഷൻ ഇസ് പോസിബിൾ. ഓക്കെ, ഇനി ആ ഒരു ഫിൽട്രേറ്റ് എങ്ങോട്ട് പാസ് ചെയ്യും, ലൂപ്പ് ഓഫ് ഹെൻലിയിൽ പാസ് ചെയ്യും. അവിടെ നമ്മൾ വാട്ടർ റീഅബ്സോർപ്ഷൻ നടത്താറുണ്ട്. ഓക്കെ, ഇനി ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫിൽട്രേറ്റ് എങ്ങോട്ട് പാസ് ചെയ്യും, DCTയിലെത്തും. ഇത് കണ്ടോ, DCTയിലും റീഅബ്സോർപ്ഷൻ പോസിബിൾ ആണ്. അതേപോലെ സെക്രീഷനും പോസിബിളാണ്. എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് ബ്ലഡിലൂടെ ഇങ്ങോട്ട് സെക്രീറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സെക്രീഷൻ ഇതാ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സെക്രീറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യും, നമ്മുടെ DCTയിലൂടെ പാസ് ചെയ്തിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ യൂറിൻ പാസസ് ത്രൂ കളക്റ്റിംഗ് ഡക്റ്റിലൂടെ പാസ് ചെയ്യും. കളക്റ്റിംഗ് ഡക്റ്റിലൂടെ അതെന്ത് ചെയ്യും, നമ്മുടെ റീനൽ പെൽവസിലെത്തും.
ഫ്രം ദ റീനൽ പെൽവസ് നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഏതൊക്കെയാണ് നമ്മുടെ വേസ്റ്റുകൾ. ഇപ്പം നമ്മുടെ വേസ്റ്റിനകത്ത് എന്തൊക്കെയുണ്ട്? യൂറിയ ഉണ്ട്, ക്രിയാറ്റിൻ ഉണ്ട്, യൂറിക് ആസിഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്, സോൾട്സ് ഉണ്ട്. ഓക്കെ, ദിസ് വിൽ പാസ് ത്രൂ ദ ureter to urinary bladder, urinary bladder to urethra, urethra to out, പുറത്തേക്ക് പാസ് ഔട്ട് ചെയ്യും. ദിസ് ഇസ് വാട്ട് ആക്ച്വലി ഹാപ്പൻസ്. ഓക്കെ, സോ ഇവിടെയാണ് അൾട്രാഫിൽട്രേഷൻ, അതാണ് നിങ്ങൾ ഇവിടെ കാണുന്ന പ്രോസസ്. ദിസ് ഇസ് ദ അൾട്രാഫിൽട്രേഷൻ. ഇനി ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് കിട്ടും? റീഅബ്സോർപ്ഷൻ പോസിബിൾ ആവും. ഓക്കെ, ഈ ഒരു ഭാഗത്ത് സെക്രീഷൻസ് കണ്ടോ, എവിടെയൊക്കെ റീഅബ്സോർപ്ഷൻ ഉണ്ട്, സെക്രീഷൻ ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ആക്ച്വലി ഹാപ്പൻസ് ഓൺ യൂറിൻ ഫോർമേഷൻ. ഓക്കെ അല്ലേ? ഓക്കെ, സോ അതാണ് നോട്ട്സ് ആണ് ഇവിടെ മിസ് കൊടുത്തിട്ടുള്ളത്. അൾട്രാഫിൽട്രേഷൻ എന്ത് ചെയ്യും? ബ്ലഡ് കണ്ടെയ്നിങ് വേസ്റ്റ് വിൽ എൻ്റർ ഇൻ ടു ദ ഗ്ലോമറുലസിനുള്ളിൽ എൻ്റർ ചെയ്തു. ഓക്കെ, അതിലൂടെ നമുക്ക് എന്താകും? ഫിൽറ്റർ വാട്ടർ ഉണ്ടാകും, വേസ്റ്റ് ഉണ്ടാകും, അതേപോലെ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ് ഒക്കെ ഉണ്ടാവും നമ്മളുടെ കയ്യിൽ. ഇത് നമ്മൾ എന്ത് ചെയ്യും? ഫിൽറ്റർ ഔട്ട് ചെയ്യും. ഓക്കെ, ദ ഫിൽറ്റേർഡ് ഫ്ലൂയിഡ് ഇസ് കോൾഡ് ആസ് ഗ്ലോമറുല ഫിൽട്രേറ്റ്. ഇവിടെ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ഫിൽട്രേറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? ഗ്ലോമറുല ഫിൽട്രേറ്റ് എന്നാണ് വിളിക്കാം. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്, അല്ലെങ്കിൽ നമുക്ക് അവരെന്ത് വിളിക്കാം? ഇനീഷ്യൽ ഫിൽട്രേറ്റ് എന്നും കൂടെ വിളിക്കാം. ഇനീഷ്യൽ ഫിൽട്രേറ്റ് വിച്ച് ഇസ് നോട്ട് ആക്ച്വലി ദ വേസ്റ്റ്. ഓക്കെ, ഇത് ഒരു ആക്ച്വൽ വേസ്റ്റ് അല്ല. ഓക്കെ, ഇതിലൂടെ നമുക്ക് ഫിൽറ്റർ ചെയ്ത് വരുന്ന ആൾ നമ്മൾ PCTയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ PCT കൊണ്ടുപോകുന്ന ആൾ ആക്ച്വലി ഒരു വേസ്റ്റ് അല്ല, അതിനെ നമുക്ക് അബ്സോർബ് ചെയ്യണം, റീഅബ്സോർബ് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഇസ് ദ സെക്കൻഡ് പ്രോസസ് ഓഫ് റീഅബ്സോർപ്ഷൻ. ഓക്കെ, ആസ് ദ ഫിൽട്രേറ്റ് പാസസ് ത്രൂ ദ ട്യൂബ്യൂൾ, ഏത് ട്യൂബ്യൂളാണ്? PCTയിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ PCTയിലൂടെ പാസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, വാട്ടർ, സോൾട്സ് ഒക്കെ റീഅബ്സോർബ് ചെയ്ത് ബ്ലഡിലേക്ക് എടുക്കും. ഓക്കെ, ആൻഡ് ദ എമൗണ്ട് ഓഫ് വാട്ടർ റീഅബ്സോർബും നമുക്ക് അവിടെയാണ് ഉണ്ടാവുക. എമൗണ്ട് ഓഫ് വാട്ടർ റീഅബ്സോർബ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ ഹോർമോൺസ് ബേസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. കൺട്രോൾഡ് ബൈ ഹോർമോൺസ്. ഏത് ഹോർമോണാണ് ഉള്ളത് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഏത് ഹോർമോണാണ്? നമ്മളുടെ ADH പോലത്തെ ഹോർമോൺസ്, വാസോപ്രസീൻസ് ഒക്കെയാണ് ഉള്ളത്. ഓക്കെ, അവരാണ് നമ്മൾക്ക് പെർട്ടിക്കുലർലി വാട്ടർ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. സോ വാട്ടർ അബ്സോർപ്ഷൻ ഇസ് ബീൻ മേജർലി ഡൺ ത്രൂ ADH അല്ലെങ്കിൽ വാസോപ്രസീൻ എന്ന് പറയും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് ഉണ്ടാകുന്ന അസുഖമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഓക്കെ, ADHന് പ്രശ്നം വന്നാൽ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഉണ്ടാവും. ഇനി സെക്രീഷൻ, നമുക്ക് വേറെ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലുമൊക്കെ സെക്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്ലഡിലേക്ക് നമുക്ക് സെക്രീറ്റ് ചെയ്യാം. ആൻഡ് ഫൈനലി നമുക്ക് ആരെ കിട്ടും? യൂറിൻ കിട്ടും. ഓക്കെ അല്ലേ? സോ യൂറിൻ ഹസ് ബീൻ പാസ് ഔട്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോർഷനാണ് ആർട്ടിഫിഷ്യൽ കിഡ്നി. എന്താ ആർട്ടിഫിഷ്യൽ കിഡ്നി? നമുക്ക് കിഡ്നി ഇപ്പോൾ ഫെയിലിയർ ആയിട്ടുള്ള ആളാണോ, കിഡ്നി സ്റ്റോൺ ഉള്ള ആളാണോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ മാക്സിമം ആയിട്ട് ഈ ഒരു റീഅബ്സോർപ്ഷനും അതുപോലെ തന്നെ എന്താണ് ഫിൽട്രേഷൻ തന്നെ പോസിബിൾ ആവില്ല. അങ്ങനെ ഫിൽട്രേഷൻ പോസിബിൾ ആവാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഹീമോഡയാലിസിസ് ചെയ്യും. ഹീമോഡയാലിസിസ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു മിഷനാണ്. ആ മിഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ബ്ലഡ് പാസ് ഓൺ ചെയ്യും. എന്നിട്ട് അവിടെ ഫിൽട്രേഷൻ പോസിബിൾ. അവിടെ റീഅബ്സോർപ്ഷൻ സെക്രീഷൻ ഒന്നും നമുക്ക് നടക്കാൻ പറ്റില്ല, പക്ഷെ ഫിൽട്രേറ്റ് ചെയ്ത് നമുക്ക് ബോഡിയിലെ വേസ്റ്റുകൾ റിമൂവ് ചെയ്യിക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് വാട്ട് അബൌട്ട് ആർട്ടിഫിഷ്യൽ കിഡ്നി. പിന്നെ അതേപോലെ കുറച്ചധികം ഡിസീസസ് ഉണ്ട്. കിഡ്നി സ്റ്റോൺ നമ്മുടെ ബോഡിയിൽ എന്താണ്? കിഡ്നി സ്റ്റോൺ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ? കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത് ഡ്യൂ ടു ദ അക്യുമുലേഷൻ ഓഫ് എന്താണ്? നമ്മുടെ യൂറിക് ആസിഡോ അല്ലെങ്കിൽ എന്താണ് ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്യുമ്പോഴാണ്, ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് അക്യുമുലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? കിഡ്നി സ്റ്റോൺസുകൾ ഉണ്ടാവുന്നത്. ഓക്കെ, യൂറിക് ആസിഡ് ഓർ ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് അക്യുമുലേറ്റ് ചെയ്യുമ്പോഴാണ് ഉണ്ടാവുക. പിന്നെ അതേപോലെ യുറീമിയ എന്നൊരു അസുഖം കൂടിയുണ്ട്. യുറീമിയ എന്ന് പറയുന്നത് എക്സസ് യൂറിയ ഉണ്ടാവുമ്പോൾ, ഓക്കെ, എക്സസ് ആയിട്ട് യൂറിയ ഉണ്ടാകും, പക്ഷെ എലിമിനേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ലാത്ത പോലെ വരുമ്പോഴാണ് യുറീമിയ ഉണ്ടാകുന്നത്. ഓക്കെ, സോ കിഡ്നി ഫെയിലിയർ വരെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഗ്ലോമറുലാർ നെഫ്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുലാർ നെഫ്രൈറ്റിസ്. ഓക്കെ, ഗ്ലോമറുലാർ നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് ട്യൂബ്യൂൾസ് ആണ്. ഇൻഫ്ലമേഷൻ ഇൻ ട്യൂബ്യൂൾസ്, കിഡ്നി ട്യൂബ്യൂൾസിലൊക്കെ ഉണ്ടാകുന്ന എന്താണ്? ഗ്ലോമറുലൈ. ഓക്കെ, ഗ്ലോമറുലസിൻ്റെ ഇൻഫ്ലമേഷൻ ആണ്. ഗ്ലോമറുലൈയുടെ ഇൻഫ്ലമേഷൻ കൊണ്ടാണ് ഗ്ലോമറുലാർ നെഫ്രൈറ്റിസ് ഉണ്ടാകുന്നത്. ഓക്കെ അല്ലേ? ഹോപ്പ് യു ഗൈസ് ഗോട്ട് ആൻ ഐഡിയ. ഓക്കെ അല്ലേ? സോ ഇതൊക്കെ ഡിഫറെൻറ്റ് ആയിട്ടുള്ള കിഡ്നി ഡിസീസസാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഒരു 15 MCQs ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് പ്രാക്ടീസ് ഔട്ട് ചെയ്യാം. ഓരോ ക്വസ്റ്റ്യൻസ് എന്തൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, എങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം എന്നൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്കിപ്പോൾ നമ്മൾ പഠിച്ചതാണ്. ഡൈജഷൻ, എക്സ്ക്രീഷൻ പോർഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു. സോ യു ക്യാൻ സോൾവ് ദിസ് പ്രോബ്ലം, ഐ തിങ്ക് സോ. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു 15 MCQ ഉണ്ട്. ലാസ്റ്റത്തെ മിസ് ഹോംവർക്ക് തരാം. യു ഷുഡ് കമൻറ്റ് ദാറ്റ് വൺ. ഓക്കെ, നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്ലാസ് പറയുക. അതേപോലെ തന്നെ എന്താ ചെയ്യുക? ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ അപ്പ് ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് മിസ് ഹോംവർക്ക് തരാം. സോ ജസ്റ്റ് കമൻറ്റ് ദാറ്റ് പെർട്ടിക്കുലർ വൺ ദെയർ. ഓക്കെ,
So first question, if the liver of a person is damaged, which of the following affects the most likely to occur? ഒരാളുടെ ലിവർ ഡാമേജ്ഡാ, ഏതൊക്കെ പ്രോസസ്സ് ആയിരിക്കും മോസ്റ്റ് ലൈക്ലി ടു ഹാപ്പൻ? ഇതിൽ ഏത് പ്രോസസ്സ് ആയിരിക്കും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവുക? ഓപ്ഷൻ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ദ ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് സ്റ്റോപ്പ് കംപ്ലീറ്റ്ലി. കിഡ്നി ഡാമേജ് ആയ കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ സ്റ്റോപ്പ് ആവുമോ? അടുത്തത്, ഫാറ്റ് ഡൈജഷൻ ബിക്കം ലെസ് എഫിഷ്യൻറ്റ് ആൻഡ് യൂറിയ ഫോർമേഷൻ ഡിക്രീസസ്. ഫാറ്റ് ഡൈജഷൻ ബിക്കം ലെസ് ആകും, പിന്നെ അതേപോലെ തന്നെ യൂറിയ ഫോർമേഷൻ ഡിക്രീസ് ചെയ്യും എന്നാണ് പറഞ്ഞത്. എന്തായിരിക്കും വരിക? അടുത്തത്, നമ്മുടെ പ്രോട്ടീൻ ഡൈജഷൻ ഇൻ ദ സ്റ്റൊമക്ക് ബിക്കം ഫാസ്റ്റ്, അതാവുമോ? ദ കിഡ്നി സ്റ്റോപ്പ് ഫിൽറ്ററിങ് യൂറിയ ഫ്രം ദ ബ്ലഡ്. എന്തായിരിക്കും വരിക? യൂറിയ ബ്ലഡിൽ നിന്ന് ഫിൽറ്റർ ചെയ്യാൻ പാടായിരിക്കും. ഏതായിരിക്കും വരിക? ഇഫ് എ ലിവർ ഓഫ് എ പേഴ്സൺ ഇസ് ഡാമേജ്ഡ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് എഫക്റ്റ് ആയിരിക്കും നമുക്ക് എന്തുണ്ടാവുക, ഒക്കർ ചെയ്യാം? ഏതായിരിക്കും വരിക? ദ കിഡ്നി സ്റ്റോപ്പ് ഫിൽറ്ററിങ് യൂറിയ ഫ്രം ദ ബ്ലഡ്. ഓക്കെ, കിഡ്നി ഫെയിലിയർ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കിഡ്നി എന്ത് ചെയ്യും? യൂറിയ മാത്രമല്ല, നമ്മുടെ നോർമൽ ആയിട്ടുള്ള ലിവർ കേടായാൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചത്. ദ കിഡ്നി സ്റ്റോപ്പ് ഫിൽറ്ററിങ് യൂറിയ ഫ്രം ദ ബ്ലഡ് ആണോ വരിക? ഏതാ വരിക? ഫാറ്റ് ഡൈജഷൻ ബിക്കം ലെസ്, അതേപോലെ തന്നെ യൂറിയ ഫോർമേഷൻ ഡിക്രീസസ്. ഇതാണ് ആൻസർ വരിക. കാരണം എന്താണെന്നറിയോ? നോർമലി നിങ്ങൾക്കറിയാം, ലിവർ നോർമലി പ്രൊഡ്യൂസസ് ബൈലാണ് അല്ലേ? ബൈൽ എന്താ ചെയ്യുക? ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റാ ചെയ്യുക. ഓക്കെ, ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്തായി? ഫാറ്റ് ഡൈജഷൻ ബിക്കം ലെസ് ആയി. ലിവറിന് ആ പ്രോബ്ലം വന്നേ. ലിവറിന് പ്രോബ്ലം വന്നാൽ എന്ത് ചെയ്തു? ഫാറ്റ് ഡൈജഷൻ ലോ ആയി. അങ്ങനെ ലോ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം. പിന്നെ അതേപോലെ ലിവർ എന്ത് ചെയ്യും? എമോണിയനെ കൺവേർട്ട് ചെയ്ത് യൂറിയ ആക്കാറുണ്ട്. എമോണിയ ടു യൂറിയ ആക്കാറുണ്ട്. ഇതും അവിടെ എന്ത് ചെയ്യും? കുറയും. ഓക്കെ, യൂറിയ ഫോർമേഷൻ ഓൾസോ ഡിക്രീസസ്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ആക്ച്വലി ഹാപ്പൻസ്. ഓക്കെ, സോ ബി ഇസ് ദ ആൻസർ. ഇനി അടുത്തത്, പെപ്സിൻ ഇസ് സെക്രീറ്റഡ് ബൈ എൻ ഇനാക്റ്റീവ് ഫോം കോൾഡ് ആസ് പെപ്സിനോജൻ. ഓക്കെ, ദ പെപ്സിനോജൻ്റെ കൺവേർഷന് ആക്ട് ചെയ്യുന്ന ആളാരാണ്? ബൈലാണോ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണോ, പാൻക്രാറ്റിക് ജ്യൂസ് ആണോ, ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് ആണോ? ഏതാണ്? നമ്മുടെ HCl. HCl ആണ് നമ്മുടെ പെപ്സിൻ, ഇനാക്റ്റീവ് ആയിട്ടുള്ള പെപ്സിനോജനെ പെപ്സിനാക്കി കൺവേർട്ട് ചെയ്യുന്നത് HCl ആണ്. അപ്പോൾ HClൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കൺവേർഷൻ നടക്കുന്നുള്ളൂ. സോ ദ ആൻസർ ഇസ് ബി. അടുത്തത്, ബൈൽ ഹാസ് ദ ഡൈജഷൻ ഓഫ്. എന്താ ബൈലിലുള്ള ഡൈജഷൻ? ബൈൽ ഡൈജഷൻ ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾക്കറിയാം. ഇപ്പം മിസ് പറഞ്ഞേ ഉള്ളൂ. എന്താ ബൈലിൻ്റെ ഡൈജഷൻ നടക്കുന്നത്? ദാറ്റ് ഇസ് എന്താണ്? ഇമൾസിഫിക്കേഷൻ. ഓക്കെ, സോ പ്രോട്ടീൻ ബൈ ബ്രേക്കിംഗ് ദം ഇൻ ടു പെപ്റ്റൈഡ്സ്. അതിന് നമുക്ക് ട്രിപ്സിനും പെപ്സിനൊക്കെയാണ് ഉള്ളത്, അപ്പോൾ അവർ വേണ്ട. ഇനി ഫാറ്റ് ബൈ ഇമൾസിഫൈയിങ് ദം, കാർബോഹൈഡ്രേറ്റ് ബൈ ദ കൺവേർഷൻ ഓഫ് ദം ടു ഗ്ലൂക്കോസ്, അതേപോലെ ഫാറ്റ് ബൈ കൺവേർട്ടിംഗ് ദം ടു ഗ്ലിസറോൾ. ഏതാ വരിക? ദ ആൻസർ ഇസ് ഫാറ്റ്സ് ബൈ ഇമൾസിഫൈയിങ് ദം. ഓക്കെ അല്ലേ? Then the next question, which of the following statement correctly connects the function of the digestive system to that of the excretory system? Digestive system excretory system കൂടി കണക്ട് ചെയ്യുന്ന ഏത് പോയിന്റാണ് ഇതിലുള്ളത് എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, വേഗം ആൻസർ പറഞ്ഞോളൂ. ദ ലിവർ പ്രൊഡ്യൂസസ് ബൈൽ ടു ഡൈജസ്റ്റ് ഫാറ്റ് ആൻഡ് ഓൾസോ കൺവേർട്ട് എമോണിയ ടു ദ യൂറിയ പ്രൊഡക്ഷൻ. ഓക്കെ, സോ ഇതിൽ ഏതാണ് കറക്റ്റ് എന്നല്ലേ ചോദിച്ചത്? കറക്റ്റ്ലി കണക്ട് ചെയ്യുന്ന. ദ സ്റ്റൊമക് സെക്രീറ്റ് പെപ്സിൻ ടു ഡൈജസ്റ്റ് പ്രോട്ടീൻസ്, യൂറിയ ടു റിമൂവ് നൈട്രജൻ വേസ്റ്റ്. സ്റ്റൊമക്കാണ് യൂറിയ സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത്, പാൻക്രിയാസ് എക്സ്ക്രീറ്റ് ബൈൽ സോൾട്സ് ത്രൂ നെഫ്രോൺസ് ആൻഡ് എയ്ഡ് ദ ഡൈജഷൻ. പാൻക്രിയാസ് എന്ത് ചെയ്യും? ബൈൽ സോൾട്സ് റിലീസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അത് കറക്റ്റാണോ? ഇനി അതേപോലെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ റിമൂവ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ഡ്യൂറിങ് ഡൈജഷൻ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണോ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യുന്നത്? സോ ദ ആൻസർ ഇസ് ഏതാണ്? ഇതാണ്. നമ്മുടെ ലിവർ പ്രൊഡ്യൂസസ് ബൈൽ ആൻഡ് ഡൈജസ്റ്റ് ഫാറ്റ്സ് ആൻഡ് ഓൾസോ കൺവേർട്സ് ദ എമോണിയ ടു ദി യൂറിയ ഫോർ എക്സ്ക്രീഷൻ. So that is a correctly matched ആയിട്ടുള്ള തിങ് ആണ്. ഓക്കെ, ദ pH ഓഫ് ദ സ്റ്റമക്ക് ഡ്യൂറിങ് ഡൈജഷൻ. ഏതാണ് നമ്മുടെ pH? നമുക്കറിയാം എസിഡിക് pH ആണ് ഉള്ളത്. അപ്പോൾ ആ ഒരു pH ഏതായിരിക്കും? ഇവിടെ കൊടുക്കുന്ന എസിഡിക് pH ഏതായിരിക്കും വരിക? എസിഡിക് pH നിങ്ങൾ വേഗം പറഞ്ഞേ. 2.0. ഇതാണ് നമ്മുടെ എസിഡിക് pH. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, in which part of the alimentary canal are the enzyme trypsin, lipase and amylase released together? ഇവരെ 3 പേരെ ഒരുമിച്ച് റിലീസ് ചെയ്യണം. മിസ് പറഞ്ഞിരുന്നു, ക്ലാസ് എടുത്തപ്പോഴും മിസ് പറഞ്ഞിരുന്നു. ട്രിപ്സിനും കൈമോട്രിപ്സിനും ലിപ്പേസും പിന്നെ ഏതാണ് നമ്മളുടെ ആരാ? എമൈലേസിനെയും ഒക്കെ റിലീസ് ചെയ്യുന്ന ആരാ? മൗത്ത്, സ്റ്റമക്ക്, പാൻക്രിയാസ് ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ആരാ? നമ്മുടെ പാൻക്രിയാസ് ആണ് ഉത്തരം. ഓക്കെ, പാൻക്രിയാറ്റിക് ജ്യൂസിലാണ് അവർ 3 ഉള്ളത്. Which of the following process does not occur in a small intestine? Small intestine occur ചെയ്യാത്ത പ്രോസസ്സ് ഏതാണ്? ഡൈജഷൻ ഓഫ് പ്രോട്ടീൻസ് പാൻക്രിയാസിൽ എവിടെയാണ് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് ചോദിച്ചത്. എവിടെയാണ് ഡൈജഷൻ ഓഫ് പ്രോട്ടീൻ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നടക്കാറുണ്ട്? ഉണ്ട്. ട്രിപ്സിനൊക്കെ വെച്ച് നമ്മളുണ്ട്. ഓക്കെ, അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ഉറപ്പായിട്ടുമുണ്ട്. ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച് ഉറപ്പായിട്ടുമുണ്ട്. പാൻക്രിയാറ്റിക് എമൈലേസ് പോലെ നമ്മൾ എമൈലേസ് എൻസൈംസ് ഉണ്ട്, സ്റ്റാർച്ച് ഡൈജഷൻ നടത്തും. ഡൈജഷൻ ഓഫ് സെല്ലുലോസിൻ്റെ ഡൈജഷൻ നമ്മുടെ ബോഡിയിൽ നടക്കുമോ?
സെല്ലുലോസ് ഒരു പ്ലാന്റ് കോമ്പോണൻ്റ് അല്ലേ, അത് നമ്മുടെ ബോഡിയിൽ നടക്കാറില്ല. സോ ദ ഡൈജഷൻ ഓഫ് ദ സെല്ലുലോസ് ഇസ് ദ റോങ് ആൻസർ. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് വില്ലൈ ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇസ്. ഫംഗ്ഷൻ എന്താണ്? വില്ലയുടെ മേജർ ഫംഗ്ഷൻ നിങ്ങൾക്കറിയാം ഏതാണ്? ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഫോർ അബ്സോർപ്ഷൻ, അതേപോലെ ഇൻക്രീസ് ദ സെക്രീഷൻ ഓഫ് എൻസൈം, ആക്ട് ഇൻ എയ്ഡ് ഇൻ പെരിസ്റ്റാൾസിസ്, അതേപോലെ പ്രൊഡ്യൂസ് ഡൈജസ്റ്റീവ് ജ്യൂസസ്. ഏതാ വരാം? നിങ്ങൾക്കറിയാം വില്ലൈ ഇസ് ദെയർ ഫോർ എന്താണ്? സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുള്ളത്. ഓക്കെ അല്ലേ? സോ എല്ലാവരും കറക്റ്റായിട്ട് പറയുന്നുണ്ട്. നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് നെഫ്രോൺ ഫംഗ്ഷൻ ഇസ് ഇൻകറക്റ്റ്? നെഫ്രോണ് ഇൻകറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? നെഫ്രോണിൽ ഫിൽട്രേഷൻ ഒക്കേഴ്സ് ഇൻ ഗ്ലോമെറുലസ്, അത് കറക്റ്റാണ്. ഓക്കെ, റീഅബ്സോർപ്ഷൻ ഒക്കേഴ്സ് ഇൻ ദ റീനൽ ട്യൂബിൾ, അതും കറക്റ്റാണ്. സെക്രീഷൻ എയ്ഡ്സ് യൂസ്ഫുൾ മെറ്റീരിയൽ ഫോർ ഫിൽട്രേഷൻ. ഓക്കെ, സെക്രീഷൻ എയ്ഡ്സ് യൂസ്ഫുൾ മെറ്റീരിയൽസ് ടു ദ ഫിൽട്രേറ്റ്. ഓക്കെ, ഫിൽട്രേറ്റിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, യൂറിൻ ഇസ് കളക്റ്റഡ് ടു ദ കളക്ടിംഗ് ഡക്ട്. ഏതാണ് ആൻസർ വരിക? ദാറ്റ് ഈസ് ദ ഓപ്ഷൻ സി. കാരണം സെക്രീഷൻ വഴിയായിട്ട് നമുക്ക് വേണ്ടാത്ത സാധനങ്ങളെ നമ്മൾ അങ്ങോട്ടേക്ക് സെക്രീറ്റ് ചെയ്ത് കൊടുക്കുന്നത്, യൂസ്ഫുൾ സബ്സ്റ്റൻസസ് അല്ല. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ആൻസർ. ഇനി നെക്സ്റ്റ് വൺ, വിച്ച് പാർട്ട് ഓഫ് ദ നെഫ്രോൺ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫിൽട്രേഷൻ? ഏതാണ് ഫിൽട്രേഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഭാഗം? ഫിൽട്രേഷൻ ഏതാണ്? നമ്മുടെ ബോമാൻസ് ക്യാപ്സ്യൂളാണ്. ഓക്കെ, ബോമാൻസ് ക്യാപ്സ്യൂളിലാണ് നമുക്ക് ഫിൽട്രേഷൻ പോസിബിൾ ആയിട്ടുള്ള, അവിടെയുള്ള പോർസിൽ കൂടിയാണ് നമുക്ക് പെർട്ടിക്കുലർലി എന്ത് സംഭവിക്കുന്ന ഫിൽട്രേഷൻസ് ഒക്കെ പോസിബിൾ ആവുന്നത്. ഓക്കെ, ഇനി വിച്ച് പാർട്ട് ഓഫ് ദ നെഫ്രോൺ ഡസ് മാക്സിമം റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഒക്കേഴ്സ്? മാക്സിമം റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടറും അതേപോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ മാക്സിമം റീഅബ്സോർപ്ഷൻ ഒന്നും വേണ്ട. മാക്സിമം റീഅബ്സോർപ്ഷൻ എവിടെ നടക്കുക? ബോമാൻസ് ക്യാപ്സ്യൂളിലാണോ, PCT-യിലാണോ, ലൂപ്പ് ഓഫ് ഹെൻലിയിലാണോ, കളക്ടിംഗ് ഡക്റ്റിലാണോ? എവിടെയാണ് വരിക? ഓക്കെ, സോ മേജർലി വാട്ടർ അബ്സോർപ്ഷൻ ഒക്കെ നടക്കുന്നത് നമുക്ക് നമ്മുടെ മേജർ ആയിട്ടുള്ള അബ്സോർപ്ഷൻ നടക്കുന്നത് PCT-യിലാണ്. ഓക്കെ, PCT-യിലാണ് നടക്കുക. പിന്നെ വാട്ടർ അബ്സോർപ്ഷൻ നമുക്ക് ഇനിയും ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ബാക്കിയുള്ള ഭാഗത്തൊക്കെ നടക്കും. സോ ഗ്ലൂക്കോസ് പോലത്തെ ആൾക്കാർ നമുക്ക് സൊല്യൂട്ട്സിനെ അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ടർ അബ്സോർപ്ഷൻ പോസിബിൾ ആവണം. ഓക്കെ, സോ PCT ഇസ് ദ ആൻസർ. ഇനി അടുത്തത്, യൂറിയ ഇസ് ഫോംഡ് ഇൻ ദ. എവിടെയാണ് യൂറിയ ഉണ്ടാക്കുന്നത്? കിഡ്നി, ലിവർ, ലങ്സ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഏതാണ്? നമ്മുടെ ലിവറാണ്. ലിവറാണ് നമ്മൾ യൂറിയനെ കൺവേർട്ട് ചെയ്യുന്നത്, എമിനിനെ കൺവേർട്ട് ചെയ്ത് യൂറിയ ആക്കുന്നത്. ഓക്കെ, ഇനി the process of separation of nitrogenous waste from the blood using an artificial kidney is called as. ആ ഒരു പ്രോസസ്സിനെ നമ്മളൊരു പേര് വിളിക്കും. അൾട്രാഫിൽട്രേഷൻ, ഹീമോഡയാലിസിസ്, പെരിസ്റ്റാൾസിസ് അല്ലെങ്കിൽ ഓസ്മോ റെഗുലേഷൻ. ഏതാ വരിക? ദാറ്റ് ഈസ് എന്താണ്? ഹീമോഡയാലിസിസ് ആണ് വരുന്നത്. ഓക്കെ, ആർട്ടിഫിഷ്യൽ കിഡ്നി നമ്മളൊരു സ്പെയർ ആയിട്ട് എന്ത് ചെയ്യും? വേറൊരു കിഡ്നി, നമ്മുടെ കിഡ്നി എന്നല്ല, നമ്മളൊരു മിഷൻസിലാണ് ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഹോംവർക്ക് ചെയ്യണം. Okay, which of the following substances would normally not be found in the urine of a healthy person? ഒരു ഹെൽത്തി പേഴ്സൻ്റെ ബോഡിയിൽ നമുക്ക് ഈ സാധനം കാണാൻ പാടില്ല. ഓക്കെ, നമ്മുടെ ഒന്നും യൂറിനിൽ ഒരാളില്ല. ഓക്കെ, യൂറിക് ആസിഡ് ആണോ, അല്ലെങ്കിൽ യൂറിൻ ആണോ, ഗ്ലൂക്കോസ് ആണോ, വാട്ടർ ആണോ? ഏതോ ഒരു സാധനം. നമ്മൾ പറയും കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ആൾക്കാരുടെ യൂറിൻ എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. ആ ഒരു എമൗണ്ട് കൂടുതലാണെങ്കിൽ നമുക്കറിയാം, ദേ ഹാവ് എ കിഡ്നി പ്രോബ്ലം. ബിക്കോസ് ആ സാധനം നമ്മളുടെ യൂറിനിൽ ഉണ്ടാവാറേ ഇല്ല. സോ ഇഫ് യു ഹാവ് എ കിഡ്നി ഫെയിലിയർ, ദാറ്റ് യൂറിൻ കണ്ടെയ്ൻ ദ എമൗണ്ട് ഓഫ് ദിസ് പെർട്ടിക്കുലർ ഓപ്ഷനിൽ ഏതോ ഒരാൾ ഭയങ്കര കൂടുതലായിട്ട് കാണപ്പെടും. സോ ഇതാരാണ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. വിച്ച് ഇസ് യുവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഡു കമൻറ്റ്. ഓക്കെ, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഈ ഒരു ലൈവ് വരുന്ന സമയത്ത്, നമ്മൾ ലൈവ് അപ്ലോഡ് ചെയ്ത് കഴിയുന്ന സമയത്ത് യു വിൽ സീ എ കമൻറ്റ് ബോക്സ്. സോ ആ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് കമൻറ്റ് ചെയ്യണം, ദ ആൻസർ ഓഫ് ദിസ്. ഓക്കെ, ഇനി അതേപോലെ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ 15th വൺ, ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ ലൂപ്പ് ഓഫ് ഹെൻലി ഇൻ ദ നെഫ്രോൺ. നെഫ്രോണിൻ്റെ മേജർ പരിപാടി എന്താണ് മേജർ പരിപാടി? ദാറ്റ് ഈസ് റീഅബ്സോർബ് വാട്ടർ ആൻഡ് മെയിൻറ്റെയിൻസ് ഓൾ ബാലൻസ് ആണോ? ഫിൽറ്റർ ദ ബ്ലഡ് ആണോ? സെക്രേറ്റ് ഹോർമോൺസ് ആണോ? സ്റ്റോർ യൂണിറ്റ് ടെമ്പററി ആണോ? ഏതാണ് വരിക? ദാറ്റ് ഈസ് ഇതും നിങ്ങൾ എന്ത് ചെയ്യുക? ഡു കമൻറ്റ്. ഓക്കെ, കമൻറ്റ്. ഓക്കെ, ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന പോർഷനിൽ വരുന്ന കാര്യങ്ങൾ. സോ ഹോപ്പ് യു ഗൈസ് ഗോട്ട് എൻ ഐഡിയ അബൌട്ട് ദിസ്. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ നമ്മുടെ IIT AIIMSലെ പല സിലബസുകളുണ്ട്. നിങ്ങൾ കണ്ടു, സിലബസ് ഫുൾ നോക്കിയപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബയോളജിയിൽ വരുന്ന ഏരിയാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ബയോളജിയിലെ ഡൈജഷൻ ആൻഡ് എക്സ്ക്രീഷൻ എന്ന സിലബസ് ഏരിയയാണ് മിസ് ഇപ്പോൾ കവറപ്പ് ചെയ്തത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട പോർഷൻസ് ഒക്കെ മിസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ക്ലാസ് കാണുക ആൻഡ് ഹോപ്പ് യു ഡു
യുവർ റിവ്യൂസ് ദെയർ ആൻഡ് ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ഔട്ട് ചെയ്യേണ്ടത്. ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം നോക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി മൗത്ത് ടു ഏനസ് എന്നൊരു പാർട്ട് ഫുൾ നമ്മൾ കംപ്ലീറ്റ്ലി നോക്കി. എക്സ്ക്രീറ്ററി സിസ്റ്റം നോക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് ഫിൽട്രേഷൻ തൊട്ട് നമ്മൾ യൂറിൻ ഫോർമേഷൻ വരെ നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ഇത്രയും പോർഷനും പിന്നെ അതേപോലെ തന്നെ എക്സ്ക്രീറ്ററി സിസ്റ്റം ഡിഫറെൻറ്റ് ആയിട്ടുള്ള കിഡ്നി റിലേറ്റഡ് ഡിസീസസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ എവറി പോയിന്റ് ഷുഡ് ബി നോട്ടഡ് ആൻഡ് ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തു. സോ യു ഡു യുവർ ക്വസ്റ്റ്യൻസ്, ലാസ്റ്റ് മിസ് തന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? സോ ദാറ്റ്സ് ഇറ്റ് ആൻഡ് താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ബൈ.